أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الذين آمنوا أشد حبا لله قال الله عز وجل. ഒരു മഹാഗുരുവും ആ ഗുരുവിന്റെ മഹാനായ ശിഷ്യനും തമ്മിൽ നടന്ന ഒരു ചെറിയ സംഭാഷണം ശ്രദ്ധിക്കുക. ആധ്യാത്മിക രംഗത്ത് സൂര്യ തേജസ്വിയായി തിളങ്ങിയിരുന്ന ഒരു മഹാഗുരു, ആ ഗുരുവിനോടൊപ്പം നീണ്ട വർഷങ്ങൾ കഴിച്ചുകൂട്ടിയ ശിഷ്യൻ. ഗുരു ശിഷ്യൻ എന്ന് പറയുമ്പോൾ ഏതെങ്കിലും ദർസിലെ ഉസ്താദും ശിഷ്യനും, മദ്രസയിലെ ഉസ്താദും ശിഷ്യനും, സ്കൂളിലെ ഗുരുനാഥനും ശിഷ്യനും, നമ്മുടെ നാട്ടിലെ വയലിന്റെ ക്ലാസ്സിലെ അല്ലെങ്കിൽ ഖുർആൻ ക്ലാസ്സിലെ ഉസ്താദും ശിഷ്യനും എന്നൊന്നും മനസ്സിലാക്കിയാൽ പോരാ. അതൊക്കെ കേവലം വിജ്ഞാനത്തിന്റെ നുറുങ്ങുകൾ പഠിപ്പിക്കുന്നു, പകർന്നു നൽകുന്നു, ശിഷ്യൻ അത് നുകരുന്നു, കഴിഞ്ഞു. ഗുരു ശിഷ്യ ബന്ധത്തിന്റെ തല. ഇതിൽ അല്പമെങ്കിലും പുരോഗതിയും കുറച്ചുകൂടി ഈടുത്തൊരു ബന്ധവും ഉണ്ടെങ്കിൽ അത് ദർസിലെ ഗുരുവും ശിഷ്യനും മാത്രമേ ഉള്ളൂ. ശരിയായ ഗുരുവും ശിഷ്യനും തമ്മിലുള്ള ബന്ധം അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും അവിടുത്തെ ശിഷ്യന്മാരും തമ്മിലുള്ള ബന്ധമാണ്. ശിഷ്യന്മാർ അവരുടെ ശരിയായ ജീവിതം തന്നെ ഗുരുവിന് സമർപ്പിക്കുന്നു, തലച്ചോറ് സമർപ്പിക്കുന്നു, ചിന്ത സമർപ്പിക്കുന്നു, അഭിപ്രായം സമർപ്പിക്കുന്നു. അവരുടെ ജീവിതത്തിന്റെ സകല പ്രശ്നങ്ങളും ഗുരുവിന്റെ മുമ്പിലിടുന്നു. സ്വന്തം താല്പര്യങ്ങളും സ്വന്തം അഭിലാഷങ്ങളും സ്വന്തം തീരുമാനങ്ങളും തീർത്തും മാറ്റിവെക്കുന്നു. ഗുരു എന്ത് നിർദ്ദേശിക്കുന്നുവോ അതാണ് ശിഷ്യന്റെ ജീവിതത്തിന്റെ ശരിയായ വഴികാട്ടി. അതിനനുസരിച്ച് മാത്രം ശിഷ്യൻ നീങ്ങും. ഗുരു ഉണ്ണാൻ പറഞ്ഞാൽ ഉണ്ണും, ഗുരു കുടിക്കാൻ പറഞ്ഞാൽ മാത്രം കുടിക്കും, ഗുരു ഉറങ്ങാൻ പറഞ്ഞതോട് മാത്രം ഉറങ്ങും. ഇന്നുറങ്ങേണ്ടെന്ന് പറഞ്ഞാൽ ഉറങ്ങില്ല. 1 വർഷം നിൽക്കണമെന്ന് പറഞ്ഞാൽ നിൽക്കും, 2 വർഷം നിൽക്കണമെന്ന് പറഞ്ഞാൽ നിൽക്കും, 4 വർഷം നീ മലയിലൂടെ പോകണമെന്ന് പറഞ്ഞാൽ പോകും. ഇതാണ് ഈടുത്ത ഗുരു ശിഷ്യ ബന്ധത്തിന്റെ സ്വഭാവം. ഈ സ്വഭാവത്തിലാണ് അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും തന്റെ പ്രിയ ശിഷ്യരും വളർന്നത്. മദീന പള്ളിയിൽ തങ്ങളെ തന്നെ സമർപ്പിച്ച ആരംഭ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ശിഷ്യന്മാർ എന്തു ചെയ്യണമെന്ന് അവർക്ക് ഉപദേശിച്ചു കൊടുക്കേണ്ടിയിരുന്നത് അവരുടെ ഗുരുവായ ഓമന റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാണ്. ആ മഹാഭാഗ്യം അഷ്റഫുൽ ഖൽഖിന്റെ കാലത്ത് താമസിക്കുക എന്ന ഭാഗ്യം, അല്ലെങ്കിൽ നമ്മുടെ കാലത്ത് തങ്ങളുണ്ടായിരിക്കുക എന്ന ഭാഗ്യം നമുക്കുണ്ടാകുമായിരുന്നെങ്കിൽ നമ്മളും ഒരു പക്ഷേ അങ്ങനെ ആയിരുന്നിരിക്കാം. അതാ ഗുരു ശിഷ്യ ബന്ധത്തിന്റെ ഏറ്റവും തിളക്കമാർന്ന രൂപമാണ്. ആ തിളക്കമാർന്ന രൂപം കാലാന്തരത്തിന് ശേഷം പിന്നീട് നിലനിൽക്കുന്നത് സൂഫി മാർഗത്തിലാണ്. സൂഫിയന്മാർക്കിടയിലെ ഗുരു ശിഷ്യ ബന്ധത്തിനിടയിൽ അവിടെയും ഗുരുവിന് മുൻപിൽ മയ്യത്ത് കുളിപ്പിക്കുന്നവന്റെ കയ്യിൽ എങ്ങനെയോ അങ്ങനെ ഏൽപ്പിച്ചു കൊടുക്കുകയാണ് ശിഷ്യൻ തന്റെ ശരീരത്തെ മാത്രമല്ല മനസ്സിനെയും ശരീരത്തെയും ഗുരുവിനേൽപ്പിച്ചു കൊടുത്ത ശിഷ്യൻ നീണ്ട കാലം ആ ഗുരുവിന്റെ കൂടെ തന്നെ കഴിഞ്ഞാൽ തീർത്തും ശരിയായ ആ ഗുരുവിന്റെ സ്വഭാവത്തിൽ എത്തി നിൽക്കുന്ന, അല്ലെങ്കിൽ അതിനേക്കാൾ ഉയർന്നു വളർന്ന ഒരു സ്വഭാവത്തിലേക്ക്, സ്റ്റേജിലേക്ക് ശിഷ്യൻ വളരും. ഇതാണ് സൂഫി പർണശാലയിലെ, സൂഫി മാർഗത്തിലെ ഗുരുക്കളുടെയും ശിഷ്യന്മാരുടെയും നിലവാരം. ഇത്തരത്തിലുള്ള ഒരു മഹാഗുരുവാണ് ഞാൻ നിങ്ങളുടെ ശ്രദ്ധ ക്ഷണിക്കുന്ന ഗുരു. ആ ഗുരുവിനേക്കാൾ ഏതാണ്ട് ഉയർന്നുവെന്ന് നമുക്ക് പറയാൻ പറ്റുമെങ്കിൽ അല്ലാഹുവിൽ എങ്ങനെയോ നമുക്കറിയില്ല. അത്തരം ഒരു ശിഷ്യനാണ് ഇവിടെ സംഭാഷണത്തിൽ മറുകക്ഷിയായി വരുന്ന, മറുഭാഗത്ത് വരുന്ന ശിഷ്യൻ. ഈ ഗുരുവും ശിഷ്യനും തമ്മിലുള്ള സംഭാഷണത്തിൽ ഗുരു നീണ്ട കാലത്തെ തന്റെ ശിഷ്യനോട് ചോദിക്കുന്നു, മുൻദുഃഖം സ്വഹബത, നീ എത്ര കാലമായി എന്നോടൊപ്പം സഹവസിച്ചു കഴിയുന്നു? ശിഷ്യൻ മുൻപ് 33 സന, 33 ചില്ലാനം കൊല്ലമായി, 33 കൊല്ലമായി ഞാൻ അങ്ങയോടൊപ്പം സഹവസിച്ചു കഴിയുന്നു. 33 കൊല്ലം ഒരു വലിയ മനുഷ്യൻ മറ്റൊരു വലിയ മനുഷ്യന്റെ കൂടെ പുറത്തു കഴിയുകയാണ്. സദാ ഊണിലും ഉറച്ചിലും നടത്തത്തിലും ഇരുത്തത്തിലും യാത്രയിലും സഞ്ചാരത്തിലും എല്ലാം. 33 കൊല്ലത്തിനിടയ്ക്ക് നീ എന്തൊക്കെ പഠിച്ചു? ഗുരുവിന്റെ ചോദ്യം. ശിഷ്യൻ പറയുന്നു, 8 മസാല, 8 വിഷയങ്ങൾ മാത്രം ഞാൻ പഠിച്ചു. ഗുരു, ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. വല്ലാത്ത മുസീബത്തന്നെ, എന്റെ ആയുസ് മുഴുവൻ തുലഞ്ഞല്ലോ. 33 വർഷക്കാലം എന്റെ കൂടെ കഴിഞ്ഞിട്ട് നീ 8 മസാലയാണോ ഇതിനിടയ്ക്ക് പഠിച്ചത്? എന്റെ ആയുസ് മുഴുവൻ തുലഞ്ഞല്ലോ, നിന്റെ സമയവും നഷ്ടപ്പെട്ടല്ലോ. 8 വിഷയങ്ങളാണോ ഇത്രയും നീണ്ട കൊല്ലത്തിനിടയ്ക്ക് നീ പഠിച്ചുള്ളൂ? വലം ചറ്റാലമില്ല സമാനിയ മസായ, 8 മസാലയല്ലാതെ നീയൊന്നും പഠിച്ചില്ലല്ലോ, എന്റെ ആയുസ് മുഴുവൻ നിന്നോടൊപ്പം പോയല്ലോ. ശിഷ്യൻ പറഞ്ഞു, ഞാൻ കളവ് പറയാൻ ഉദ്ദേശിക്കുന്നില്ല. ലമ്മസാലം പോയ ഈ 8 അല്ലാതെ ഒന്നും ഞാൻ നിങ്ങളുടെ കൂടെ കൂടിയിട്ട് 33 വർഷത്തിനടുത്ത് പഠിച്ചിട്ടില്ല. കളവ് പറയാൻ എനിക്ക് ഉദ്ദേശമില്ല. ആകട്ടെ, നീ 8 വിഷയങ്ങൾ പഠിച്ചത് എന്താണ്? ഒന്ന് എന്റെ മുമ്പിൽ സമർപ്പിച്ചു. ശിഷ്യൻ ഓരോന്നോരോന്നായി സമർപ്പിച്ചു. ഓരോ മസാലകൾ കേൾക്കുമ്പോഴും ഗുരുവിന്റെ ജിജ്ഞാസ കൂടുകയാണ്, ഗുരു അമ്പരക്കുകയാണ്, ഗുരു ഹൃദയം കുളിർക്കുകയാണ്, ഗുരു സന്തോഷിക്കുകയാണ്. ഗുരു വീണ്ടും വീണ്ടും പഠിച്ച ഓരോ മസാലകൾ അറിയാൻ വേണ്ടിയിട്ട് തന്റെ ജിജ്ഞാസ പ്രകടിപ്പിക്കുകയാണ്. വീണ്ടും വീണ്ടും ചോദിക്കുന്നു. 8 മസാലകളും ശിഷ്യൻ വിവരിച്ചു കൊടുത്തപ്പോൾ ഗുരു പറഞ്ഞു,
ഞാൻ തൗറാത്തിലെ വിവരങ്ങൾ എന്റെ ഗുരുവര്യന്മാരിൽ നിന്ന് ശേഖരിച്ചിട്ടുണ്ട്. ഇഞ്ചീൽ എന്ന വേദത്തിലെ സാരാംശങ്ങളും ആന്തരിക പാഠങ്ങളും മുഴുക്കയും എന്റെ ഗുരുവര്യന്മാരിൽ നിന്നും സമ്പാദിച്ചിട്ടുണ്ട്. സബൂർ എന്ന സങ്കീർത്തന വേദത്തിലെ ദാവൂദ് നബി അലൈഹിസ്സലാമിന്റെ വേദത്തിലെ പ്രാർത്ഥനകളും പാഠങ്ങളും നിയമങ്ങളുമെല്ലാം ഞാൻ പഠിച്ചിട്ടുണ്ട്. വിശുദ്ധ ഖുർആനിലെ പാഠങ്ങളും എന്റെ ഗുരുവര്യന്മാരോടുകൂടെ നടന്ന് ഞാൻ ഒരുപാട് സ്വായത്തമാക്കിയിട്ടുണ്ട്. ഈ 4 വേദങ്ങളിലെയും മുഴുവൻ മസാലകളും മുഴുവൻ വിവരങ്ങളും മുഴുവൻ നിയമങ്ങളും നീ പറഞ്ഞ ഈ 8 കാര്യങ്ങളിൽ ഒതുങ്ങി നിൽക്കുന്നല്ലോ. ഈ 8 കാര്യങ്ങൾ കേന്ദ്രമാക്കിയാണല്ലോ കഴിഞ്ഞകാല പ്രവാചകന്മാരും വേദങ്ങളും ഒക്കെ ലോകത്ത് ഉദ്ബോധിപ്പിച്ചത്, പഠിപ്പിച്ചത്. ഈ 4 വേദങ്ങളിലും നീ പറഞ്ഞ 8 മസാലക്കപ്പുറം മറ്റൊരു വിഷയം പഠിക്കാനില്ലല്ലോ. ഈ വേദങ്ങൾ മുഴുവൻ ഉൾക്കൊള്ളുന്ന ആന്തരിക രഹസ്യങ്ങളും തത്വങ്ങളും മുഴുവൻ നീ പഠിച്ചല്ലോ. സന്തോഷം. എന്റെ ആയുസ് വെറുതെയായില്ല, നിന്റെ കൂട്ടും വെറുതെയായില്ല. നാം രണ്ടുപേരും ഭാഗ്യവാന്മാർ. ഗുരു ശിഷ്യനെ ആശീർവദിക്കും. കേവലം ചെറിയവരല്ല ഈ ഗുരുവും ശിഷ്യനും. ഹാത്തമുനിൽ അസം റളിയല്ലാഹു അൻഹുവാണ് ഇവിടെ ശിഷ്യൻ. അനവധി ശിഷ്യന്മാരുടെ ഗുരുവര്യരായി പിന്നീട് മാറിയ മഹായോഗി, ഒരു വലിയ ആത്മീയാചാര്യൻ, അവരാണ് ഇവിടുത്തെ ശിഷ്യൻ. ആ ശിഷ്യന്റെ ഗുരുവോ ശഖീഖുൽ ബൽഖി റളിയല്ലാഹു അൻഹു തങ്ങളവர்கள். രണ്ടുപേരും ബൽഖ സ്വദേശികളാണ്. ബൽഖ ഇന്നത്തെ വടക്കൻ അഫ്ഗാനിസ്ഥാനിൽ നിലകൊള്ളുന്ന ഒരു പ്രദേശം. പണ്ട് ഖുറാസാൻ എന്നൊരു പ്രവിശ്യയുണ്ടായിരുന്നു. ഇന്നത്തെ വടക്കൻ ഇറാനും വടക്കൻ അഫ്ഗാനിസ്ഥാനും അടക്കമുള്ള പ്രദേശങ്ങൾ പേർഷ്യൻ സാമ്രാജ്യത്തിന്റെ കീഴിൽ നിലകൊണ്ടിരുന്ന ഒരു വലിയ രാഷ്ട്രം. ആ രാഷ്ട്രത്തിന്റെ ഭരണശിലാകേന്ദ്രമായിരുന്നു ബൽഖ പട്ടണം. ആ പട്ടണത്തിൽ നിന്നുള്ളവരാണ് ഈ രണ്ടുപേരും ഗുരുവും ശിഷ്യനും. 33 വർഷം ഈ ഗുരുവിൽ നിന്ന് 8 മസാലയാണത്രേ, 8 വിഷയമാണത്രേ ഈ ഗുരു പഠിച്ചത്, ഈ ശിഷ്യൻ പഠിച്ചത്. ഈ ശിഷ്യന്റെ ഗുരുവായ ഗുരു പണ്ഡിതയെ പോലെ ഇതിലും വലിയൊരു ഗുരുവിന്റെ കൂടെ കഴിഞ്ഞ ശിഷ്യനാണ്. അന്ന് ആ ഗുരുവിന്റെ ശിഷ്യനായിരുന്ന ശിഷ്യൻ ഇന്നത്തെ ഗുരു 25 വർഷക്കാലമാണ് തന്റെ ഗുരുവിനോടൊപ്പം ഈ രണ്ടാമത് നാം സൂചിപ്പിക്കുന്ന സംഭാഷണത്തിന് മുൻപ് കഴിഞ്ഞത്. 25 വർഷം തന്റെ ഗുരു സഹവസിച്ചു കഴിഞ്ഞ ശേഷം നിന്റെ അവസ്ഥ എന്താണ് എന്ന് 25 കൊല്ലത്തെ സഹവാസ പാരമ്പര്യമുള്ള ശിഷ്യനോട്, ഇപ്പോൾ നാം സംസാരിച്ച ഈ കഥയിലെ ഗുരു ശിഷ്യനായിരുന്ന കാലത്ത് ആ ശിഷ്യനോട് തന്റെ ആത്മീയ ഗുരു ചോദിച്ചപ്പോൾ അദ്ദേഹം തന്റെ അവസ്ഥ വിവരിച്ചത്, ഇതാ ബുരീതു ഇതാ ഓതീതു ശകർതു വൈദാലം എനിക്ക് അള്ളാഹുവിന്റെ ഭാഗത്ത് നിന്ന് കിട്ടിയാൽ എനിക്ക് നന്ദിയുണ്ട്, ഒന്നും കിട്ടിയില്ലെങ്കിലോ എനിക്ക് പൊറുതികേടുമില്ല, ക്ഷമയുമുണ്ട്. അന്ന് ആ ഗുരു ഇപ്പോഴത്തെ ഗുരുവായ അന്നത്തെ തന്റെ ശിഷ്യനോട് പറഞ്ഞത്, വക്കദാലിക കിലാബു ബൽഖ, ബൽഖയിലെ പട്ടികളും ഇങ്ങനെയാണ്, കിട്ടിയാൽ വാലാട്ടും കിട്ടിയില്ലെങ്കിൽ പൊറുത്തു കഴിയും. ഈ നിലയാണോ നിനക്ക്? ഭക്ഷണം കിട്ടിയാൽ, തിന്നാൻ കിട്ടിയാൽ, ഒന്നും കിട്ടിയാൽ വാലാട്ടി നന്ദി രേഖപ്പെടുത്തുമല്ലോ പട്ടി, നായ. ഈ നായയുടെ ശുക്രാണോ നിന്റെ ശുക്ർ? കിട്ടിയില്ലെങ്കിലോ പാത്തുപോയി കിടക്കും. എന്തെങ്കിലും അസ്വാരസ്യമുണ്ടെങ്കിലോ അസ്വസ്ഥത ഉണ്ടെങ്കിലേ ഒന്നും മുരളോ കരക്കൊക്കെ ചെയ്യുള്ളൂ, അല്ലെങ്കിൽ അടങ്ങിക്കിടക്കും. ഈ പട്ടിയുടെ സ്വബറാണോ നിന്റെ സ്വബർ? 25 കൊല്ലക്കാലം നീ എന്റെ കൂടെ കഴിഞ്ഞിട്ട് കിട്ടിയാൽ നന്ദി, കിട്ടിയില്ലെങ്കിലോ ക്ഷമയും എന്ന പരുവത്തിലും സ്ഥാനത്തിലുമാണോ നീ? അതെ, ഞാനിവിടെയാണ് എത്തി നിൽക്കുന്നത്. ഗുരു പറഞ്ഞു പോരാ. ശിഷ്യൻ പറഞ്ഞു പിന്നെ എങ്ങനെ വേണം? ശിഷ്യനോട് ഗുരു ഉപദേശിച്ചു, കിട്ടിയാലും കിട്ടിയില്ലെങ്കിലും നന്ദി വേണം. അല്ലാഹു സുബ്ഹാനഹു വ തആല നിന്നിൽ എന്ത് ചെയ്യുന്നുവോ അതൊക്കെ പൂർണ്ണമായും സംതൃപ്തമായി ഏറ്റുവാങ്ങണം. നിനക്ക് കിട്ടിയാലും പടച്ച തമ്പുരാനോട് സന്തോഷം വേണം, നിനക്ക് കിട്ടിയില്ലെങ്കിലും പടച്ച തമ്പുരാനോട് സംതൃപ്തിയും നന്ദിയും വേണം. നന്ദിയില്ലാതെ സന്തോഷമില്ലാതെ കിട്ടിയില്ലെങ്കിൽ ക്ഷമ, കിട്ടിയെങ്കിൽ നന്ദി എന്നത് പട്ടികളുടെ സ്വഭാവമാണ്. അതിലും മനുഷ്യൻ ഉയരണം എന്നാണ് അന്നത്തെ ഗുരു പറഞ്ഞത്. ആ ഗുരു ഇബ്രാഹിം ഇബ്നു അദ്ഹം റളിയല്ലാഹു അൻഹു തങ്ങളായിരുന്നു. ഇബ്രാഹിം ഇബ്നു അദ്ഹമിന്റെ കൂടെ ഇത്രയും നീണ്ട വർഷക്കാലം നിന്ന് പഠിച്ച 25 കൊല്ലക്കാലം കഴിഞ്ഞപ്പോഴും ബൽഖയിലെ പട്ടികളുടെ സ്വഭാവത്തിലാണോ നീ എന്ന് ഗുരു ചോദിച്ച ആ ശിഷ്യനാണ് ഇവിടെ ഇപ്പോൾ ഗുരു. ഈ ഗുരുവിന്റെ ശിഷ്യനോ ഹാത്തമുനിൽ അസം റളിയല്ലാഹു അൻഹു. ഹാത്തമുനിൽ അസം, ബധിരൻ, ചെകിടൻ. ഹാത്തം നായി വാക്കിന്റെ അർത്ഥം. ഉമ്മയും ബാപ്പി അങ്ങനെ പേരിടൂല. ഉമ്മയും ബാപ്പിൻ ചെകിടൻ, ബധിരൻ, ഹാത്തം എന്ന് പേരിടൂല. നമ്മളെ നാടൻ ഭാഷയിൽ പറഞ്ഞാൽ പൊട്ടൻ ഹാത്തം. പൊട്ടൻ ഹാത്തം എന്ന് ഉമ്മയും ബാപ്പയും പേരിടൂ. കാത് കേൾക്കാത്ത ഹാത്തം. ഒരൊറ്റ പെണ്ണിന്റെ മാനം രക്ഷിക്കാൻ വേണ്ടിയാണത്രേ ഹാത്തം കാലാകാലങ്ങളിൽ പൊട്ടൻ എന്ന വിളിക്ക് വിധേയനായി എന്ന് കൊടുത്തത്. 2ാം നൂറ്റാണ്ടിൽ ജീവിച്ച ആ മഹാനുഭാവനെ ഇന്ന് ഹിജറയുടെ 15-16 നൂറ്റാണ്ടിൽ പോയാലും നമ്മൾ ഇപ്പോഴും വിളിക്കുന്നത് പൊട്ടൻ ഹാത്തം എന്നാണ്. കഴിഞ്ഞ നൂറ്റാണ്ടുകളിലെ എല്ലാ ചരിത്ര വിദ്യാർത്ഥികളും പണ്ഡിതന്മാരും സൂഫിവര്യന്മാരും അദ്ദേഹത്തെ വിളിച്ചത് പൊട്ടൻ ഹാത്തം എന്നാണ്. ബധിരൻ, പൊട്ടൻ ഹാത്തം എന്ന് കാലാകാലത്തെ
മനുഷ്യന്മാരെ കൊണ്ട് മുഴുവൻ അദ്ദേഹത്തെ വിളിപ്പിച്ചതും ഈ ചെല്ലപ്പേര്, ഈ വട്ടപ്പേര് അദ്ദേഹത്തിന് വരാനിടയാക്കിയതും ഒരു ചെറിയ പെണ്ണിന്റെ മാനം സംരക്ഷിക്കാൻ വേണ്ടി മാത്രമാണ്. അദ്ദേഹം ഇരിക്കുന്ന സദസ്സിൽ ഒരു പെണ്ണ് വന്നു, സാധു സ്ത്രീ. ആ സാധു സ്ത്രീ ഒരു മസാല ചോദിച്ചു. മസാല അറിയാൻ വന്ന സ്ത്രീ സംസാരിക്കുന്നതിനിടയിൽ അറിയാതെ മൂട്ടുന്നൊരു ശബ്ദം പോയി. പെണ്ണല്ലേ, പെണ്ണിന് ഇത്ര വലിയ പ്രയാസം വല്ലതും ഉണ്ടാവുമോ? ആണുങ്ങൾ ഇതൊക്കെ കേട്ടാല് ഈ പെണ്ണാകെ പരിഭ്രാന്തയായി, മുഖമാകെ വിവണ്ണയായി, ആകെ ഉഴന്നു. അവിടെ പൊട്ടനായി അഭിനയിച്ചു. നീ പറഞ്ഞൊന്നും ഞാൻ കേട്ടില്ല. കാതിങ്ങനെ പിടിച്ചിട്ട് അദ്ദേഹം ചോദിച്ചു, നീ പറഞ്ഞൊന്നും കേട്ടില്ല, എന്താ നീ പറഞ്ഞു? ഞാനൊരു കാത് പൊട്ടനാണ്, ഉറക്കെ പറ, ഒച്ചയിട്ട് പറ, എങ്കിലും എനിക്ക് കേൾക്കൂ, ഞാൻ പൊട്ടനാണ് എന്ന് ഹാത്തം അവിടെ അഭിനയിച്ചു. ഈ പെണ്ണിന്റെ മാനം കേൾക്കാൻ ആ പെണ്ണ് സന്തോഷിച്ചു, തെളിഞ്ഞ മുഖമായി. പെണ്ണ് വിചാരിച്ചു, പെണ്ണിൽ നിന്ന് പുറപ്പെട്ടത് ഇയാൾ കേട്ടിട്ടോ സന്തോഷം. അല്പം ശബ്ദത്തിൽ ആ പെണ്ണ് മസാല ചോദിച്ചു. ഇത് കണ്ട ശിഷ്യന്മാർ പൊട്ടൻ ഹാത്തം എന്ന് വിളിച്ചു അദ്ദേഹത്തെ. ലോകമാസകലം വിളിച്ചു പൊട്ടൻ ഹാത്തം. കാലങ്ങൾ എത്രയായി? ഇന്നും ചരിത്രത്തിൽ ഹാത്തമിനെ ചരിത്രം വിളിക്കുന്നത് ഹാത്തമുൽ അസം. അത്രയും വലിയ മഹാമനീഷി ഒരു പെണ്ണിന്റെ മാനം സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് തനിക്ക് വട്ടപ്പേര്, അതും പൊട്ടൻ എന്ന വട്ടപ്പേര് ഖിയാമത്ത് നാൾ വരെ പേറേണ്ടി വന്ന കാലാകാലങ്ങളിലുള്ള വിദ്യാർത്ഥികളും പണ്ഡിതന്മാരും തന്നെ പൊട്ടനെന്ന് വിളിക്കുന്നതിൽ യാതൊരു വിഷമവും തോന്നാതിരുന്ന മഹാമനുഷ്യൻ ഒരിക്കൽ ബഗ്ദാദിൽ വന്നത്രേ. അഹ്മദ് ബിൻ ഹംബൽ റളിയല്ലാഹു അൻഹു തങ്ങൾ പണ്ഡിതനായി വാഴുന്ന ബഗ്ദാദിൽ അഹ്മദ് ബിൻ ഹംബലിനെ കാണാൻ അദ്ദേഹത്തിന്റെ സഹയാത്രികൻ നിർബന്ധം പിടിച്ച് ഹാത്തമുൽ അസമനും സന്തോഷം വീടന്വേഷിച്ച് കരഞ്ഞു പിടിച്ച് അഹ്മദ് ബിൻ ഹംബൽ റളിയല്ലാഹു അൻഹുവിന്റെ വീട്ടിലെത്തി. കഥകിൽ മുട്ടി. അഹ്മദ് ബിൻ ഹംബൽ റളിയല്ലാഹു അൻഹു പുറത്തു വന്നു. അദ്ദേഹം യാ അബാ അബ്ദുറഹ്മാൻ മർഹബൻ ബി അബി അബ്ദുറഹ്മാൻ. അബു അബ്ദുറഹ്മാൻ, ബഹുമാനകൾ അങ്ങനെയാ വിളിക്കുക. അദ്ദേഹത്തിന്റെ മകനാണ് അബ്ദുറഹ്മാൻ. അബ്ദുറഹ്മാന്റെ ബാപ്പാന്ന് വിളിക്കുന്നത് ഏറ്റവും സുന്ദരമായ ബഹുമാന പേരാണ്. അബ്ദുറഹ്മാന്റെ ബാപ്പാക്ക് സ്വാഗതം വിളിച്ച് അദ്ദേഹത്തെ ആനയിച്ചിരുത്തി സന്തോഷത്തോടുകൂടി ബഹുമാനിച്ച് ബഹുമാനപൂർവ്വം അഹ്മദ് ബിൻ ഹംബൽ ഹാത്തമിനോട് ചോദിച്ചു, എനിക്കൊരു ചെറിയ ഉപദേശം വേണം. സൃഷ്ടികളുടെ പ്രയാസങ്ങളിൽ നിന്ന് രക്ഷപ്പെടാൻ എന്താണ് മാർഗം? സൃഷ്ടികളിൽ നിന്ന് എനിക്ക് രക്ഷ വേണം, എന്താണ് ഇതിന് മാർഗം? ഹാത്തം അഹ്മദ് ബിൻ ഹംബൽ, മുഹദ്ദിസുകളുടെ നേതാവ്, 10 ലക്ഷം ഹദീസ് മനപ്പാഠമുണ്ടെന്ന് ചരിത്രം വിവരിക്കുന്ന അഹ്മദ് ബിൻ ഹംബൽ റളിയല്ലാഹു അൻഹു തങ്ങൾ, ഞാൻ ബഗ്ദാദിൽ നിന്ന് പോകുമ്പോൾ അഹ്മദ് ബിൻ ഹംബലിനോളം വലിയ പണ്ഡിതനെ ബഗ്ദാദിൽ ഒഴിച്ചിട്ടില്ലെന്ന് ഇമാമുന ശാഫിഈ റളിയല്ലാഹു അൻഹു തങ്ങൾ പറഞ്ഞ അഹ്മദ് ബിൻ ഹംബൽ. ആ അഹ്മദ് ബിൻ ഹംബലിന്റെ ചോദ്യമാണ്, എനിക്ക് പടപ്പുകളിൽ നിന്ന് രക്ഷ കിട്ടാൻ എന്ത് വേണം? ഹാത്തമിന്റെ ഉപദേശം, നിങ്ങൾ നിങ്ങളുടെ സ്വത്തുക്കൾ മുഴുവൻ സൃഷ്ടികൾക്ക് നൽകിയേക്കുക, ആവശ്യമുള്ളവർക്ക് മുഴുവൻ നൽകിയേക്കുക, ഒന്നും ഒഴിച്ചിടേണ്ട. പക്ഷെ ആരുടെയും മുതൽ ഇങ്ങോട്ട് വാങ്ങരുത്, അങ്ങോട്ട് കൊടുക്കണം. സൃഷ്ടികളുടെ മുതലൊന്നും വാങ്ങാതെ അങ്ങോട്ട് തന്നെ കൊടുത്തു കഴിയാൻ പറ്റുമോ? രക്ഷയുണ്ട്. മറ്റൊന്ന്, നിങ്ങൾക്ക് സൃഷ്ടികളിൽ നിന്ന് കിട്ടേണ്ട കടപ്പാടുകളെ കുറിച്ച് നിങ്ങൾ വേവലാതി കൊള്ളരുത്. മക്കൾ ബഹുമാനിക്കണം, ശിഷ്യന്മാർ ബഹുമാനിക്കണം, ഭാര്യ ബഹുമാനിക്കണം, സാധാരണക്കാർ ബഹുമാനിക്കണം, വിവരമില്ലാത്തവർ ബഹുമാനിക്കണം. ഇതൊക്കെ ഒരു പണ്ഡിതന്റെ കുടുംബനാഥന്റെ വലിയ ഒരാളുടെ ഹക്കാണല്ലോ, കിട്ടേണ്ടതിനെയാണത്. മക്കൾ വാപ്പാനെ ബഹുമാനിക്കണ്ടേ? ഭർത്താവ് ഭർത്താവിനെ ബഹുമാനിക്കണ്ടേ? ഇത്തരം ഹക്കുകൾ ആരുമായും ഉണ്ടാകും. സൃഷ്ടികളിൽ നിന്ന് നിങ്ങൾക്ക് കിട്ടേണ്ട ഇത്തരം ഇടപാടുകളും കടപ്പാടുകളും ഒക്കെ നിങ്ങൾ വിസ്മരിച്ചേക്കുക. അതേസമയം അവരുമായി നിങ്ങൾ അങ്ങോട്ട് കൊടുക്കേണ്ട ഹക്കുകളൊക്കെയും തീർത്തു കൊടുത്തേക്കുക, ഒന്നും വെച്ചേക്കരുത്. രക്ഷപ്പെടാൻ സാധിക്കും. മൂന്നാമത് പറയുന്നത്, മഹാനായ ഹാത്തമുൽ അസം റളിയല്ലാഹു അൻഹു അഹ്മദ് ബിൻ ഹംബൽ റളിയല്ലാഹു അൻഹു തങ്ങളോട് പറയുന്നത്, സൃഷ്ടികളുമായി ബന്ധപ്പെടുമ്പോ, സൃഷ്ടികളോട് ഒത്തുകഴിയുമ്പോ അവരിൽ നിന്ന് അരുതായ്മകൾ തന്നെ വന്നുകൊണ്ടിരിക്കും. ഇഷ്ടമില്ലാത്ത അനിഷ്ടകരമായ അഹിതകരമായ സംഭവങ്ങൾ തന്നെ വരും. ചീത്ത പറയും, അസഭ്യം പറയും, പുരാതി പറയും, പരാതി പറയും, വേണ്ടാത്തത് പറയും, ശകാരിക്കും. ഇങ്ങനെ പലതും നിങ്ങൾ അനുഭവിക്കേണ്ടി വരും. സൃഷ്ടികളിൽ നിന്ന് അനുഭവിക്കുന്ന എല്ലാ അരുതായ്മകളും വേണ്ടാത്തരങ്ങളും പ്രയാസങ്ങളും നിങ്ങൾ പൊറുക്കുക, ക്ഷമിക്കുക, സഹിക്കുക. ഒരാളെയും നിങ്ങൾ അരുതായ്മകൾ ചെയ്ത് വേദനിപ്പിക്കരുത്. നിങ്ങളിൽ നിന്ന് മറ്റുള്ളവർക്ക് അഹിതകരമായതൊന്നും വന്നു പോകരുത്. കഴിയുമോ? രക്ഷപ്പെട്ടേക്കും. അഹ്മദ് ബിൻ ഹംബൽ റളിയല്ലാഹു അൻഹു പരിഭ്രാന്തനായി, നിറം മാറി, തലകൈപ്പോട്ട് വെച്ചിട്ട് തന്റെ വിരല് ഭൂമിയിൽ 2 കുത്ത്. ചിന്താധീനനാകുമ്പോൾ വരുന്ന കുത്താണത്. പ്രയാസങ്ങളും ഹമ്മും വരുമ്പോൾ ഉണ്ടാകുന്ന കുത്ത്. ആ കുത്ത് അഹ്മദ് ബിൻ ഹംബൽ തന്റെ ഭൂമിയിൽ വെച്ച് കുത്തിയിട്ട് പറഞ്ഞു, ഇന്നഹാ ലശദീദ, നിങ്ങൾ ഈ പറഞ്ഞത് വളരെ കടുത്തത്. പാലിക്കാൻ കഴിയുമോ? സംശയം, ആശങ്ക, പ്രയാസം, കടുത്തതായി പോയി. മഹാനായ അഹ്മദ് ബിൻ ഹംബലിനെ ഹാത്തം റളിയല്ലാഹു അൻഹു സമാധാനിപ്പിച്ചു. ലൈതക തസ്ലം, ലൈതക തസ്ലം, ലൈതക തസ്ലം. നിങ്ങളെ വേദനിപ്പിക്കാൻ പറഞ്ഞതല്ല,
പ്രയാസപ്പെടുത്താൻ പറഞ്ഞതല്ല, നിങ്ങൾ ഹമ്മിലാകാൻ പറഞ്ഞതല്ല. നിങ്ങളെപ്പോലുള്ളവർ രക്ഷപ്പെട്ടേക്കാം, പ്രയാസമില്ല. നിങ്ങളെപ്പോലുള്ളവരുടെ പ്രയാസമില്ലാതെ രക്ഷപ്പെടും. പേടി കൂടിയാൽ ചിലപ്പോൾ മരിച്ചു പോകും. അഹ്മദ് ബിൻ ഹംബലിനെ പോലുള്ള ആളുകളൊക്കെ. അവിടെയാണ് ഗുരു ഹാത്തമിന്റെ പ്രത്യേക റോൾ. ഹാത്തം സമാധാനിപ്പിക്കുകയാണ് ശിഷ്യനെ. വേവലാതി വേണ്ട, പ്രയാസം വേണ്ട, രക്ഷപ്പെട്ടേക്കാം. ലൈതക തസ്ലം. ഇതാണ് ഹാത്തമുൽ അസം. ഈ ഹാത്തമുൽ അസമാണ് ഇവിടെ ശിഷ്യൻ. ഇദ്ദേഹം 8 മസ്അല 33 കൊല്ലക്കാലം കൊണ്ട് പഠിച്ചെങ്കിൽ പൂർവ്വ വേദഗ്രന്ഥങ്ങളുടെയും ഖുർആാനിന്റെയും ആകെ അന്തസ്സാര തത്വങ്ങൾ മുഴുക്കയും അതിന്റെ അകത്ത് ഉൾക്കൊള്ളിക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഏതായിരിക്കും ഈ 8 മസ്അലകൾ? അതാണ് ഇന്നെന്റെ സ്വല്പനേരത്തെ വിഷയം. ഓരോന്നോരോന്ന് ആലോചിച്ച് പറയാൻ ദിവസങ്ങൾ വേണ്ടിയതല്ലോ. അപ്പോ ഇങ്ങനെ പോകാനേ കഴിയുള്ളൂ. 8 വിഷയങ്ങൾ മഹാനായ ഹാത്തമുൽ അസം റളിയല്ലാഹു അൻഹു പഠിച്ചത് അങ്ങനെ പഠിച്ചു. വിശുദ്ധ ഖുർആൻ, നമ്മൾ ഓതുന്ന ഖുർആൻ, നമ്മൾ പഠിക്കുന്ന ഖുർആൻ, നമ്മൾ ഉറുദിയും വാദും കേൾക്കുന്ന ഖുർആൻ, സുപരിചിതമായ ആയത്തുകൾ. ഇതാണ് ഇവിടെ 33 കൊല്ലക്കാലം അതിശയകരമായ തത്വങ്ങൾ പഠിക്കാൻ ഹാത്തമുൽ അസം റളിയല്ലാഹു അൻഹു ഉപയോഗപ്പെടുത്തിയത്. വിശുദ്ധ ഖുർആനിലെ വാക്യങ്ങൾ. എന്റെ ഗുരുവിന്റെ ചോദ്യത്തിന് മുമ്പിൽ ഹാത്തമുൽ അസം പറഞ്ഞു, ഏതാണ് നിങ്ങൾ പഠിച്ച 8 തത്വങ്ങൾ? ഹാത്തിസ്തമാനിയ മസായിൽ. ആ 8 മസാലകളൊന്ന് പറ. അദ്ദേഹം പറഞ്ഞു, 1, ഞാൻ സൃഷ്ടികളിലേക്ക് നോക്കി. നവർത്തു ഇലാ ഹാദൽ ഖൽഖ്. ഞാൻ സൃഷ്ടികളുടെ ലോകത്തേക്ക് നോക്കി. ഫറഅയ്തു കുല്ല വാഹിദിൻ യുഹിബ്ബു മഹ്ബൂബ. ഓരോരുത്തരും ഇഷ്ടക്കാരുണ്ട്, കാമുകിമാരുണ്ട്, പ്രിയമുള്ളവരുണ്ട്, തിരിശക്കാരുണ്ട്, തിരിശമുള്ള വസ്തുക്കളുണ്ട്, തിരിശമുള്ള ഹോബികളുണ്ട്, ഇഷ്ടമുള്ള കാര്യങ്ങളുണ്ട്. ആർക്കും ഒന്നില്ലാത്തതില്ല. ആരാ ഇഷ്ടമില്ലാത്തവര്? ഇഷ്ടം എന്ന ഒന്നില്ലാത്തവരാരുമില്ലല്ലോ. എന്തിനോടെങ്കിലും ഇഷ്ടം. ചിലർക്ക് പച്ചിനോടും നായനോടായി, ചിലർക്ക് പൂച്ചനോടായി, ചിലർക്ക് തീറ്റ വസ്തുക്കളോടായി, ചിലർക്ക് കുടിക്കുന്നത് സാറായിട്ട് കുടിക്കേണ്ട ചില കോളകളോടൊക്കെ ഇഷ്ടം. അങ്ങനെ ഓരോന്നോരോന്ന് എന്തിനോടാ ഇഷ്ടം അറിയില്ല. ഓരോരുത്തരുടെയും ഇഷ്ടത്തിന്റെ അഭിരുചി മാറ്റത്തിനനുസരിച്ച് ഇഷ്ടം മാറും. പക്ഷെ എല്ലാവർക്കും ഇഷ്ടമുണ്ട്. ഞാൻ നോക്കിക്കണ്ട പടപ്പുകൾക്കൊക്കെ ഇഷ്ടങ്ങളുണ്ട്. അനിഷ്ടമുണ്ടോ? ഇഷ്ടമുണ്ടല്ലോ. പക്ഷെ ആ ഇഷ്ടങ്ങളൊക്കെ ഞാൻ വിലയിരുത്തി നോക്കുമ്പോ ഫഹുവ മഹ്ബൂബുഹു ഇലൽ ഖബർ. മരിച്ച ഖബറിലടക്കപ്പെടുന്നത് വരെ മാത്രമേ ഓരോരുത്തന്റെയും ഇഷ്ടവസ്തുക്കൾ, ഇഷ്ടഭോജ്യക്കൾ, ഇഷ്ട ആളുകൾ, ഇഷ്ടപ്പെട്ട പുരുഷക്കാർ അവന് നിലനിൽക്കുകയുള്ളൂ. ഉമ്മയെ സ്നേഹിക്കുന്ന മകന് മരിച്ച് ഖബറിൽ കൊണ്ടുപോകാൻ ഉമ്മയെ കിട്ടില്ല. എങ്ങാനും മകന്റെ പെട്ടെന്നുള്ള ദാരുണ മരത്തിൽ വേദന തോടിയിട്ട് വന്ന ഉമ്മയും ഹാർട്ട് അറ്റാക്കായി മരണപ്പെട്ടു പോയാൽ ആ ഉമ്മക്ക് വേറെ ഖബറാൻ. ഈ ഖബറിന്റെ അകത്തേക്ക് ഉമ്മ പോകൂല. ഭാര്യയെ തിരിശം വെക്കുന്ന, ഭാര്യയില്ലാതെ കഴിഞ്ഞുകൂടാ, പെണ്ണില്ലാതെ ഒരു സെക്കൻഡ് നിന്നുകൂടാ എന്ന് ഇഷ്ടപ്പെടുന്നവർ കാണും. പക്ഷേ ഖബറിൽ ഭാര്യയെ കിട്ടൂല. എന്റെ കുട്ടികളുടെ വാപ്പയില്ലാതെ രക്ഷയില്ല എന്ന് ചിന്തിക്കുന്ന പെണ്ണുങ്ങൾ കാണും. പക്ഷേ ഖബറിന്റെ അകത്ത് ഈ ഭർത്താവിനെ കിട്ടൂല. എന്റെ പൊന്നു മോനെ കാണാതെ എനിക്ക് നിശ്ചപ്പെടുകയില്ല എന്ന് ചിന്തിക്കുന്നവർ കാണും. പക്ഷേ ആ മക്കളെ പിതാക്കൾക്ക് കിട്ടൂല. ചില ഭക്ഷ്യവസ്തുക്കളോടും, ചില കച്ചവട വസ്തുക്കളോടും, ചില തിരിച്ചപ്പെട്ട വിരിപ്പിനോടും, കിടക്കയോടും, ചില പ്രത്യേക സ്ഥലത്ത് പോയിരുന്നാലേ ഉറക്കം വരൂ, അവിടെ കടന്നാലേ ഉറക്കം കിട്ടൂ എന്നൊക്കെ ചിന്തിക്കുന്നവരില്ലേ. പക്ഷെ ഇതൊന്നും ഖബറിൽ കിട്ടൂല. ഏത് ഇഷ്ടമുള്ളതും, ഏത് തിരിച്ചപ്പെട്ടതും, ഏത് തിരിച്ചപ്പെട്ടവരും, ഏത് കാമുകിമാരും, ഏത് കാമുകന്മാരും ഖബർ വരെ മാത്രമേയുള്ളൂ. ഞാൻ ഓർത്തു, മനുഷ്യന് പ്രയാസപ്പെടുമ്പോ സഹായിക്കാനുള്ളതല്ലേ മഹബൂബ്? പ്രതിസന്ധി വേളയിൽ ഒറ്റരാളായി നിൽക്കാനല്ലേ മഹബൂബ്? ഏകാന്തത അകറ്റിയിട്ട് എനിക്ക് സന്തോഷം പകരാനല്ലേ മഹബൂബ്? എല്ലാവരും ഉള്ളപ്പോൾ എന്തിന് മഹബൂബ് വേണം? എല്ലാവരും ഒഴിച്ചിടുമ്പോൾ തന്നെ സഹായിക്കുന്ന, തനിക്ക് കൂട്ടായി നിൽക്കുന്ന, തന്നെ ഉപദേശിക്കുന്ന കൂട്ടാളി വേണം. അതാണ് മഹബൂബിനെ കൊണ്ട് നേട്ടം. ഖബറിൽ ഇരുട്ടറയിൽ ഞാൻ ഒറ്റക്കാണ്. അതുപോലെ ഒറ്റക്കാകുന്ന ഒരവസ്ഥ ഈ ദുനിയാവിന്റെ അകത്തില്ല. തിളക്കമുള്ള കണ്ണുണ്ടെങ്കിൽ ചുറ്റുഭാഗത്ത് കണ്ണോടിക്കാൻ ആ വസ്തുക്കളൊക്കെയും എനിക്ക് കൂട്ടാണ്. ഖബറിന്റെ അകത്ത് കൂരാകൂടിയിരുട്ടാണ്. ആ ഇരുട്ടാർന്ന ഖബറിന്റെ അകത്ത്, ആരും കൂട്ടലില്ലാത്ത ഖബറിന്റെ അകത്ത് എനിക്ക് കിട്ടുന്ന വല്ല മഹബൂബുകളുമുണ്ടോ? അവിടെ ഉപകാരപ്പെടുന്ന വല്ല മഹബൂബുകളുമുണ്ടോ എന്ന് ഞാൻ ആലോചിച്ചു നോക്കുമ്പോ ഒന്ന് മാത്രമേ വിശുദ്ധ ഖുർആനിൽ നിന്ന് ഞാൻ കണ്ടുള്ളൂ. അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഹദീസുകളിൽ നിന്ന് നിങ്ങൾ പഠിപ്പിച്ചു തന്ന ഉപദേശങ്ങളിൽ നിന്ന് ഞാൻ കണ്ടുള്ളൂ. സത്കർമ്മങ്ങളായി, അല്ലാഹുവിന് വേണ്ടി ചെയ്യുന്ന കർമ്മങ്ങളായി എന്തെങ്കിലും എന്റെ അളവിലുണ്ടായിട്ടുണ്ടോ? അതല്ലാത്ത ഒന്നും എനിക്ക് ഖബറിൽ കിട്ടില്ല. അതുമാത്രമേ എനിക്ക് ഖബറിൽ കിട്ടുകയുള്ളൂ എന്ന് വരുമ്പോ ഞാൻ മനസ്സിലാക്കി, അതാക്കാം എന്റെ മഹബൂബ്. എനിക്കിഷ്ടപ്പെട്ട, എന്റെ ഇഷ്ടപ്പെട്ട കാമുകി നല്ല കർമ്മങ്ങളാവട്ടെ, അല്ലാഹുവിന് വേണ്ടി ചെയ്യുന്ന കർമ്മങ്ങളാവട്ടെ എന്ന് ഞാൻ തീരുമാനിച്ചു. അങ്ങനെ ഞാൻ ഖബറിൽ കടന്നാൽ ഇതെന്റെ കൂട്ടത്തിനുണ്ടാകുമല്ലോ. നല്ല മസാലയാണല്ലോ ഗുരുവിന്റെ അഭിനന്ദനം. എത്ര തത്വങ്ങൾ, ഏതെല്ലാം തരത്തിലുള്ള സന്ദേശങ്ങൾ,
ഏതെല്ലാം തരത്തിലുള്ള പാഠങ്ങൾ നിന്റെ ഈ ഒരു പാഠത്തിൽ ഉൾക്കൊള്ളുന്നു, ഈ ഒരു തത്വത്തിൽ ഉൾക്കൊള്ളുന്നു? വളരെ വലിയ തത്വമാണല്ലോ ഹാത്തം പറഞ്ഞത്. പിരിശമൊക്കെ അള്ളാഹ്ക്ക് പിരിശപ്പെട്ടതാക്കുക, അള്ളാഹുവിന് ഇഷ്ടപ്പെട്ട അമലാക്കി തീർക്കുക, അതിനോട് പിരിശം വെക്കുക. ആരംഭ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഏറ്റവും മുന്തിയ അമലാതാണെന്ന് ചോദിക്കുമ്പോൾ അഷ്റഫുൽ ഖൽഖ് തങ്ങൾ കൊടുത്ത മറുപടിയാണ് അൽ ഹുബ്ബു ഫില്ലാഹ് വൽ ബുഗ്ദു ഫില്ലാഹ്. അൽ ഹുബ്ബു ഫില്ലാഹി വൽ ബുഗ്ദു ഫില്ലാഹ്. അള്ളാഹുവിനെ വെച്ചിട്ട് സ്നേഹിക്കുക, അള്ളാഹുവിന്റെ കാര്യത്തിൽ സ്നേഹിക്കുക. വൽ ബുഗ്ദു ഫില്ലാഹ്, അള്ളാഹുവിന്റെ കാര്യത്തിൽ മാത്രം ദേഷ്യവും വരുത്തുക. അപ്പൊ ദേഷ്യം, ഇഷ്ടം, അനിഷ്ടവും ഇഷ്ടവും അള്ളാഹുവിന്റെ കാര്യത്തിൽ മാത്രമായി തീരാൻ കഴിഞ്ഞാൽ അതാണ് ഏറ്റവും വലിയ സൽക്രമമെന്ന് അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ച ആ സൽക്രമമാണ് അള്ളാഹുവിന്റെ കാര്യത്തിലുള്ള സ്നേഹം. അള്ളാഹുവിന് ഇഷ്ടപ്പെട്ട കാര്യം, അള്ളാഹുവിന് ഇഷ്ടപ്പെട്ട ആളുകൾ, അള്ളാഹുവിന് ഇഷ്ടപ്പെട്ട വേദം, അള്ളാഹുവിന് ഇഷ്ടപ്പെട്ട സങ്കേതം, അള്ളാഹുവിന് ഇഷ്ടപ്പെട്ട ഭവനം ഒക്കെ അള്ളാഹുവിന് ഇഷ്ടപ്പെട്ടതേതോ അതാണ് എനിക്ക് തിരിച്ചപ്പെട്ടത് എന്ന് ഞാൻ മനസ്സിലാക്കി. ഇതൊരു വലിയ പാഠമാണ്. ഇതിനെ അധികരിച്ച് മാത്രം അത് പറയാ ദിവസങ്ങൾ. സ്നേഹം, സ്നേഹം പറയുന്നത് പഠിക്കേണ്ട തത്വല്ലേ? സ്നേഹം, ഇഷ്ടം, നമുക്ക് രസകരമായ, ഹിതകരമായ, സന്തോഷം പകരുന്ന ഒന്നിനോട് ഹൃദയത്തിന് തോന്നുന്ന ഒരു വായ്പ, ഒരാകർഷണം. ഇതിന് നമ്മൾ പറയുന്ന പേരാണ് സ്നേഹം. നമ്മുടെ നാടൻ ഭാഷയിൽ ഇഷ്ടം. എനിക്കറിയാം, നല്ല ഇഷ്ടം. ഹൃദയത്തിന്റെ അകത്ത് വല്ലാത്ത പഞ്ചാര തോന്നലും അർത്ഥം എല്ലാവർക്കും അറിയും, നിർവചിച്ചു കൊടുക്കാൻ കഴിയില്ല. നിർവചനം ഇങ്ങനെയൊക്കെ തന്നെ കഴിയുള്ളൂ. അങ്ങനെ എല്ലാവർക്കും തിരിയുന്നതൊക്കെ അങ്ങനെ നിർവചിക്കാൻ കഴിയുള്ളൂ എന്ന് പൊതുതത്വം. എല്ലാവർക്കും നല്ലോണം തിരിയുന്നത് വാക്കുകൊണ്ട് നിർവചിച്ചു കൊടുക്കാൻ കഴിയില്ല. കാരണം വാക്കിനേക്കാൾ ആൾക്ക് വേഗം തിരിയല്ലോ. നിർവചനം കാര്യം തിരിക്കാനല്ലേ? കാര്യം അതിന്റെ മുമ്പ് തന്നെ തിരിഞ്ഞാൽ പിന്നെ വാക്കുകൾക്ക് അവിടെ സ്ഥാനമില്ല. അപ്പൊ അവാച്യമായ നിർവചനങ്ങളാണ് ഈ തരം സംഗതികൾക്കൊക്കെ. എന്നാലും നമുക്ക് പറയുമ്പോൾ തിരിയുന്ന ഒന്നുണ്ടല്ലോ, ഇഷ്ടം. എല്ലാ വസ്തുക്കൾക്കും ഇഷ്ടമുണ്ട്. പഞ്ചേന്ദ്രിയങ്ങളുമായി ബന്ധപ്പെട്ടുണ്ടാകുന്ന ഇഷ്ടമാണ് മിക്കവാറും സാധാരണ മനുഷ്യന്മാരുടെ ഒക്കെ ഇഷ്ടം. നാക്കുകൊണ്ട് രുചിച്ചാൽ നല്ല രുചിയുണ്ടോ? നല്ല രസമുണ്ട്. കുട്ടിക്കാലം മുതൽ മരിക്കണ വരെ നമ്മളെ ഇഷ്ടം തന്നെ. തീറ്റ സാധനത്തിൽ തൊള്ളക്ക് നല്ല രസമുണ്ടോ? നല്ല ഇഷ്ടമുണ്ട്. കുടിച്ചു നോക്കിയിട്ട് ഒരു ചവർപ്പുമില്ല, ഒരു പ്രയാസവുമില്ല, നല്ലോണം കുടിയോടും. വല്ലാത്ത ഇഷ്ടം, നല്ല ഇഷ്ടം. ഇതെനിക്ക് ഒഴിവാക്കാൻ വയ്യ, മരിച്ചോളം തന്നെ ഇഷ്ടം. നല്ല റൂം, സുഖകരമായി കിടന്നുറങ്ങാൻ പറ്റുന്നത്, നല്ലൊരു വാഹനം, സുഖകരമായി സഞ്ചരിക്കാൻ പറ്റുന്നത്. ഇഷ്ടം എന്ന് പറഞ്ഞാൽ അതന്നെ, അനുഭവിക്കാൻ പറ്റുന്ന ഇഷ്ടം. നേരത്തെ നല്ലോണം കാറ്റുള്ളൂ, നല്ല വണ്ടിയാണ്, എന്നാൽ വണ്ടിയിൽ സഞ്ചരിക്കുന്നത് നല്ല ഇഷ്ടം. അലർജി ഒന്നും ഇല്ലാത്തവരാണെന്ന് വെച്ചാല് നല്ല ഇഷ്ടം, സുഖം. അപ്പൊ ശരീരവുമായി ബന്ധപ്പെട്ട നമ്മുടെ ഇന്ദ്രിയശേഷികൾക്ക് ഇഷ്ടപ്പെട്ടതുമായി ബന്ധപ്പെട്ടും അതിന് യോജിച്ചതുമാണ് ഇഷ്ടത്തിന്റെ നിദാനമെങ്കിൽ നമ്മളിപ്പോഴും കാലികളാണ്. കാലികൾക്കും ഇഷ്ടമാണല്ലോ ആ ഇഷ്ടം. കാലുകൾ തിന്നുന്ന വസ്തുക്കളിൽ കാലിക്ക് രുചികരമായ ഭക്ഷ്യവസ്തുവിനോട് കാലിക്ക് ഇഷ്ടമുണ്ട്. കാലിക്ക് രുചികരമായ കഞ്ഞിന്റെ വെള്ളത്തോട് കാലിക്ക് നല്ല ഇഷ്ടമുണ്ട്. സാധാരണ മൃഗങ്ങൾ, പട്ടിയും നായയും അടക്കമുള്ള മൃഗങ്ങൾക്ക് അവക്കിഷ്ടമുള്ള ഭക്ഷ്യവസ്തുക്കളും പാനീയങ്ങളും ഇഷ്ടമല്ലേ? അവൻ ഇച്ഛേന ഉറങ്ങുന്ന സങ്കേതങ്ങൾ ഇഷ്ടമല്ലേ? ഒരു മരത്തിന്റെ ചുവട്ടിൽ കടന്നിട്ടാണ് ഒരു പട്ടി വളരുന്നതെങ്കിൽ അവിടെ തന്നെ വേണം ആ പട്ടി. നമ്മളെ വീട്ടിൽ വളരുന്ന പൂച്ചനെ നമ്മൾ കെട്ടിട്ടൊക്കെ പൂച്ചനെ കൊണ്ടുപോയല്ലേ? ചാക്കിലൊക്കെ കെട്ടിയിട്ട് കണ്ണ് കാണാതെ. എന്തിനത്? ശീലിച്ച സ്ഥലത്ത് തന്നെ പൂച്ചക്ക് കിടക്കുള്ളൂ. ശീലിച്ചയിടത്ത് തന്നെ പൂച്ചക്ക് ഉറക്കം വരുള്ളൂ. ശീലിച്ചയിടത്ത് തന്നെ പൂച്ചക്ക് നിൽക്കാൻ കഴിയുള്ളൂ. ഇഷ്ടമാണത്. ഇത് പഞ്ചേന്ദ്രിയങ്ങളുമായി ബന്ധപ്പെട്ട അനുഭവത്തിന്റെ അടിസ്ഥാനത്തിൽ വരുന്ന ഇഷ്ടമാണ്. ഈ അർത്ഥത്തിലല്ല, ഈ പിരിശത്തിലല്ല, ഈ ഹുബ്ബിലല്ല മനുഷ്യൻ മികച്ചു നിൽക്കുക. മനുഷ്യൻ ചിന്തിക്കണം. ചിന്തിക്കുന്ന ജീവിയാണ് മനുഷ്യൻ. അറിവുള്ളവനാണ് മനുഷ്യൻ. അറിവുള്ള ജീവിയായ മനുഷ്യൻ കാലുകളെ പോലെ അനുഭവത്തിന്റെ വെളിച്ചത്തിലോ പഞ്ചേന്ദ്രിയങ്ങൾക്ക് ഗോചരമായതോ മാത്രം ഇഷ്ടം വെക്കുന്നതിൽ അർത്ഥമില്ല. എങ്കിൽ അത് ബഹീമിയ സ്വഭാവമാണ്, കാലി സ്വഭാവം. കാലി സ്വഭാവത്തിൽ നിന്ന് മാനവികതയിലേക്ക് നമ്മൾ ഉയരണ്ടേ? മാനവികതയിലേക്ക് ഉയരണമെങ്കിൽ മനുഷ്യൻ എന്ന അർത്ഥത്തിൽ നിന്നിട്ട് നമ്മൾ ചിന്തിക്കണം. മനുഷ്യൻ എന്ന അർത്ഥത്തിൽ ചിന്തിച്ചിട്ട് സ്നേഹമുണ്ടാവുകയാണെങ്കിൽ എങ്ങനെ സ്നേഹിക്കാം? എന്നെ പെരുത്ത് കാരണങ്ങൾ കിട്ടും സ്നേഹത്തിന് വേണ്ടിയിട്ട്. അതെല്ലാം കൂടി നമുക്കൊരു 3-4 കാര്യത്തിൽ ഒതുക്കാം. ഇഷ്ടം വരും. ഇഷ്ടം കൂടി വന്നാൽ എവിടേക്കൊക്കെ എത്തുന്നറിയോ? വല്ലാത്താണ് ഈ ഇഷ്ടം പറയുന്നത്. അതാ ഞാൻ ദിവസങ്ങളോളം വളരെ ഇരുന്നത്. ഇഷ്ക് കുഷ്ക് എന്ന് അതങ്ങനെ പോയാൽ വല്ലാത്താണിത്. മലയാളത്തിലും പറയുന്നത് അനുരാഗം എന്നൊക്കെ പറയല്ലേ നമ്മള്. ഇഷ്ടം കുറച്ച് മൂത്താല് അനുരാഗം കുറച്ചും കൂടി മൂത്താൽ കുറച്ചും കൂടി അപ്പുറത്ത്. അതിനൊക്കെ നമുക്ക് പേരുണ്ട്. നമ്മളെ ഭാഷയിലും അതിനൊക്കെ പേരുണ്ട്, അറബിലും അതിനൊക്കെ പേരുണ്ട്. ഇത് തുടക്കം മുതൽ അവസാനം വരെയുള്ള സ്റ്റെപ്പുകളൊക്കെ നോക്കിക്കോളി. അറിവുള്ള മനുഷ്യന് അറിവിന്റെ അടിസ്ഥാനത്തിൽ ചിന്തിച്ചാൽ സ്നേഹത്തിനും ഇഷ്ടത്തിനും നിദാനമാകുന്നത് ഒന്ന് സ്വാർത്ഥത തന്നെ. അവനോടുള്ള സ്നേഹം, തന്നോടുള്ള സ്നേഹം, അതാണ് ഏറ്റവും വലിയ സ്നേഹം. സംശയമില്ല, അത് എന്റേതാണ് എന്നോടുള്ള സ്നേഹം. ഇതിന്റെ അപ്പുറം വേറെ സ്നേഹം നമുക്ക്
ആർക്കും കണക്കിലെടുക്കാൻ കഴിയില്ല, പ്രകൃതിപരമായി സാധ്യമല്ല. വളർത്തിയെടുക്കാൻ പറ്റുന്നവർക്കും ചിന്തിച്ചാൽ പറ്റുന്ന ഹാത്തമനെ പോലത്തെ, ഷക്കീഖിനെ പോലത്തെ, ഇവിടത്തെ ഗുരുവിനെ പോലുള്ള, ശിഷ്യനെ പോലുള്ള വലിയ മഹാന്മാർക്ക് ചിലപ്പോൾ ഇഷ്ടം മാറ്റിയെടുക്കാം. സാധാരണക്കാരായ പ്രകൃതിപരമായ അവരുടെ പ്രകൃതി സ്വഭാവങ്ങളുടെ വിധാനത്തിൽ നിൽക്കുന്ന ആളുകൾക്ക് ഇഷ്ടം നോക്കുമ്പോൾ ഏറ്റവും മുന്തിയ ഇഷ്ടം അവനവൻ. ഇതല്ലേ വർഷങ്ങളോളം അല്ലാഹുവിന്റെ റസൂലിന്റെ ഹബീബായി ഇഷ്ടക്കാരനായി ജീവിച്ച രണ്ടാം ഖലീഫ ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹു തങ്ങൾ അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് പറഞ്ഞത്, അല്ലാഹുവിന്റെ റസൂലേ, ഇന്നക ലഅഹബ്ബുൽ ഖൽഖി ഇലയ്യ, പടപ്പുകളിൽ വെച്ച് ഏറ്റവും എനിക്ക് ഇഷ്ടപ്പെട്ടവരാണ് അങ്ങുന്ന്. അവിടെ പോടാൻ എനിക്ക് ഏറ്റവും വലിയ ഇഷ്ടം ഉമറുൽ ഫാറൂഖ് അല്ലേ. മനസ്സാക്ഷിയെ വഞ്ചിക്കാൻ അദ്ദേഹത്തിന് കഴിയൂല. അതുകൊണ്ട് ഉമറുൽ ഫാറൂഖ് പറഞ്ഞു, ഇല്ലാ മിൻ നഫ്സി, എന്റെ ശരീരം മാറ്റി നിർത്തിയാൽ എല്ലാത്തിനേക്കാളും ഇഷ്ടം അങ്ങയോട്. അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, ശരിയല്ല, ഈമാനായില്ല, മൂമിനായില്ല ഉമർ. നിങ്ങൾ ഉമർ മൂമിനായില്ല. അല്ലാണ്ട് റസൂലിന്റെ കൽപ്പനയല്ലേ, റസൂലിന്റെ പറച്ചിലല്ലേ. തങ്ങൾ പറയാ ഈമാനില്ല എന്ന് ഉമറിനോട്. ഇന്ന് മദീനത്തുന്ന സംഭവം, ഹിജറയുടെ മുൻപ് നബുവത്തിന്റെ 6ാം കൊല്ലം മുസ്ലിമായി നബിയുടെ കൂടെ സഹവസിക്കുന്ന ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹുവിന്റെ ഈമാന അഷ്റഫുൽ ഖൽഖ് തങ്ങൾ പറയുന്നത് ഈമാനല്ല, ശരിയായില്ല. കുറച്ചുകൂടി ചിന്തിച്ചു. നിങ്ങളുടെ സ്വന്തത്തെക്കാൾ നിങ്ങൾക്ക് എന്നെ സ്നേഹിക്കാൻ കഴിയുമോ എന്ന് നോക്ക്. സ്വന്തം ശരീരത്തെക്കാൾ, സ്വന്തം ഇഷ്ടത്തെക്കാൾ, സ്വന്തം പുരുഷത്തെക്കാൾ, സ്വന്തം മേനിയേക്കാൾ എന്നെ ഇഷ്ടപ്പെടാൻ കഴിയുമെങ്കിലേ മോമിനാകൂ. ഇത് വിശുദ്ധ ഖുർആൻ പറഞ്ഞതാണ്. അന്നബിയ്യു ഔലാദുൽ മുഅ്മിനീന മിൻ അൻഫുസിഹിം വഅസ്വാജുഹു ഉമ്മഹാതുഹും. അന്നബിയ്യു, നബി തങ്ങൾ, ഔലാദുൽ മുഅ്മിനീന, സത്യവിശ്വാസികളോട് ഏറ്റവും കടപ്പെട്ടവരാണ്, ഏറ്റവും ബന്ധപ്പെട്ടവരാണ്. മിൻ അൻഫുസിഹിം, അവരെക്കാൾ ബന്ധപ്പെട്ടവരാണ്, അവരുടെ തടിയേക്കാൾ ബന്ധപ്പെട്ടവരാണ് നബി. സ്വന്തം തടിയേക്കാൾ നബിയോട് വേണം സ്നേഹം. വിശുദ്ധ ഖുർആന്റെ പ്രഖ്യാപനം, പ്രസ്താവന, വളച്ചുകെട്ടില്ലാത്ത, വ്യാഖ്യാനത്തിനർഹമല്ലാത്ത വ്യക്തമായ പ്രസ്താവന. അല്ലാഹുവിന്റെ റസൂലും പറഞ്ഞു, ഇതാ അങ്ങനെ എന്നെ സ്നേഹിക്കാൻ കഴിയുമെങ്കിലേ ഈമാനാകുള്ളൂ. ഉമർ എന്നവർ ഒന്ന് കണ്ണിന് കുറച്ചേരം അങ്ങനെ നിന്നു, മനസ്സിനോട് ചോദിച്ച്, മനസ്സാ ശരിക്ക് ചിന്തിച്ച്, നിമിഷങ്ങൾക്കുള്ളിൽ ആ ചിന്ത ഉയർന്ന് മനസ്സാക്ഷി കുത്തേൽക്കാതെ തന്നെ നല്ല ഉറച്ച മനസ്സാക്ഷിയോടുകൂടെ ഉമർ പ്രഖ്യാപിച്ചു, ഇന്നക ലഅൻത അഹബ്ബു ഇലയ്യ ഹത്താ മിൻ നഫ്സി, എന്റെ സ്വന്തത്തെക്കാൾ നബിയേ അങ്ങോട് എനിക്കിപ്പോൾ സ്നേഹമായിരിക്കുന്നു. ശരിക്കും സ്നേഹം അങ്ങയോടായിരിക്കുന്നു. എന്നോടുള്ള സ്നേഹമല്ല ഇപ്പൊ വലുത്, അങ്ങയോട് തന്നെയാണ് എനിക്ക് സ്നേഹം എന്ന് മനസ്സാക്ഷിയുടെ സുത്തേൽക്കാതെ പറയാൻ ഉമറന്നവർക്ക് കഴിയണമെങ്കിൽ ആ നേരം മനസ്സിന്റെ അകത്ത് സ്വന്തത്തോടുള്ള സ്നേഹം ഉമറന്നവർ മാറ്റി നിർത്തണം. അല്ലാഹുവിന്റെ റസൂലിനോട് മാത്രം അതിനേക്കാൾ ഹുബ്ബിനെയും സ്നേഹത്തെയും ഉമറന്നവർ പ്രതിഷ്ഠിക്കണം. മഹാനായ ഉമറന്നവർ പ്രതിഷ്ഠിച്ചിട്ടാ പറഞ്ഞത്, എന്നെക്കാൾ ഇപ്പൊ ഹുബ്ബ് അങ്ങയോട് തന്നെയായി. തങ്ങൾ പറഞ്ഞു, അൽ ആൻ, ശരി, നിങ്ങൾ മൂമിനായി. പിന്നെ ആ ഈമാനില്ല ഉമറന്നവർ തുടരുന്നത്. സ്വഹാബാക്കൾ എങ്ങനെയും മിക്കവാറും ഇങ്ങനെ വളർന്നു. അല്ലാഹുവിന്റെ റസൂലിനോട് ഹുബ്ബ്, നമുക്കും വേണ്ടാണല്ലോ ഹുബ്ബ്. അപ്പൊ ചിന്ത കൊണ്ട് മനുഷ്യന്റെ ഹുബ്ബിനെ വളർത്തിയെടുക്കാൻ കഴിയുമെന്നർത്ഥം. പാഠം കൊണ്ട് വളർത്തിയെടുക്കാൻ കഴിയും. അതാണ് മനുഷ്യൻ ഹുബ്ബും സ്നേഹവും ഒക്കെ വെക്കുമ്പോൾ മാനദണ്ഡമാക്കേണ്ടതും. കേവലം അനുഭവം, നല്ല സുഖമുണ്ട് ഇവിടെ തൊട്ട് വെക്കുമ്പോ, നല്ല തണുപ്പുള്ള കയ്യേറ്റ് ഇങ്ങനെ വീഞ്ഞാൽ നല്ല സുഖമുള്ളൂ. വേറൊരാൾ ചുറ്റെത്തന്നെ കയ്യേറ്റ് വന്നിട്ട് നമ്മളെ അല്ല കയ്യത് വല്ലാതെ പൊള്ളണേ, ഇത് ഓന്റെ കയ്യെന്ന് പറയില്ല നമ്മള്. ഇത് കാലികളുടെ സ്വഭാവമാണ്. നല്ല സുഖം തോന്നിയപ്പോ ഇഷ്ടം, സുഖത്തിന്റെ അപ്പുറം പ്രയാസം തോന്നിയപ്പോ, അരോചകത്വം തോന്നിയപ്പോ വെറുപ്പ്. ഇത് കാലി സ്വഭാവം. നമ്മളും കാലികൾ തന്നെയാണ്. കാലികളായിട്ട് പിന്നെ മനുഷ്യനാക്കലാണ്. അപ്പൊ ബഹീമിയ പ്രകൃതിയിലുള്ള ഈ സ്വഭാവത്തിൽ നിന്ന് ചിന്താപരമായ സ്നേഹം വേണം. എങ്ങനെയാ ചിന്തിച്ചാൽ സ്നേഹം? ഏറ്റവും പ്രധാനമായിട്ടുള്ളത് സ്വന്തത്തോടുള്ള സ്നേഹം. സ്വന്തത്തോടുള്ള സ്നേഹം എന്ന നിലയ്ക്ക് ചിന്തിച്ചാലും ഹാത്തമുൽ അസ്വം റളിയല്ലാഹു അൻഹു തങ്ങൾ പറഞ്ഞ പ്രകാരം അവനവനോടുള്ള സ്നേഹത്തിന്റെ നിദാനം എന്താണ്? ഞാൻ ജീവിക്കണം, എനിക്ക് ജീവിതം വേണം, ഞാൻ മരിക്കരുത്, എനിക്ക് കുറവ് വരരുത്, എനിക്ക് പ്രയാസം വരരുത് എന്നോടത്തല്ലേ നമ്മളെ സ്നേഹം എന്ന് പറയുന്നത്. അവിടെ നമ്മളെ സ്നേഹം നല്ലൊരു മുതലാളിയാണ്. അള്ളാഹു എന്തോ ഒരു പരീക്ഷണം നൽകി, മാറാത്ത ഒരു രോഗം എന്ന് വിധിയെഴുതി. അള്ളാഹു നമ്മയൊക്കെ അത്തരം രോഗങ്ങളിൽ നിന്ന് കാത്തുരക്ഷിക്കുമാറാവട്ടെ. വർദ്ധിച്ചു വരികയാണ് ഈ കേട്ടാ പേടി തോന്നുന്ന രോഗങ്ങൾ. നമ്മുടെ കൂട്ടത്തിൽ നിന്ന് ആ വിധം പരീക്ഷിക്കപ്പെട്ടവർക്കെല്ലാം അള്ളാഹു താല മോചനം നൽകുമാറാവട്ടെ. ക്യാൻസർ പിടിച്ചു എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വളരെ അയാളുടെ വേദനയൊക്കെ സഹിക്കലൊക്കെ കഴിഞ്ഞിട്ട് അങ്ങെത്തി, നല്ല സ്വത്തുണ്ട്. അവസാനം അയാൾ ഡോക്ടറോട് ചോദിക്കുന്ന എന്തായിരിക്കും, വേറെ എവിടെയെങ്കിലും പോയാൽ നല്ല രക്ഷ കിട്ടുമോ ചോദിക്കും. ഇത് ചോദിച്ചവരെല്ലാവരും എവിടെയെങ്കിലൊന്നും പോയാൽ വല്ല രക്ഷം കിട്ടുമോ? കഴിവുള്ളവൻ ചോദിക്കും, കഴിയാത്തവൻ ചോദിക്കാത്ത കൂട്ടണ്ട.
എവിടെയും കൊണ്ടുപോകാൻ കഴിവുള്ള, അമേരിക്കയിലും ന്യൂയോർക്കിലും പോകാൻ കഴിവുള്ള, വിദേശ രാജ്യങ്ങളിൽ പോയി ചികിത്സിക്കാൻ കഴിവുള്ള പണമുള്ളവൻ ചോദിക്കൂലേ, എന്നെ എവിടെയെങ്കിലും പോയാൽ രക്ഷണ്ടോ ചോദിക്കും. എന്താണ് ഇതിനർത്ഥം? തനിക്ക് ഏറ്റവും വിലപ്പെട്ടതെന്തും ത്യജിക്കാൻ തയ്യാറാണ്. അതിനുവേണ്ടി മറ്റുള്ളവർ കഷ്ടപ്പെടുന്നതെല്ലാം ഞാൻ പൊറുക്കാൻ തയ്യാറാണ്. എന്റെ മക്കള് കഷ്ടപ്പെട്ടാലും ഭാര്യ കഷ്ടപ്പെട്ടാലും സ്വത്തവർക്ക് എത്ര നഷ്ടപ്പെട്ടാലും എനിക്ക് പ്രശ്നമല്ല, ഞാൻ ജീവിക്കണം, എന്റെ ആയുസ് കിട്ടുമോ നോക്കണം, അല്ലേ? അപ്പൊ ഞാൻ നിൽക്കുമോ നോക്കണം, ഞാൻ നിലനിൽക്കണം, ഞാൻ കുറച്ചുകൂടി നിൽക്കണം. ചിന്തിക്കുന്ന ഒരാൾ എങ്ങനെ ചിന്തിച്ചാലും കുറച്ച് പ്രായത്തിൽ പിന്നെ പോകും ഉറപ്പാ. പക്ഷേ എന്നാലും പ്രായം എത്ര എത്തിയാലും പോകാൻ ഉറച്ചവരല്ല നമ്മൾ ആരും. അങ്ങനെ ആരും ആവും ചെയ്യരുത്. ഇൻഷാ അല്ലാഹ് അത് വേറെ നമ്മൾ പഠിക്കണം. പോകാൻ ഉറച്ചിട്ടുണ്ടെങ്കിൽ എന്നിട്ട് പിന്നെ ചികിത്സിക്കാതെ നിൽക്കാനും പാടില്ലല്ലോ. ഞാൻ മറ്റന്നാൾ ഇൻഷാ അല്ലാഹ് ആരോഗ്യ സംരക്ഷണം എന്നാണ് വിഷയം പറയാൻ ഉദ്ദേശിക്കുന്നത്. നമുക്ക് ആരോഗ്യം സംരക്ഷിക്കുന്നത് വേണം, ചികിത്സിക്കണം, അത് വേറൊന്നാണ്. അങ്ങനെ നോക്കാൻ നമ്മൾ നോക്കുന്നതിന്റെ കാരണം ഞാൻ നിലനിൽക്കണം, ഞാൻ ശരിക്കും നിലനിൽക്കണം, എന്റെ ജീവിതം നിലനിൽക്കണം. ഇതാണല്ലോ മോഹം. ഞാൻ നിലനിൽക്കണമെന്ന മോഹത്തിന്റെ അർത്ഥം, എന്റെ വുജൂദ്, എന്റെ ഉമ്മ നിലനിൽക്കണമെന്ന മോഹത്തിന്റെ അർത്ഥം എനിക്ക് എവിടെ നിന്നോ ആ വുജൂദ് നിലനിർത്തി കിട്ടണമെന്നല്ലേ? വിശ്വാസി അങ്ങനെയല്ലാതെ ചിന്തിക്കുമോ? അല്ലാഹുവിൽ വിശ്വസിക്കുന്ന ഒരു വിശ്വാസി പടച്ചോൻ എന്നെ നിലനിർത്തണമെന്നല്ലാതെ ചിന്തിക്കൂല. അമേരിക്കയിൽ പോയാൽ രക്ഷയുണ്ടോ ഡോക്ടറെ? എവിടെയെങ്കിലും ഒന്ന് മാറ്റി ചികിത്സിച്ചാൽ രക്ഷയുണ്ടോ ഡോക്ടറെ? കുറച്ചപ്പുറം വല്ല ചികിത്സയും ഇതിന്റെ അപ്പുറമുണ്ട് ഡോക്ടറെ എന്ന് അവസാനം ചോദിക്കുന്ന ആളുടെ അടുത്ത് അയാൾ വിശ്വാസിയാണെങ്കിൽ ഉള്ളത് അള്ളാന്റെ എത്തുന്ന എന്റെ ജീവിതം നിലനിർത്താൻ വല്ല മാർഗം ഉണ്ടാണ്. അല്ലെങ്കിൽ അയാൾ അപ്പം തന്നെ കാഫിറാവുമല്ലോ. അപ്പൊ മുഅ്മിനായ ഒരു മനുഷ്യൻ ചിന്തിക്കുന്നത് പടച്ചോൻ എന്റെ ജീവിതം നിലനിർത്തി കിട്ടുമോന്നാ. കണ്ടോ, ഇവിടെ ജീവിതം നിലനിർത്തി തരേണ്ടത് പടച്ചോനാണ്. എന്റെ ജീവിതം നിലനിൽക്കണം, ഞാൻ നിലനിൽക്കണം, ഞാനിനെയും ബാക്കിയാകണം എന്നാണ് തന്നെക്കുറിച്ചുള്ള സ്നേഹത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട പോയിന്റെങ്കിൽ ഈ നിലനിൽപ്പ് എവിടെ നിന്ന് കിട്ടണം? ആരിൽ നിന്ന് ലഭ്യമാകണം? ഇതാരിൽ നിന്ന് കിട്ടണം? അത് തരുന്നതിനോടാണ് ശരിക്ക് ആ സ്നേഹത്തിന്റെ കടപ്പാട് നിലനിൽക്കുന്നത്. സ്നേഹത്തിന്റെ പോയിന്റും കാരണവും അവിടെയാണ് നിലകൊള്ളുന്നത്. നട്ടുച്ച നേരം ഭയങ്കര ചൂട്, സഹിക്കാൻ പറ്റാത്ത ചൂട്, പാടത്താ പണി, കൊത്തിക്കളക്കുന്ന ഒരു പണിക്കാരൻ. മരുഭൂമി എന്നൊന്നും ഇവിടെ പറഞ്ഞത് കാര്യമല്ലോ, പാടം പറയാൻ പറ്റും. പാടത്തെ പണി അതെന്നെ പറഞ്ഞ അപ്പത്തെ തലമുറനോട് പറഞ്ഞാൽ പറ്റുമോ? പാടവും പറമ്പും തോട്ടും ഒക്കെ ഒരു മുളകിന്റെ തൈ വരെ വെക്കുന്നത് നമ്മളെ തലമുറ കറഞ്ഞു വിടുവോ? എന്നാലും ആട്ടെ, കാണുമല്ലേ നമ്മൾ പാടം. ആ പാലക്കാട് ജില്ലയിൽ കൂടെ ഒക്കെ പോയൊക്കെ കാണും ഇപ്പോഴും പാടം. അങ്ങനത്തെ ഒരു പണ്ട് കുറച്ച് ആൾക്കാർ കൃഷി ചെയ്തില്ലെങ്കിൽ തിന്നാൻ കിട്ടൂല നമുക്ക്. ഇനി കേരളത്തിൽ എല്ലാവരും മാറ്റിയാലും വല്ല ആന്ധ്രക്കാരോ വേറെ വല്ല നാട്ടുകാരോ കൃഷി ചെയ്തില്ലെങ്കിൽ തിന്നാൻ കിട്ടൂല. എല്ലാവരും നമ്മളെ പോലെ ആയാലും നമ്മളൊക്കെ വായു മുണങ്ങേണ്ടി വരും. കേരളക്കാരുമായി തന്നെ എല്ലാ രാഷ്ട്രക്കാരും ആയാലേ അധ്വാനിക്കൂല, തിന്നൂല, കൃഷി ചെയ്യൂല, ആക്കൂല, എടുക്കൂല, എല്ലാം ബിൽഡിംഗ് തന്നെ പറഞ്ഞാൽ ഇത് തിന്നാൻ കിട്ടുമോ? അപ്പൊ ഉൽപാദനത്തിന് നമ്മൾ ഉപയോഗപ്പെടുത്തുന്ന പാടം ഏതായാലും നമ്മളെ മനസ്സിന്ന് പോകാൻ പാടില്ല. ആ പാടത്ത് നട്ടുച്ച വെയിലത്ത് പണിയെടുക്കുന്ന ആള് വളരെ പരിക്ഷീണനായി ജ്വലിച്ചു നിൽക്കുന്ന ചൂടിന്റെ ഉള്ളിലെ പാടത്തിന്റെ കരക്ക നല്ല ഒരു തണലാണ്. ആ തണലിൽ അയാൾ പോയി ഇരുന്ന് നോക്കുമ്പോൾ വല്ലാത്ത ഇഷ്ടയാണ് ആ തണലിനോട്. ഹുബാണ് അതിന്റെ പേര് ഹുബ്. നട്ടുച്ച വെയിലിൽ വല്ലാതെ പൊരിയുമ്പോ ഒരു തണല് കിട്ടിയാൽ ആ തണലിനോട് തോന്നുന്ന ഇഷ്ടം, ഇത് ഹുബാണ്. ഒരു ബിൽഡിങ്ങിന്റെ തണല് കിട്ടിയാൽ, ഒരു മരത്തിന്റെ തണല് കിട്ടിയാൽ ഒരു ഇഷ്ടം. ഈ ഇഷ്ടം വാസ്തവത്തിൽ പെട്ടെന്ന് ചിന്തിച്ചാൽ തോന്നുന്നത് തണല്, നല്ല തണല് ഇവിടെ, എന്തോ ഒരു തണല്, എന്തോ ഒരു കാറ്റ്, നമുക്ക് റാഹത്തായി അവിടെ എത്തി. നമ്മൾ അതിന്റെ അപ്പുറത്തേക്ക് നമ്മൾ ചിന്തിച്ചില്ല. ഈ പൊണ്ണൻ മനുഷ്യൻ ഈ തണലിന്റെ അപ്പുറം ചിന്തിച്ചാൽ ഈ തണല് പകരുന്നതും നൽകുന്നതും ഏതാണ്? മരം. അപ്പൊ തണലിനോടല്ല വാസ്തവത്തിൽ അവിടെ ഇഷ്ടം വേണ്ടത്, തണല് തരുന്ന മരത്തോടാണ്. നമ്മൾ അവിടേക്കും കൂടി എത്തണില്ല. നട്ടുച്ച വെയിലിൽ നിന്ന് ഒരൽപ്പം ആശ്വാസം കിട്ടാൻ വേണ്ടി തണല് ലഭ്യമാകുന്ന ഒരു മനുഷ്യന് തനിക്കിഷ്ടപ്പെട്ട ഒരു തണല് ലഭിക്കുമ്പോ ആ തണലിനോട് തോന്നുന്ന ഇഷ്ടത്തിന്റെ യഥാർത്ഥ അവകാശി ആരാണ്? ആ തണൽ പ്രദാനം ചെയ്യുന്ന മരമാണ്. ഇതെല്ലാ വിശ്വാസിക്കും അവിശ്വാസിക്കും പഠിക്കാം. തണൽ പ്രദാനം ചെയ്യുന്ന മരത്തിന്റെ പ്രാധാന്യം ആ മരത്തിന്റെ തണലിനില്ല. പക്ഷേ നമ്മൾ സ്നേഹിക്കുന്നതും ഇഷ്ടപ്പെടുന്നതും തണലിനെ. കൂളറിനല്ല നമുക്കിഷ്ടം, ഏസിന്റെ അനുഭവത്തെ നമുക്കിഷ്ടം, മെഷീനല്ല, അല്ലെ? കാറിലോ വീട്ടിലോ നമുക്ക് സന്തോഷം തരുന്ന, തണുപ്പ് തരുന്ന ഏറ്റവും സുന്ദരമായ മെഷീനുണ്ട്. ആ മെഷീനിൽ നിന്ന് നമുക്ക് കിട്ടുന്ന തണുപ്പ നമുക്ക് സുഖം. എന്തൊരു തണുപ്പ്, എന്തൊരു കുളിർമ! ആരാ തണുപ്പ് തെന്ന്? ആ മെഷീൻ. അവിടേക്ക് പോലും നമ്മൾ എത്തുന്നില്ല. ഈ മെഷീനിൽ നിന്ന് എവിടെ നിന്ന് വന്നു? അതിന്റെ അപ്പുറം വന്നത് എവിടുന്ന്? അതിന്റെ അപ്പുറം വന്നത് എവിടുന്ന്? വൈദ്യുതി മുതൽക്ക് എല്ലാം കിട്ടുന്നത് എവിടെ നിന്ന് ആലോചിച്ചാൽ എല്ലാത്തിലും ഒരുക്കി വെക്കുന്ന ശക്തിയുടെയും ഊർജത്തിന്റെയും സത്താവായ രാജാതിരാജനായ റബ്ബുൽ ഇസ്സത്തിലേക്ക് വിശ്വാസിയുടെ മനസ്സ് കടന്നു പോകണ്ടേ? അപ്പൊ ഞാൻ നിൽക്കണം,
ഞാൻ നിന്നാലേ എന്റെ കച്ചവടം മുന്നോട്ട് പോകൂ, ഞാൻ ജീവിച്ചാലേ എന്റെ മക്കൾ വിഷമിക്കാതിരിക്കൂ, ഞാൻ ഉണ്ടെങ്കിലേ താങ്കൾക്ക് നക്കാൻ കിട്ടൂ എന്നൊക്കെ മക്കളോട് പറയുന്ന വാപ്പ, ഞാൻ ഉണ്ടെങ്കിൽ ഞാൻ നിൽക്കണം, ഞാൻ നിലനിൽക്കണം എന്ന് ചിന്തിക്കുന്ന മനുഷ്യന് ഞാൻ നിലനിൽക്കണമെങ്കിൽ ആര് നിലനിൽക്കണം? ആരുണ്ടാവണം? രാജാതിരാജനായ റബ്ബുൽ ഇസ്സത്ത് വേണ്ടേ? തണലിനോട് ഇഷ്ടമുള്ളവന് ആ തണൽ പ്രദാനം ചെയ്യുന്ന മരത്തിനോടാണ് ഇഷ്ടമെന്ന്, ഇഷ്ടത്തിന്റെ യഥാർത്ഥത്തിൽ ഇഷ്ടം വേണ്ടതെന്ന് പറഞ്ഞാൽ മനസ്സിലാകുമെങ്കിൽ ഇവന്റെ വുജൂദും ഇവന്റെ ജീവനും ഇവന്റെ റൂഹും നിലനിൽക്കണമെന്ന് കൊതിക്കുന്ന ആൾ, ആ റൂഹ് പ്രദാനം ചെയ്ത, ജീവൻ പ്രദാനം ചെയ്ത, അവന്റെ തടി സൃഷ്ടിച്ച, അവന് വായു നൽകുന്ന, അവന് വെള്ളം നൽകുന്ന, അവൻ സംവിധാനം ഒരുക്കുന്ന, ഒരു സെക്കൻഡ് ശ്വസിക്കുന്ന ഉച്ഛ്വസിക്കുന്ന വായുവിന് എത്ര വില കൂട്ടണം? വില കൊടുക്കുകയാണെങ്കിൽ ഇതെല്ലാം ഒരുക്കുന്ന രാജാതിരാജനോടല്ലേ ഇഷ്ടം വേണ്ടത്? അതെ, സ്വന്തത്തോട്, തന്നോട്, തന്റെ നിലനിൽപ്പിനോട് സ്നേഹമുള്ള മനുഷ്യൻ ആലോചിച്ചാൽ ഏറ്റവും പ്രധാനമായിട്ട് ആ ഇഷ്ടം പോകേണ്ടത് എങ്ങോട്ടാണ്? ആ ഇഷ്ടത്തിന് നിദാനമാകുന്ന ശരിയായ വുജൂദും ഉണ്മയും ഹയാത്തും നമുക്ക് നൽകിയ രാജതമ്പുരാനായ അല്ലാഹു. അല്ലാഹനെ സ്നേഹിക്കണം. നേരിനെ സ്നേഹിക്കുന്നതിന് പകരം മരമാണ് കാരണമെങ്കിൽ നമ്മുടെ വുജൂദും ഹയാത്തും നമ്മൾ നിലനിൽക്കണം, നമ്മളെ ജീവൻ എന്നതാണ് പ്രധാനമെങ്കിൽ ആ ജീവൻ തന്ന പടച്ചവനാണ് പ്രധാനം. അവനെയാണ് സ്നേഹിക്കേണ്ടത്. രണ്ടാമത് നമുക്ക് ഹുബ്ബ് വരാനൊരു മാനുണ്ട്. ചുരുക്കി പോണം. ഇഹ്സാൻ, ഒരാൾക്ക് കൊടുക്കുന്ന, കിട്ടുന്ന നല്ല ഔദാര്യങ്ങൾ. അയാൾ ഇന്നെ സഹായിക്കും. കടം ചോദിച്ചാൽ തരുവേ, അത് മതി. നമുക്ക് സഹായം വേറൊന്നും വേണ്ട. കടം പകരം അങ്ങനെ തന്നെ കൊടുക്കേണ്ട കടം, അത് മതി. അല്ലെങ്കിൽ വെറുതെ ചേട്ടൻ പറയുന്നുണ്ട്, വെറുതെ കിട്ടും, കടം കിട്ടും. ഏതെങ്കിലും നിലയ്ക്ക് കുറച്ച് സഹായിക്കുന്ന ഒരാളാണെങ്കിൽ അയാളോട് നമുക്ക് ഇഷ്ടമുണ്ടാവും. ഇതും ഇഷ്ടമില്ലാത്ത സ്വഭാവമാണ് വെച്ചാൽ ഇത് മോശപ്പെട്ട ജീവി ഞങ്ങളുടെ ഭൂമിക്ക് വേറെ എന്താണെന്ന് മനസ്സിലാക്കിയിട്ട് ഇങ്ങനത്തെ ചെയ്യുന്നവനോട് ഇഷ്ടമല്ലെങ്കിൽ അത് ഇൻസാൻ അബ്ദുൽ ഇഹ്സാൻ. ഇതൊരു പൊതു തത്വമാണ്. ഔദാര്യവും ഗുണവും എവിടെ നിന്ന് കിട്ടുന്നോ അവിടെ അടിമയാകാൻ തയ്യാറാണ് മനുഷ്യൻ. ശരിയാ, എവിടുന്നാ കിട്ടുന്നതെന്ന് വെച്ചാൽ അവിടെ അടിമയാകും മനുഷ്യൻ. ഇവനും ആകണില്ല എന്ന് വെച്ചാൽ ഓ മനുഷ്യനല്ല, മറ്റേതോ ഒരു ജീവിയാണ് എന്നാ പറയേണ്ടത്. കാട്ടിലൊക്കെ ഉണ്ടല്ലോ വലിയ ജീവി, നല്ലോണം തിന്നാൻ കൊടുത്താലും പിടിച്ച് കടിക്കണ വല്ല ജീവി, അത്തരം വലിയ ജീവിയായിരിക്കും ഇഹ്സാൻ ചെയ്യുന്നവരോടുമില്ല. അപ്പൊ ഞമ്മക്ക് വല്ലതും തിന്നാനോ ഉണക്കാനോ തരുന്നവർ നമ്മളെ ഭാഷ പറഞ്ഞാലല്ലേ തിരിയുള്ളൂ. ലേലം വിളിക്കുന്ന സാധനത്തിലും തിന്നുന്ന സാധനമാണെങ്കിൽ ചെറുപ്പക്കാരുടെ രക്ഷ വിളികളിലേക്കാണ് അപ്പം തിന്നണത്. ഈ നോൽപ്പൊക്കെ തുറന്ന് ശരിയൊക്കെ ആക്കി പള്ളത്തിലുള്ള സ്ഥലമൊന്നും ഇല്ലാതെ വന്നിട്ട് ഒരു ബിരിയാണിന്റെ പാക്കറ്റ്, അത് പെരയിൽ ബാക്കിയായി വെക്കാറെന്ന് വെച്ചോളി. ആ ബിരിയാണിന്റെ പാക്കറ്റ് ഇപ്പൊ ഇവിടുന്ന് ലേലം വിളിച്ചാൽ ചെറുപ്പക്കാരൻ കണ്ട് വിളിച്ചു. അത് അവിടുന്ന് തിന്നാൻ, ആ തിന്നാനുള്ള മോഹ, ആ തിന്നാൻ തരുന്ന ആളോട് തോന്നുന്ന ഹുബ്ബ്, ആ ഹുബ്ബ് നമ്മോട് എന്തെങ്കിലും ചെയ്യുന്ന ഇഹ്സാനിന്റെ പേരിൽ നമുക്ക് തോന്നുന്ന ഹുബ്ബാണെങ്കിൽ ഈ കാരണം വെച്ച് ചിന്തിച്ചാലും ആരാണ് ഈ തരത്തിലും സ്നേഹിക്കപ്പെടാനും ഇഷ്ടപ്പെടാനും കൂടുതൽ അർഹൻ? ആരൊരാൾ നമുക്ക് എന്തു തരം ഇഹ്സാൻ ചെയ്താലും ഈ ഇഹ്സാന് വാസ്തവത്തിൽ അവന്റെ മനസ്സിന് ഇളക്കിയതാരാണ്? നമുക്ക് ഔദാര്യം ചെയ്യാൻ വേണ്ടി ഒരാൾക്ക് തോന്നിപ്പിച്ചതാരാണ്? വലിയൊരു മുതലാളിക്ക് കനിവുണ്ടാക്കിയതാരാണ്? കടം ചോദിക്കാൻ പോയാൽ ആ ആൾക്ക് ഈ പാവത്തിനൊന്ന് കൊടുത്തെങ്കിൽ എന്ന് തോന്നിപ്പിക്കുന്നവനാരാണ്? ഔദാര്യമായി വെറുതെ വരുന്ന ഒരു മനുഷ്യന് വെറുതെ കൊടുത്തെങ്കിൽ എന്ന് തോന്നിപ്പിക്കുന്നതാരാണ്? ഇവനൊരു കൊടുക്കേണ്ട ആളാ, എന്റെ വാപ്പന്റെ വല്ലാത്ത ഇഷ്ടക്കാരനു, എന്റെ വാപ്പന്നെ വല്ലാതെ സഹായിച്ചു, അയാളിപ്പോ കബറില്ല, അയാളെ സഹായിക്കാൻ കൂടില്ല, ഇനിയിപ്പോ ഞാൻ ഈ മകന് കൊടുക്കാം എന്റെ വാപ്പ ചെയ്ത സേവനത്തിന് എന്നിപ്പോ പിടിക്കപ്പെട്ടിട്ട് ചോദിച്ച ഒരു സാധുവിനോട് ഒരു മുതലാളിക്ക് അല്ലെങ്കിൽ കഴിവുള്ള ഒരാൾക്ക് പെട്ടെന്ന് തോന്നിപ്പിക്കുന്നതാരാണ്? ഹൃദയത്തിന്റെ അകത്ത് ഈ ചിന്ത ഉണ്ടാക്കുന്നതാരാണ്? ഹൃദയത്തിന്റെ അകത്ത് ഇത്തരം ഓർമ്മകൾ സൃഷ്ടിക്കുന്നതും അതൊക്കെ ചലിപ്പിക്കുന്നതും ആരാണ്? ഉടേ തമ്പുരാനായ അല്ലാഹു ചലിപ്പിച്ചില്ലെങ്കിൽ ഒരാൾക്കും ലോകത്ത് ഒരു ഇഹ്സാനും ചെയ്യാൻ കഴിയില്ല. ഭാര്യയ്ക്ക് ഭർത്താവിന് ഇഹ്സാൻ ചെയ്യാൻ കഴിയില്ല, മക്കൾക്ക് മാതാപിതാക്കൾക്ക് ഇഹ്സാൻ ചെയ്യാൻ കഴിയില്ല. പടച്ചോൻ അങ്ങ് തോന്നിപ്പിച്ചിട്ട് പടച്ചോൻ ഹൃദയത്തിന്റെ അകത്തൊരു കനിവ് നൽകണം. അപ്പൊ ആരൊരാൾ ഇങ്ങോട്ട് ഇഹ്സാൻ ചെയ്തതിന്റെ പേരിലും അയാളെ നമ്മൾ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ യഥാർത്ഥ അർത്ഥത്തിൽ നമ്മൾ ആലോചിച്ചാൽ ആ സ്നേഹത്തിന്റെ സാക്ഷാൽ കാരണക്കാരനും അർഹനും രാജാതിരാജനായ റബ്ബുൽ ഇസ്സത്ത്, ആ ഇഹ്സാനിന് വേണ്ടിയിട്ട് കഴിവ് നൽകുന്ന റബ്ബുൽ ഇസ്സത്ത്, ആ ഇഹ്സാനിന് വേണ്ടിയിട്ട് അവസരമൊരുക്കുന്ന റബ്ബുൽ ഇസ്സത്ത്, ആ ഇഹ്സാനിന് വേണ്ടിയിട്ട് കൈപൊക്കാൻ കഴിവ് നൽകുന്ന റബ്ബുൽ ഇസ്സത്ത്, ആ ഇഹ്സാൻ ഇങ്ങോട്ട് മേടിച്ചിട്ട് ഉപയോഗിക്കാൻ വേണ്ടി ഇവന് കഴിവ് നൽകുന്ന റബ്ബുൽ ഇസ്സത്ത്. റബ്ബുൽ ഇസ്സത്തിനെ നമുക്ക് ഏത് ഓർമ്മയിൽ നിന്ന് ഏത് പോയിന്റിൽ നിന്ന് മാറ്റി നിർത്താൻ കഴിയും? എവിടുന്ന് മാറ്റി നിർത്താൻ വയ്യ. അത് തിന്നിട്ട് ഇറക്കിയിട്ട് നമ്മുടെ ദഹനേന്ദ്രിയങ്ങൾ ദഹിപ്പിച്ചിട്ട് മലമാക്കി പിണ്ടമാക്കി പുറത്ത് വിസർജിക്കണമെങ്കിൽ രാജാതിരാജനായ റബ്ബുൽ ഇസ്സത്ത് റഹ്മത്തില്ലാതെ കഴിയില്ല. റമളാൻ മാസത്തിൽ 10 ദിവസം റഹ്മത്ത് ചോദിക്കാൻ വേണ്ടി അല്ലാഹുവിന്റെ റസൂൽ അജണ്ട നിശ്ചയിച്ചു തന്നത് വെറുതെയല്ല.
കഴിക്കുന്ന ഭക്ഷണം ദഹിച്ചിട്ട് അത് പുറത്ത് പിണ്ടമാക്കി കളയുന്ന വസ്തു, ആ ഘോരം അടഞ്ഞ് നമുക്ക് പിണ്ടം പുറത്തു പോകാൻ പറ്റില്ലെങ്കിൽ ജീവിതത്തിൽ ഇത്ര പ്രയാസമുള്ളൊരവസ്ഥ വേറെ ഏതാണ്? അല്ലാഹു നമ്മയൊക്കെ കാത്തുരക്ഷിക്കുമാറാവട്ടെ. ഇങ്ങനെയുള്ള പോയിന്റുകളൊക്കെ ചിന്തിച്ചാൽ ആരൊരാൾ എന്തു സേവനം ഏതർത്ഥത്തിൽ ഇഹ്സാൻ നമുക്ക് ചെയ്താലും ആ ഇഹ്സാന്റെ ഒക്കെയും യഥാർത്ഥ അവകാശി, അതിന്റെ എല്ലാം യഥാർത്ഥ ഉടമക്കാരൻ മാലിക് യൗമിദ്ദീൻ റബ്ബുൽ ആലമീൻ നമ്മൾ ഫാത്തിഹ സൂറത്തിൽ പറയുന്ന റബ്ബാൻ. ഇനി നമ്മളതൊക്കെ അടക്കട്ടെ, നമുക്കൊരു നേട്ടമല്ല ഒരാളെ കൊണ്ട്, എന്നാലും ഉണ്ട് ഇഷ്ടം. അയാൾ നല്ലൊരു ഔദാര്യക്കാരനാണ് എന്ന് കേട്ടാൽ മതി. നമ്മളിവിടെ അങ്ങനെ ഇരിക്കുമ്പോ മക്കത്തുണ്ട് നല്ലൊരു മനുഷ്യൻ, മസ്ജിദുൽ ഹറാമിന് നോൽ പറക്കണോർക്ക് ഒട്ടാകെ തിരിച്ചിട്ട് അയാളിങ്ങനെ കൊടുക്കണോന്ന് നമ്മൾ ഹറമിൽ പോയി വന്ന ഒരാളൊരു അനുഭവം പറഞ്ഞാല് അയാളോട് സുബ് നമ്മളെ മനസ്സിൽ വരും. ഇത് ബന്ധിലെങ്കിൽ ഓ മനുഷ്യനല്ല നമ്മൾ പറഞ്ഞു. ഇങ്ങനത്തെ ഒന്നും ഒരു മനുഷ്യന് ബന്ധില്ലാത്താല് മനുഷ്യന്റെ വിചാരങ്ങളൊന്നും ഓനില്ലാണ് അതിന്റെ അർത്ഥം. ഇപ്പൊ ഇറാഖിൽ കിടക്കുന്ന സദ്ദാം ഹുസൈനെയും അമേരിക്കയിലെ ജോർജ് ബുഷിനെയും ഒരാളെ നമ്മൾ വെറുക്കുന്നു, ഒരാളെ നമ്മൾ ഇഷ്ടപ്പെടുന്നു. നമുക്കെന്താ രണ്ടാളും കിടക്കുക? നമുക്ക് രണ്ടാളിൽ നിന്ന് ഒരു പുസ്തകം കിട്ടാല്ല. വല്ലതും കിട്ടണ്ടോ? സദ്ദാം ഹുസൈൻ എന്ത് തരും? നമുക്ക് ഒന്നും തരൂല. മക്കയിലെ അബ്ദുള്ള രാജാവ്, സൗദിയിലെ അബ്ദുള്ള രാജാവ് വല്ലതും തരുമോ? തരൂല. ജോർജ് ബുഷ് നമ്മളെ വല്ലതും ചെയ്യുന്നുണ്ടോ? നേർക്കുനേരെ ഇല്ല. അപ്പുറപ്പുറമൊക്കെ ചിന്തിച്ച്, അത് പ്രാസംഗികമാർക്ക് ഇങ്ങനെ പറയാനുള്ളതാ. അങ്ങനെ ചിന്തിച്ചാൽ പെടും ദോഷം ചെയ്യാത്ത ആരും ഉണ്ടാവില്ല. എന്നാലും ജോർജ് ബുഷ് എന്ന് കേൾക്കുമ്പോ നമുക്ക് മനസ്സിന്റെ ഉള്ളിലല്ല ആകെ നിറഞ്ഞിട്ടെന്ന് ഒരു ജാതി വെറുപ്പ. അയാൾ ആരെയാണോ മർദ്ദിക്കുന്നതെങ്കിൽ അത്തരം ആളുകളോട് സഹതാപമുണ്ടാവുക സ്വാഭാവികം. അതിരിക്കട്ടെ, നല്ലൊരാളാണ് കേട്ടാൽ അയാളോടൊരു ഇഷ്ടമുണ്ടല്ലോ. ആ ഇഷ്ടം ഇഹ്സാന്റെ പേരിലാണെങ്കിൽ, ആർക്കെങ്കിലും അതൊന്ന് ചെയ്ത നന്മയുടെ ഗുണങ്ങളുടെ ഔദാര്യത്തിന്റെ പേരിലാണെങ്കിൽ, ദാനധർമ്മങ്ങളുടെ പേരിലാണെങ്കിൽ, അത് തനിക്ക് നേരിട്ടല്ലെങ്കിലും ശരി ഒരു ഇഷ്ടം തരാണ്ടേ. ഇങ്ങനെ ചിന്തിച്ചാലും ഏറ്റവും വലിയ ഉദാരൻ, ഏറ്റവും വലിയ മുഹ്സിൻ അള്ളന്നല്ലേ? അല്ലേ? ഒന്ന് തലമുറത്ത് ആലോചിച്ച് നോക്കി. അള്ളല്ലേ? ഒരു നിമിഷം ആലോചിച്ചാൽ പോരെ? പടച്ച തമ്പുരാനെ ധിക്കരിക്കുന്ന ഒരു പ്രവർത്തനത്തിന് പടച്ച തമ്പുരാൻ ആ സമയത്ത് നൽകുന്ന ഇഹ്സാനിന്റെ അളവും വലുപ്പവും എത്ര! നിസ്കരിക്കുന്ന മനുഷ്യന് നിസ്കരിക്കാനും നിസ്കരിക്കാത്ത മനുഷ്യന് നിസ്കരിക്കാതിരിക്കാനും അള്ളാന്റെ ഇഹ്സാൻ പ്രത്യക്ഷത്തിൽ ഒരുപോലെയല്ലേ? ആലോചിച്ചു നോക്കി. കള്ളു കുടിക്കുന്ന മനുഷ്യന് കള്ളു മോന്താനും കുടിക്കാനും ഇറങ്ങാനും, ചായ കുടിക്കുന്ന മനുഷ്യന് ചായ ഇറങ്ങാനും കുടിക്കാനും ഒരുപോലെയല്ലേ അള്ളാന്റെ ഇഹ്സാൻ? ഒന്നല്ലാഹു വിലക്ക് ഏറ്റവും നികൃഷ്ടമായ, ഏറ്റവും ചീത്തയായ പ്രവൃത്തി, ആ ചീത്ത പ്രവൃത്തിക്ക് ഇഹ്സാൻ അല്ലാഹു നൽകുന്നത് പകരമൊന്നുമില്ലാതെ, നമ്മിൽ നിന്നൊന്നും കിട്ടാതെ, യാതൊരു നിലയിലും ആലോചിക്കാതെ ഇഹ്സാന്റെ പേരിൽ പടച്ചോൻ ചെയ്താൽ, ഇഹ്സാൻ എന്നതിന്റെ അർത്ഥത്തിൽ അല്ലാഹുവിനെ സ്നേഹിക്കേണ്ടതുപോലെ ഒരൊറ്റ മഖ്ലൂക്കിനെയും പടപ്പിനെയും സ്നേഹിക്കാൻ കാണൂല. കാരണം ഏത് മഖ്ലൂക്ക് എന്ത് ഇഹ്സാൻ ആർക്ക് ചെയ്താലും പകരം എന്തെങ്കിലും പ്രതീക്ഷിക്കാതെ ഒരാളും ചെയ്യൂല. പകരം എന്തെങ്കിലും പ്രതീക്ഷിക്കുക. നല്ല കവിഞ്ഞ നല്ല ഭക്തൻ ഇവിടുന്നൊന്നും കിട്ടണ്ട, അള്ള എനിക്ക് ആഖിറത്തുനിന്ന് കിട്ടിയാൽ മതി എന്ന് ചിന്തിക്കൂലേ? ആഖിറത്തുനിന്ന് ഇതൊരു കച്ചവട, ആഖിറത്തുനിന്ന് കിട്ടിയാൽ മതി. ഞാനിവിടെ ചെയ്യുന്ന ഇഹ്സാനുകൾക്ക് പ്രതിഫലം എന്ന് ചിന്തിക്കുന്നവൻ പകരം കാംക്ഷിച്ചാണ് ഇവിടെ ഇഹ്സാൻ ചെയ്യുന്നത്. റമളാൻ മാസത്തിൽ സാധുക്കളെ സഹായിക്കേണ്ട സഹകരണത്തിന്റെ മാസമാണ്. ഖുതുബ കേട്ട് ഉറുദു കേട്ട് ഒരാൾ റമളാൻ മാസത്തിൽ ദയുണ്ടായിട്ട് പിശാചിന്റെ ശല്യം അല്ലാഹു തആല ഒരുക്കിയിട്ടുണ്ടല്ലോ. ഇതിന്റെ സന്തോഷത്താൽ ഒരാൾക്ക് വല്ല ഇഹ്സാനിന്റെയും തോന്നലുണ്ടായി ചെയ്താൽ പടച്ചോനെ എന്നൊരു വിളിണ്ട്. നല്ല ഹൃദയത്തിൽ വിശ്വാസമുള്ള ഭക്തനായ വലിയ ആളാണെങ്കിലും പടച്ചോന്റെ എത്തുന്നു സ്വർഗം, പടച്ചോന്റെ എത്തുന്ന നരകത്തിൽ കടത്താനുള്ള രക്ഷപ്പെടുത്തൽ, ഇനി ഒന്നുമില്ലെങ്കിൽ മാക്സിമം ലക്ഷ്യം പടച്ചോന്റെ പൊരുത്തം. ഇതെന്തെങ്കിലും പകരമിട്ടാതെ ഒരൊറ്റ സൃഷ്ടിയും ഒരു ഇഹ്സാനും ചെയ്യൂല. അള്ളാഹ് നമുക്ക് ഇഹ്സാൻ ചെയ്യുന്നത് കൊണ്ട്, പടപ്പുകൾക്ക് ഇഹ്സാൻ ചെയ്യുന്നത് കൊണ്ട് പടച്ചോൻ എന്ത് കിട്ടാനുണ്ട്? പകരം അല്ലാഹു തആല ഉദ്ദേശിക്കുന്നുണ്ട് ഇല്ല. അപ്പൊ ഇഹ്സാനിന്റെ പേരിൽ ആരോടെങ്കിലും ഏതെങ്കിലും മുക്കിൽ ഒരാൾക്ക് സ്നേഹം തോന്നുന്നുണ്ടെങ്കിൽ ആ തരത്തിലും ഏറ്റവും അധികം സ്നേഹിക്കപ്പെടേണ്ടതും ഇഷ്ടപ്പെടേണ്ടതും ആരെയാണ്? അല്ലാഹുവിനെ. ഇനി നോക്കാം, നമ്മൾ ഇഹ്സാനൊന്നുമല്ല, നല്ല ചന്തം, നല്ലത് നമ്മൾ പറയില്ല, നല്ലൊരു ചന്തം എന്ന് പറയുന്നത് വെറും ചന്തം തന്നെ ആവണ്ട, നല്ലൊരു സുന്ദര കുട്ടപ്പൻ, അത് ശരിയായ ചന്ത നമ്മൾ പറയുന്ന അഴക്. നല്ലൊരു സുന്ദര കുട്ടപ്പൻ, മീശയും കണക്കാ, പുരികത്തിന്റെ രോമവും കണക്കാ. എവിടൊക്കെ ചെറിയ തകരാറ് വന്നാൽ മതിയല്ലോ സൗന്ദര്യം പോകാൻ. ഈ സൗന്ദര്യ മത്സരത്തിലൊക്കെ ഓരോന്നിന്റെ ഫോട്ടം കണ്ടില്ലേ നമ്മൾ പത്രത്തിൽ? ഇതിനൊക്കെ എവിടുന്നായി സൗന്ദര്യം കിട്ടുന്നത് വിചാരിച്ചു. നമ്മളെ നാട്ടിലും വീട്ടിലൊക്കെ ഉള്ള ഓരോന്നിനെ ഇനിയേറ്റ് തട്ടിച്ചു നോക്കിയാൽ എത്രയോ മടങ്ങ് വലുതേക്കാരം നമ്മളെ വീട്ടിലുള്ളത്. പക്ഷെ നമ്മൾ സൗന്ദര്യ മത്സരത്തിൽ കാണുന്നവര് കണ്ടില്ല. എന്താ അവിടെയൊക്കെ നോട്ടന്റെ പുരികത്തിന്റെ രോമം എങ്ങനെയാ ശരിയാക്കിയത്? ഇതൊക്കെ ബ്യൂട്ടി പാർലറിൽ നിന്നാട്ടോ. ബ്യൂട്ടി പാർലറിൽ നിന്ന് പെണ്ണ് കാണാൻ പോയാലും കൊടുക്കുമ്പോ, പെണ്ണ് കാണാൻ പോയാൽ ബ്യൂട്ടി പാർലറിൽ പോയി ഇറങ്ങിയിട്ടാ പെണ്ണ് വരിക ഭർത്താവിന്റെ മുമ്പിൽ നിൽക്കാന്.
എവിടെയാ നോക്കിയിട്ടൊന്നും തിരിയില്ല. കാണിച്ചണ്ടോ പിടിച്ചണ്ടോ ഒക്കെ കൊടുക്കാൻ അവിടെ കഴിയും. മുഖക്കുരു നിറഞ്ഞു നിൽക്കുന്ന പെണ്ണുങ്ങളുടെ മുഖം അത് കാണാതാക്കാൻ ബ്യൂട്ടി പാർലറിന്റെ സംവിധാനമുണ്ട്. അത് കഴിഞ്ഞിട്ട് അതിന്റെ സന്ദേശമൊക്കെ ഒരുങ്ങിയിട്ട് വീട്ടിന്റെ ഉള്ളിൽ കിടക്കുമ്പോൾ കാണും, മോക്കുരു കാണും. അപ്പൊ പഴയ ഇഷ്ടം പോകും. അപ്പൊ സൗന്ദര്യം, നമ്മുടെ നാട്ടിലുള്ള സൗന്ദര്യത്തിന്റെ കഥയിലാണ് ഞാൻ പറഞ്ഞ ഏറ്റവും നല്ല സൗന്ദര്യം ഉണ്ടെന്ന് വെച്ചാൽ ഇങ്ങനെ ബ്യൂട്ടി പാർലറൊന്നും പോകേണ്ട, പ്രകൃതിയാ തന്നെ നല്ലൊരു സൗന്ദര്യം. ആണാവട്ടെ പെണ്ണാവട്ടെ, ഇത് വേറെ ഏതെങ്കിലും അർത്ഥത്തിൽ മാത്രമല്ല. നല്ലൊരു മനുഷ്യനെ കണ്ടാൽ ഒന്ന് സന്തോഷിച്ച് ഇഷ്ടപ്പെട്ട് നോക്കാത്തവനാരാ? നോക്കൂ, നോക്കിയിട്ട് മനസ്സിന്റെ അകത്തൊരു ഇഷ്ടം തോന്നുമല്ലോ. എന്താണ് ആ ഇഷ്ടം? സൗന്ദര്യത്തോടാണ് ആ ഇഷ്ടം. ബാഹ്യമായ സൗന്ദര്യത്തോട് ഇഷ്ടമുണ്ട്. നല്ലൊരു കാറ്, നല്ലൊരു കട, നല്ലൊരു കച്ചവടം, നല്ലൊരു മനുഷ്യൻ, നല്ലൊരു മൈക്ക്, നല്ലൊരു സ്ഥലം, നല്ലൊരു ഇല, നല്ല ചൊറുക്കുള്ളൊരു പുഴു. അത് നമ്മളെ ഒമരപ്പൂവായാലും മതി. ഇവിടെ മുതിരിയിലുണ്ട് എന്ന് പറഞ്ഞാൽ നമ്മളെ മുതിരിയില്ല അപ്പൊ പുഴുണ്ട് എന്ന് പറഞ്ഞിട്ട് നോക്കി നോക്കുമ്പോൾ നമ്മളെ കൊപ്പപ്പൂ അതിൽ വന്നോ വരുന്ന മുഴുവൻ പറഞ്ഞിട്ട് ഈ തേക്കിന്റെ ഉള്ളിലൊക്കെ എത്രയോ ഉണ്ടാവും. പത്രത്തിൽ ഫോട്ടോ നോക്കുമ്പോ എന്തൊരു ചൊറുക്കുള്ള അതിന്റെ രോമത്തിന്റെ ഒക്കെ ഒരു ചൊറുക്ക്, അവിടെയൊക്കെ അല്ലാഹു തആല വിധാനിച്ച വർണ്ണങ്ങളുടെ ഒക്കെ ഒരു ചന്തം. ആ ചന്തം ഒരാൾ നല്ലോണം കൗതുകപൂർവ്വം നോക്കി നിന്നു. എന്താണ് നോക്കിക്കുന്നത്? ബാഹ്യ സൗന്ദര്യം. ഇനി ബാഹ്യ സൗന്ദര്യം ഇരിക്കട്ടെ, ആന്തരിക സൗന്ദര്യമുണ്ട്. നല്ല മനുഷ്യനാണ് അയാൾ, കാണാൻ മഹാകോന്തനാണ്. എന്നാലും ശരി, കാണാൻ നല്ല മോശമുള്ള ആളും ചിലപ്പോൾ സ്വഭാവം നന്നാകും. അങ്ങനെ നല്ല സ്വഭാവമുള്ള ഒരാളും എന്ന് കേട്ടാൽ നമുക്കൊരു ഇഷ്ടല്ലേ? അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സന്തത സഹചാരി അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു, വേറെ സഹചാരി ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹു. നമുക്കെന്താ ഇഷ്ടം? അവർക്ക് നൽകിയിട്ടുള്ള അവരുടെ പ്രകൃതത്തിന്റെയും സ്വഭാവത്തിന്റെയും സൗന്ദര്യം നമ്മൾ ഇഷ്ടപ്പെടുന്നു. ഇത് ജമാൽ, ജമീൽ, ഇതിനോട് ഇഷ്ട. ഇതും ഇഷ്ടത്തിന്റെ ഒരു കാരണമാണ്. ഇങ്ങനെ ഇഷ്ടത്തിന്റെ കാരണത്തിൽ ബാഹ്യ സൗന്ദര്യത്തിൻ്റെത് പറയണ്ട. ബാഹ്യ സൗന്ദര്യം നമ്മളെന്ന് നോക്കിയാൽ മതി. നല്ല ചൊറുക്കുള്ള മൂക്ക് ഒന്നും തുറന്നോക്കാൻ കഴിഞ്ഞത്, ആ ചൊറുക്കിന്റെ മൂക്ക് കഴിഞ്ഞ്. നല്ല തിളക്കമുള്ള കണ്ണ്, ഒന്ന് ബെരലിട്ടുങ്ങാണ്ട് ആ കണ്ണിന്റെ പോലെ നമ്മൾ മാറ്റി നോക്കിയാൽ ബമ്മക്കുട്ടിനെ കാണുമായിരിക്കും. ബമ്മക്കുട്ടി ഇന്ന് പത്രത്തിൽ കണ്ടൊരു ബമ്മക്കുട്ടി, ബമ്മക്കുട്ടിന്റെ കണ്ണും നമ്മളെ കണ്ണും വേറെ തന്നെയല്ലേ? അത് കണ്ണിന്റെ പോലെ എന്നുണ്ട് ഒഴിവാക്കിയാൽ കാണാം. എവിടെയാണ് സൗന്ദര്യം? എവിടെയാണ് മനുഷ്യന്റെ സൗന്ദര്യം? മനുഷ്യൻ അല്ലാഹു തആല ഏറ്റവും സൗന്ദര്യം നൽകിയിട്ടുണ്ടെങ്കിൽ ആ സൗന്ദര്യത്തിന്റെ കൂടെ അതിന്റെ കുറവ് ന്യൂനതയും അല്ലാഹു തആല വെച്ചിട്ടല്ലാതെ നൽകിയിട്ടില്ല. ഏറ്റവും സുന്ദരമായതിന്റെ കൂടെ അതിന്റെ ഉള്ളു നോക്കിയാൽ ഏറ്റവും മോശമാണ്. അപ്പൊ ബാഹ്യ സൗന്ദര്യത്തിന് വലിയ സ്ഥാനമില്ല. എന്നാലും ബാഹ്യ സൗന്ദര്യം കണ്ടും നമുക്കൊരു ഇഷ്ടമുണ്ട്. അതിലേറെ ബുദ്ധിമാനെ ഇഷ്ടപ്പെടുന്നത് ആന്തരിക സൗന്ദര്യമാണ്. ഈ ആന്തരിക സൗന്ദര്യം ചിന്തിച്ചാലും ഈ സൗന്ദര്യത്തിന്റെ പേരിൽ ഇഷ്ടപ്പെടാൻ, ഈ സൗന്ദര്യത്തിന്റെ എല്ലാം കേദാരമായ എല്ലാ സൗന്ദര്യങ്ങളും സൃഷ്ടിച്ചവനായ, എല്ലാ സൗന്ദര്യത്തിന്റെയും അധിപനായ ഇന്നല്ലാഹ ജമീൽ യുഹിബ്ബുൽ ജമാൽ, അല്ലാഹു എന്തൊരു ചന്തമാർന്നതാത്താണ്, പടച്ചവൻ എന്തൊരു സൗന്ദര്യമാണ്. യുഹിബ്ബുൽ ജമാൽ, അവൻ നിങ്ങളിലും സൗന്ദര്യമുണ്ടാകുന്നത് ഇഷ്ടപ്പെടുന്ന അല്ലാഹുവാൻ. ആ അല്ലാഹു നൽകുന്നതാണ് നമ്മുടെ അഴക്, സ്വഭാവത്തിന്റെ അഴക്, പ്രകൃതത്തിന്റെ അഴക്, മൂക്കിന്റെ ചന്തം, അവന്റെ പെരുമാറ്റത്തിന്റെ ചന്തം, ഇതൊക്കെ പടച്ചോ നൽകുന്നതാണ്. എങ്കിൽ ചന്തത്തിന്റെ പേരിൽ, അഴകിന്റെ പേരിൽ ഇഷ്ടം തോന്നുന്നത് എൽമു കൊണ്ട് സ്വഭാവം നന്നാക്കി, എൽമു കൊണ്ട് അയാൾ പ്രവർത്തിച്ച് ആ പ്രവർത്തനം മൂലം മോശപ്പെട്ട സ്വഭാവങ്ങളിൽ നിന്നൊരാൾ വലുതായി, അപ്പോഴല്ലേ ആന്തരിക സൗന്ദര്യം. ഈ സൗന്ദര്യത്തിലും യഥാർത്ഥത്തിൽ അവകാശപ്പെട്ടു നിൽക്കുന്നത് പടച്ചോൻ തന്നെയല്ലേ സ്നേഹിക്കാൻ? തീർച്ചയായും. ഇതൊന്നുമല്ല, തിരിയാത്തൊരു കാരണമുണ്ട് ഇഷ്ടത്തിന്, തിരിയാത്ത കാരണം. അതിന്റെ പേരാ മുശാക്കലത്ത്. മുശാക്കലത്ത് ഒരു രണ്ടാളും എന്തോ ഒരു ഗുണത്തിൽ ഒരുപോലെയാണ് സദൃശത. ഈ സദൃശതയുടെ പേരിൽ ഒരു ഇഷ്ടം, അതിഷ്ടമുണ്ട്. അത് വല്ലാത്തൊരിഷ്ട, അത് കാരണം തിരിയാത്തൊരിഷ്ട. ഇതിനെയാണ് അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അനാവരണം ചെയ്യുന്നത്. അൽ അർവാഹു ജുനൂദും മുജന്നദ, അൽ അർവാഹു ജുനൂദും മുജന്നദ ഫമാ തആറഫ മിൻഹു തലഫ വമാ തനാകറ തലഫ. ബുഖാരി മുസ്ലിം നിവേദനം ചെയ്ത ഹദീസ്. അഷ്റഫുൽ ഖൽഖ് തങ്ങൾ പറഞ്ഞു, ആത്മാക്കൾ അല്ലാഹു തആല എവിടെയൊക്കെ ഒരുമിച്ച് കൂട്ടുന്ന വലിയ സേനയാണ്. നിങ്ങൾ മനസ്സിലാക്കുന്ന മാതിരിയല്ല. നിങ്ങളുടെ തടിയെ ചലിപ്പിക്കുന്ന, നിങ്ങളുടെ ശരീരത്തിന്റെ ചാലക ശക്തിയായ ആത്മാക്കളുടെ ലോകത്ത് വലിയ സൈന്യമാണ്. ആ സൈന്യങ്ങളിൽ തമ്മിലുമുണ്ട് പരസ്പരം ഐക്യം. അവിടെയുമുണ്ട് പരിചയപ്പെടൽ, അവിടെയുമുണ്ട് പരിചയമില്ലായ്മ. അവിടെ പരിചയപ്പെട്ടവരുണ്ടോ? ആ പരിചയപ്പെട്ടവർ ദുന്യാവിൽ വന്നാൽ ഐക്യത്തിൽ കാണാ. അവിടെ പരിചയമില്ലാത്തവരാരോ അവരിവിടെ വന്നാൽ വെറുപ്പിലും കാണാ. ഇതൊരു വിശാലമായ ഹദീസാണ്. അർത്ഥതലങ്ങൾ വിവിധ അർത്ഥങ്ങളിലേക്ക് കൊണ്ടുപോകാൻ പറ്റുന്ന ഹദീസ്, തത്വങ്ങൾ ധാരാളം പഠിക്കാൻ പറ്റുന്ന ഹദീസ്. ഈ ഹദീസിന്റെ ഒരാശയം ബഹുമാനപ്പെട്ട സൂഫിവര്യന്മാർ വിവരിക്കുന്നത് ഇതെങ്ങനെയാണ് അവർക്ക് കിട്ടുന്നതെന്നറിയില്ല. മഹാന്മാരതിനൊരു നിരൂപണം നമുക്ക് തിരിയാൻ വേണ്ടിയിട്ട് വിവരിച്ചു തന്നത്. ആറിസിനെ ചുറ്റിച്ചു ആത്മാക്കളെ അല്ലാഹു.
ആത്മീയ ലോകത്തെ ആത്മാക്കളെ അള്ളാഹു കൂട്ടം പിരിച്ചിട്ട് അർശെന്ന അള്ളാഹു തആലാന്റെ അധികാര സിംഹാസനത്തിന് വട്ടം കറക്കി തവാഫ് ചെയ്യിച്ചു. ആ തവാഫിനിടയിൽ പരസ്പരം കണ്ടുമുട്ടിയിട്ട് പരസ്പരം ഒരു വഴിക്ക് കൂടി ചേർന്നിട്ടുള്ള ആത്മാക്കൾ ഇവിടെ വരുമ്പം കാണാൻ ഇഷ്ടത്തില്, അവര് നല്ല ഐക്യത്തില്. വല്ലാത്തൊരു പുതുമ തന്നെയത്. കാരണം വേറൊന്നുമില്ല, നല്ല പുതുമ. ബഹുമാനപ്പെട്ട ആയിഷ റളിയല്ലാഹു അൻഹാ മദീനത്തെ തന്റെ വീട്ടിലിരിക്കുമ്പോൾ ഒരു പെണ്ണ് വന്നു. ആ പെണ്ണ് തമാശയും ഫലിതവും പറഞ്ഞിട്ട് ചിരിച്ച് കപ്പി. നല്ല ഫലിത ശിരോമണികൾ എന്നൊക്കെ പറയുന്നത് നമ്മളെ മങ്ങാട്ടച്ചനും കുഞ്ഞായും പോലൊരൊന്നും ഇല്ലെങ്കിൽ വല്ല രസമുണ്ടോ? ഇപ്പാരാ ഇപ്പൊ ഓരോരോ ഓതള മനുഷ്യന്മാര് നമ്മൾ ടിവിയിലോ സ്ക്രീനിലോ ഒക്കെ കാണുന്ന ഓതളുകൾ രസമൊന്നും ഉണ്ടാവില്ല. പഠിക്കാൻ ഒന്നുമില്ലാത്ത ഓതളത്തരം. ഇതപ്പത്തെ തമാശ. എന്നൊന്നും ഫലിതമെന്ന് അറിയില്ല കേട്ടോ. ഇതൊന്നും ഫലിതല്ല, അതൊക്കെ മഹാബോറൻ ഇടപാട്. അതാണ് നമ്മളെ കുട്ടിയൊക്കെ ചിരി വരുള്ളൂ. പണ്ടങ്ങനെയല്ല. നമ്പൂതിരി ഫലിതം രസല്ലേ, മങ്ങാട്ടച്ഛന്റെ ഫലിതം രസ, കുഞ്ഞായി മുസ്ലിയേര് വലിയ ഫലിത ശിരോമണി. ഇങ്ങനെയുള്ള ഒരു ഫലിത ശിരോമണി കൂട്ടത്തിൽപ്പെട്ട ഒരു പെണ്ണ് മദീനത്തെ ആയിഷ റളിയല്ലാഹു അൻഹയുടെ റൂമിൽ. ആയിഷ റളിയല്ലാഹു അൻഹ ഇവരുടെ വാക്ക് കേട്ട് ചിറിച്ച് കപ്പി. വല്ലാത്ത സന്തോഷം. കൂട്ടത്തെ ആയിഷ ബീവി ചോദിച്ചു, അല്ല നിങ്ങൾ എവിടെയാ ഇവിടെ മദീനത്ത് താമസം? ഇത് മക്കാരിയാ. മക്കത്തുനിന്ന് വന്നിട്ട് തമാശ പറഞ്ഞ് ചിരിച്ചപ്പോൾ പൂതി തീരായിട്ട് ഇനി എവിടെയാ വല്ലെന്ന് അറിയാനും വിളിച്ചെടുത്താൻ പറ്റുമോ നോക്കാനും ആയിഷ റളിയല്ലാഹു അൻഹ പറഞ്ഞു, നിങ്ങൾ ഇവിടെ എവിടെയാ താമസം? പറഞ്ഞു, ഞാൻ ഇന്നാലിന്റെ പെണ്ണിന്റെ അവിടെയാണ്. നോക്കി നോക്കുമ്പോ ആയിഷ ബീവി റളിയല്ലാഹു അൻഹ വല്ലാതെ അതിശയപ്പെട്ടു. ആയിഷ റളിയല്ലാഹു അൻഹ പറഞ്ഞു, ഓ ഇത് വല്ലാത്ത സത്യം. അല്ലാഹുവിന്റെ റസൂൽ സ്വദഖല്ലാഹു വറസൂലു, അല്ലാഹുവും റസൂലും പറഞ്ഞ എത്ര സത്യം. സമയത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ യഖൂൽ അൽ അർവാഹു ജുനൂദും മുജന്നദ ഫമാ തആറഫ മിൻഹു തലഫാ വമാ തനാകറ തലഫാ. ആയിഷ റളിയല്ലാഹു അൻഹ ഈ സന്ദർഭത്തോടാണ് ഹദീസ് സംയോജിപ്പിച്ചത്. ഈ ചിരിച്ച് കപ്പിക്കുന്ന ഫലിത ശിരോമണി കൂട്ടത്തിൽപ്പെട്ട പെണ്ണ് മദീനത്ത് വന്നപ്പോ താമസിക്കുന്നത്, മക്കക്കാരിയായി പെണ്ണ് മദീനത്ത് വന്നപ്പോ താമസം കിട്ടിയത്, അവർക്ക് ഇഷ്ടപ്പെട്ട് താമസിക്കുന്നത് മദീനത്തെ ഫലിത പെണ്ണിന്റെ. മദീനത്ത് അവർ ഫലിതം കൊണ്ട് ഏറ്റവും അറിയപ്പെട്ട പെണ്ണ്, അവിടെയാണ് ഈ പെണ്ണിന് താമസം. ആയിഷ റളിയല്ലാഹു അൻഹ പറയുന്നത്, ആത്മീയ ലോകത്തെ പരിചയമാണ് നിങ്ങൾ ഇവിടെ വന്ന് ഇറങ്ങുന്നത്. ഇവിടെ മദീനത്തെ ഞങ്ങളുടെ രസികത്തി പെണ്ണിന്റെ കൂടെ മക്കത്ത് എത്രയോ ദൂരം കിടക്കുന്ന നിങ്ങൾ വന്ന് കണ്ടില്ലേ താമസിക്കുന്നത്. ഇഷ്ടപ്പെട്ട കൂട്ടുകാരി തന്നെ. ഈ ഇഷ്ടപ്പെട്ട കൂട്ടുകാരിയെ നിങ്ങൾക്ക് കിട്ടിയത് ആത്മീയ ലോകത്തെ പരിചയമാണ്. ഇത് റസൂലുള്ളാഹി പറഞ്ഞിട്ടുണ്ട് എന്ന് ആയിഷ റളിയല്ലാഹു അൻഹ പറഞ്ഞത് സത്യമാണിത്. ഇവിടെ തന്നെ നോക്കി, കച്ചവടക്കാരും വലിയ ഇഷ്ടല്ലേ, മൂല്യന്മാരും വലിയ ഇഷ്ടല്ലേ, കുട്ടികൾ സമപ്രായക്കാര്, വയസ്സന്മാര്, പെണ്ണുങ്ങൾ യേശനും പരദൂഷണിച്ച് നടക്കുന്ന പെണ്ണുങ്ങൾ അതുപോലെ യേശനെ പരദൂഷണിച്ചുള്ളത് കണ്ടാവല്ലേ അസൂയക്കും പറ്റത്. എന്നാലും ഇഷ്ടത്തിനും നന്ന ഇറക്കാണെങ്കിൽ ഇഷ്ടം അവിടെ തന്നെ വരാ. പരസ്പരം യോജിപ്പ് എവിടെയെങ്കിലും കാണാതെ വരൂല. വലിയ വിദ്വാനാണ് മാലിക് ഇബ്നു ദീനാർ റളിയല്ലാഹു അൻഹു, താബിഈ പ്രമുഖനായ പണ്ഡിതൻ. മാലിക് ഇബ്നു ദീനാറിന്റെ ഒരു നിരീക്ഷണം, അദ്ദേഹം പറഞ്ഞു, ലാ യത്തഫിഖു ഇസ്നാനി ഫീ അശ്റ. 10 അംഗങ്ങളുള്ളയിടത്ത് ആ കൂട്ടത്തിൽ നിന്നൊരു 10 ആള് കൂടിയേർക്കുന്ന 2 ആള് തമ്മിൽ ഐക്യമുണ്ടെങ്കിൽ ഇല്ലാ വഫീ അഹദിഹിമാ വസ്ഫും മിനൽ ആഖർ, ഒരാളിൽ അപരനിൽ മറ്റവനിലുള്ള എന്തോ ഒരു ഗുണത്തിൽ അവർ തമ്മിൽ കൂറുണ്ട്. ഇതില്ലാതെ ഓലോ ഒക്കില്ല. 10 ആള് കൂടിയ സംഘത്തിൽ സ്വകാര്യം പറയാനോ അടക്കം പറയാനോ 2 ആൾക്ക് തമ്മിൽ യോജിപ്പ് വന്നാൽ ഇവർ 2 ആളും തമ്മിൽ എന്തോ ഒരു ബന്ധമുണ്ട്. ഒന്നിച്ച് പറക്കുന്ന പറവകൾ തമ്മിൽ ഒരു ബന്ധമില്ലാതെ പറക്കൂല. ഒപ്പം ഏഞ്ഞു തിന്നുന്ന കാലുകൾ തമ്മിൽ അവക്കിടയിൽ എന്തെങ്കിലും ഒരു ബന്ധമില്ലാതെ കൂടൂല. തമ്മിൽ സംയോജിപ്പിക്കുന്ന എന്തെങ്കിലും ബന്ധമില്ലാതെ പറവകളാവട്ടെ മനുഷ്യരാവട്ടെ ജീവികളാരും ഒത്തുകൂടൂല. ഇത് തന്റെ അഗാധമായ നിരീക്ഷണത്തിന്റെ അടിസ്ഥാനത്തിൽ താൻ സ്ഥാപിച്ച തത്വമാണ്. താനത് പറയാറുണ്ടായിരുന്നു. ഇതിനിടയിലാണ് ഒരൈക്യവും കാണാത്ത ഒരു മേടപ്രാവും കാക്കയും തമ്മിലൊരു കൂട്ട്. ഉപരിശ്രദ്ധപ്പെട്ട് മേടപ്രാവും കാക്കയും. കാക്കേര് മേടപ്രാവേര് പ്രകൃതി വളരെ ഭിന്നാണ്. യാതൊരു പ്രകൃതിയിലും ഒക്കൂല. മേടപ്രാവ് നമുക്ക് വലിയ ഇഷ്ടല്ലേ. വീടിന്റെ ഉള്ളിലും കൊത്തളങ്ങളുടെ ഉള്ളിലും നമ്മൾ വളർത്തുന്നിടത്തൊക്കെ മേടപ്രാവ് വലിയ ഇഷ്ടമാണ് നമുക്ക് സാധനം. കാക്ക അതിന്റെ നേരെ ഭിന്ന സ്വഭാവത്തിലാണ്. അവലക്ഷണം പറയുന്ന ജീവിയാണ് കാക്ക. ദുഷ്ടമോശപ്പെട്ട സ്വഭാവം. ആ കാക്കും മേടപ്രാവും തമ്മിൽ ഒപ്പ്. മാലിക് ഇബ്നു ദീനാർ വളരെ ആശ്ചര്യപ്പെട്ടു. ഇതിന്റെ തത്വം പൊളിഞ്ഞല്ലോ. മൂപ്പര് നിരീക്ഷിച്ച് കണ്ടെത്തിയ തത്വം പൊളിഞ്ഞല്ലോ. മേടപ്രാവും കാക്കയും തമ്മിൽ ഇതാ ബന്ധം. തമ്മിൽ എന്തെങ്കിലും ഒരു ഗുണമില്ലാതെ യോജിപ്പില്ലാതെ ഇത് കൂടുതലാണല്ലോ തത്വം പൊളിയാൻ പോവുക. അതിനിടയിലാണ് പെട്ടെന്ന് ഈ മേടപ്രാവും കാക്കയും ഒന്നിച്ച് പറന്നു നോക്കുമ്പോ കണ്ടെത്തി രണ്ടിനും കാലിന് ലേശം കുറഞ്ഞത്. കാലിന് ലേശം മുടന്ത്. മേടപ്രാവിനും കാലിനൊരു ലേശം മുടന്ത്. കാക്കും ഈ മുടന്തിൽ രണ്ടും കൂടി ഒപ്പം നിന്നപ്പോഴാ ഇതിന്റെ കൂട്ട്.
മാലിക് ബിൻ ദിനാർ തത്വം ഒന്നുകൂടി ഊട്ടി ഉറപ്പിച്ചു. എന്തെങ്കിലും നിലക്കൊരു മുഷാക്കലത്ത് ഒരു യോജിപ്പില്ലാതെ ഒരാളും മറ്റൊരാളും തമ്മിൽ യോജിപ്പുണ്ടാവില്ല. മൃഗങ്ങൾ തമ്മിലില്ല, ആരും തമ്മിലില്ല. ഇതാണ് അതിന്റെ കണക്ക്. ഇത് വലിയ വലിയ കവികളൊക്കെ പറയാറുള്ള തത്വമാണ്. വലിയൊരു കവി. എന്തെങ്ങൾ രണ്ടാളും ഇങ്ങനെയാണ് പിരിയാൻ എന്നോട് അവർ ചോദിച്ചു. ഇങ്ങനെയല്ല അങ്ങനെ നമ്മൾ പറയില്ലേ, നമ്മുടെ നാട്ടിൽ ഓരോ ഭാഷ കൂട്ടിക്കോളി. എന്തായാലും ഭാഷ എന്നറിയില്ല, ഓരോ നാട്ടിൽ ഓരോ ഭാഷക്കാരാണ്. അറബിൽ അറിയപ്പെടുന്നൊരു ഭാഷ വേറെയാണ്. ഇങ്ങനെ രണ്ടാളും ഒന്നിച്ചു വരുമ്പോൾ വല്ലാതെ ഒന്നിച്ചു വരുന്നവർക്കൊരു വാക്കുണ്ടല്ലോ, അങ്ങനെ എന്തും വാക്ക് പറയാം. നിങ്ങൾ എങ്ങനെ രണ്ടാളും ഭിന്നിക്കാൻ? ഇങ്ങനെയായിരുന്നല്ലോ നിങ്ങൾ, എങ്ങനെ ഭിന്നിച്ചു? അവിടെയും വരെയൊക്കെ കുറ്റം പറയുന്നത്. ഞാൻ നല്ല മര്യാദ ഉള്ളൊരു വാക്ക് പറഞ്ഞു. ഓനും ഞാനും തമ്മിൽ സദൃശതല്ല, ഓൻ എന്റെ വകയിൽപ്പെട്ടതല്ല, അതുകൊണ്ട് പിരിഞ്ഞു. വലിയ നല്ലത്. എന്റെ വകയിൽപ്പെട്ടതാണെങ്കിലേ ഞാൻ ഒത്തുനിൽക്കൂ. കൂടെ നിൽക്കണമെങ്കിലും ഒത്തുപിരിയാതെ നിൽക്കണമെങ്കിലും അത് ശരിക്കും വക ഒന്നാകണം. വക ഒന്നല്ലെങ്കിൽ പിരിഞ്ഞു പോകുക അവസാനത്തുമ്പോൾ. ഇതാ പിരിഞ്ഞത്. എന്താണ് കവി മനസ്സിലാക്കുന്നത്? ഈ കവിതയുടെ ഭാവനയിൽ ഈമാനൊന്നുമില്ല. അവിടെയാണ് അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ വഹയിന്റെ വിവരത്തിന്റെ പ്രാധാന്യം. ഇതിന്റെ സാക്ഷാൽ കാരണം നിങ്ങളറിയുന്ന ലോകത്തല്ല, ഈ നിങ്ങളറിയുന്ന പദാർത്ഥ ലോകത്തിന്റെ മീതെ ഇതിനെല്ലാം നിയന്ത്രിച്ചുകൊണ്ടിരിക്കുന്ന വൽമുദബ്ബിറാത്തി അംറാ, ഈ പദാർത്ഥ ലോകത്തെ എല്ലാം നിയന്ത്രിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ആത്മീയ ലോകമുണ്ട്. ആത്മീയ ലോകത്തെ ആത്മാക്കളാണ് ഈ പദാർത്ഥ ലോകത്തെ ചലിപ്പിക്കുന്നത്. ആത്മീയ ലോകത്തെ അംശങ്ങളാണ് ഈ പദാർത്ഥ ലോകത്തെ ചലനങ്ങൾ കൊടുക്കുകയും നടത്തുന്നത്. മീകായിൽ, ജിബ്രീൽ അലൈഹിസ്സലാം ഇങ്ങനെയുള്ള മലക്കുകൾ ആത്മീയ ലോകത്തിന്റെ ഭാഗമാണ്. നല്ല നിലക്ക് മരിച്ച ഔലിയാക്കൾ, അമ്പിയാക്കൾ ഇവരൊക്കെ ആത്മീയ ലോകത്തിന്റെ ഭാഗമാണ്. ഇങ്ങനെയുള്ളവരൊക്കെ ഭരിക്കുന്ന ഭരണം, ആ ഭരണത്തിന്റെ ലോകത്തെ രഹസ്യമാണ് പദാർത്ഥ ലോകത്തിന്റെ ഇണക്കത്തിന്റെ കാരണമെന്ന് ശഫീഉനാ റസൂലുള്ളാഹി അൽ-അർവാഹു ജുനൂദും മുജന്നദ. ഇതവിടെയാ അൽ-അർവാഹു ജുനൂദും മുജന്നദ ഫമാ തആറഫ മൻ ഹൽതലഫ് വമാ തനാകറ തലഫ്. അപ്പൊ തമ്മിലൊരു സദൃശത, തമ്മിലൊരു പൊരുത്തം വേണം. അതിന് ശരിയായ മലയാളം അതാ മാപ്പിള ഭാഷ, പൊരുത്തം. ഈ പൊരുത്തം എന്ന അർത്ഥത്തിൽ സ്നേഹിക്കാൻ നോക്കിയാലും ഏറ്റവും അധികം നമ്മളുമായി പൊരുത്തം ഏറ്റവും അധികം നമ്മൾ മനസ്സിലാക്കേണ്ടത് അള്ളാഹുവിനെയാണ്. അള്ളാഹുവിനുള്ള അത്ര പൊരുത്തം നമ്മളുമായി മറ്റൊരാൾക്കില്ല. അള്ളാഹുമായിട്ടുള്ള പൊരുത്തം. പക്ഷെ ഇത് പേക്കാൻ പറ്റൂലേ. അള്ളാന്റെ പൊരുത്തം എന്നറിയുമ്പോൾ അള്ളാന്റെ ഒരു ഗുണത്തിലും നമ്മൾ സദൃശരല്ല, അള്ളാഹുവിന്റെ തിരുദാത്തിന്റെ ഒരംശത്തിലും നമ്മൾ സദൃശരല്ല. ബഹുമാനപ്പെട്ട തത്വജ്ഞാനികളായ ഫിലോസഫിസ്റ്റുകളും സൂഫിയന്മാരും ഇവിടെ പറയുന്നു, ഇവിടെ പേന വലിക്കേണ്ട സ്ഥലമാണ്, വാക്ക് ചുരുക്കേണ്ട സ്ഥലമാണ്. വലിയ വലിയ വിദ്വാൻമാർ പോലും ഇവിടെ അടിപടറിപ്പോയിട്ടുണ്ട്. അനൽ ഹഖ്, പടച്ചവനും സിറ്റിയും തമ്മിലുള്ള പൊരുത്തം മനസ്സിലാക്കിയിട്ട് അത് മനസ്സിലാകാതെ ഞാനാണ് ഹക്കെന്ന് പറഞ്ഞു പോയിട്ടുണ്ട്. ചിലർ കാലിടറിയതാണ്, വലിയവരാണ്, മഹാത്മാക്കളാണ്, ഔലിയാക്കളാണ്. പക്ഷേ അല്ലാഹുവിന്റെ ലോകത്തെ പടപ്പുകളുമായിട്ടുള്ള സൃഷ്ടാവിന്റെ ബന്ധം തമ്മിൽ പരന്ന് 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 നോക്കിയപ്പോ ഞാൻ തന്നെയല്ലേ ഹക്ക് എന്ന് അനുഭവത്തിന്റെ അടിസ്ഥാനത്തിൽ അനുഭൂതിയായി മനസ്സറിയാതെ അവരുടെ നാക്കിൽ നിന്ന് പുറത്തു വന്നുപോയി. കണ്ടുവരുന്നേ ഹല്ലാജൊക്കല്ലേ, ഹല്ലാജ കൊല്ലുന്ന അളന്നു ഞാനുണ്ടെങ്കിൽ അവരെ കൈപ്പീടിത്തേനും ഞാനെന്നോവർ. ഹല്ലാജ് അനൽ ഹഖ്, അനൽ ഹഖ്. മഹാനായ ഇമാം മുഹീദ്ദീൻ ശൈഖ് റളിയല്ലാഹു അൻഹു തങ്ങൾ പറഞ്ഞ അസറൽ ഹല്ലാജ്, ഹല്ലാജ് ഒരു ലേശം കാലിടറി. പുറത്തെത്തിയപ്പോൾ കാലിടറി, അനുഭൂതിയിൽ മാറി. നീ തന്നെയാണ് ഞാൻ, ഞാൻ തന്നെയാണ് നീ, ഞാൻ തന്നെയാണ് പരമസത്യം എന്നൊക്കെ അറിയാതെ വരുന്ന വാക്കാണ്. അറിയാതെ വരുന്ന വാക്കിന് കുഴപ്പമൊന്നുമില്ല, ഇത് സ്വർഗത്തിലും വരും അറിയാതെ വരുന്ന വാക്ക്. സ്വഹീഹുൽ ബുഖാരി മുസ്ലിം നിവേദനം ചെയ്ത സ്വർഗത്തിൽ അവസാനം കടക്കുന്ന ഒരാളുടെ ഹദീസുണ്ട്. ഇതൊക്കെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ആഖിറത്തിൽ. സ്വഹീഹുൽ ബുഖാരി മുസ്ലിം ഒക്കെ നിവേദനം ചെയ്ത ഹദീസാണ്. അവസാനം വരുന്ന ആള് സന്തോഷത്തിൽ അല്ലാഹു സ്വർഗം കൊടുക്കുമ്പോൾ അയാൾ പറയുന്ന വാക്ക് അല്ലാഹുമ്മ അൻത അബ്ദി വ അന റബ്ബുക. പടച്ചോനെ നീ എന്റെ അടിമയാണ്, ഞാൻ എന്റെ റബ്ബാണ് എന്ന് പറഞ്ഞു പോകും. ശഫീഉനാ റസൂലുള്ളാഹി. കാഫിറാവില്ലേ ഇത് പറഞ്ഞാല്? ഇത് പറഞ്ഞാൽ കാഫിറാവില്ലേ? അവസാനം അല്ലാഹു സ്വർഗം കൊടുക്കുന്ന ആള് മുശ്രിക്ക.
പടച്ചോനെ അബുദാന്ന് പറയുന്ന ആള് ഇത് സന്തോഷാധിക്യം കൊണ്ട് എന്താണ് പറയുന്നതെന്ന് അറിയാതെ നാക്കിൽ നിന്നങ്ങ് വന്നുപോകുന്നതാണ്. ഇങ്ങനെ വരുന്ന വാക്ക് അനുഭവത്തിന്റെ അടിസ്ഥാനത്തിൽ കിട്ടാതെ വന്നപ്പോ ചിലർ പറഞ്ഞു അനൽ ഹക്ക്. ഇവിടെയൊന്നും നമ്മൾ ചിന്തിച്ചാൽ പറ്റൂല. എന്നാലും മഹാന്മാരായ തത്വജ്ഞാനികൾ വിവരിക്കുന്നു, അള്ളാഹു കേൾവിയുള്ളവൻ, നമ്മൾ കേൾവിയുള്ളവൻ. അള്ളാഹു അറിവുള്ളവൻ, നമ്മൾ അറിവുള്ളവൻ. അള്ളാഹു കാണുന്നവൻ, നമ്മൾ കാണുന്നവൻ. ഇതുകൊണ്ടൊന്നും ശിർക്ക് വരുമല്ലോ. ശിർക്ക് എന്ന് പറയുമ്പോൾ ഒത്തിരി വേഗം വരുന്നൊന്നല്ല. ഈ പറച്ചിലൊന്നും വരില്ല. നമുക്ക് കേൾവിയുണ്ട്, പടച്ചവനും കേൾവിയുണ്ട്. നമുക്കും അറിവുണ്ട്, പടച്ചവനും അറിവുണ്ട്. നമുക്ക് കാഴ്ചയുണ്ട്, പടച്ചവനും കാഴ്ചയുണ്ട്. ഇത് രണ്ടും തമ്മിൽ എത്ര അന്തരമുണ്ട്. നമ്മളെ കണ്ണും കാതും കേൾവിയും കാഴ്ചയൊക്കെ അള്ള തന്നതാ. അള്ള എപ്പോ പിൻവലിച്ചോ അതില്ലാതെയാകും. അള്ളാഹുവിന്റേത് ഖദീമാണ്, ആരും കൊടുത്തതല്ല, സ്വയമുള്ളതാണ്, ഒരിക്കലും പിൻവലിയൂല, ആരും പിൻവലിക്കൂല. അതാണ് ഒറ്റക്കുള്ളത്, നമ്മുടേതായാലൊന്നും പെട്ടതല്ല. പക്ഷേ ഗുണങ്ങളുടെ കാര്യത്തിൽ താരതമ്യല്ലേ ഉണ്ട്. പടപ്പുകൾക്കെല്ലാമുണ്ട്, സൃഷ്ടികൾക്കെല്ലാമുണ്ട് അത്തരത്തിലുള്ള താരതമ്യം. ചിലയിടത്ത് ആ താരതമ്യം തീർത്തും അന്യമാണ്, ചിലയിടത്ത് താരതമ്യം നമുക്ക് വേഗം ബോധ്യപ്പെടും. നമുക്ക് കുറച്ചും കൂടി താരതമ്യം ഏറുണ്ട്. ആലിം അല്ലാഹു തആലാന്റെ അറിവ് അത് നമുക്കുണ്ട്. പോത്തിനില്ല, കുതിരക്കില്ല, മയിലിനില്ല, ഏറ്റവും ഉയർന്ന ആനക്കില്ല, വലിയ സാധനത്തിനൊന്നുമില്ല, നമ്മക്കുണ്ട് അറിവ്. അതിലും വലിയതെന്താ? അപ്പൊ അറിവ്, കേൾവി, കാഴ്ച എന്നിങ്ങനെയുള്ള ഗുണങ്ങളിലൊക്കെ താരതമ്യമുള്ള അല്ലാഹുവിനെ, ആ അല്ലാഹുവിന്റെ ഗുണങ്ങളെപ്പോലെ വളർന്നു നിൽക്കാൻ തഖല്ലഖൂ ബിഅഖ്ലാഖില്ല. അല്ലാഹു തആലാന്റെ സ്വഭാവങ്ങളും സിഫത്തുകളും നിങ്ങൾക്ക് നേടണം. പടച്ചോന്റെ റഹ്മാൻ, പരമകാരുണ്യകൻ, ദുനിയാവിൽ വഴിപ്പെട്ടവർക്കും വഴിപ്പെടാത്തവർക്കും ഇഷ്ടപ്പെട്ടവർക്കും ഇഷ്ടപ്പെടാത്തവർക്കും ഒക്കെ കരുണ ധരിക്കുന്നവൻ. നിങ്ങളും ആകെയോ അങ്ങനെ വഴിപ്പെട്ട ആളുകൾക്ക് നല്ലോണം അറിഞ്ഞ് പ്രതിഫലം ചെയ്യുന്നവൻ പ്രതിഫലത്തിന്റെ ലോകത്ത്. അത് ഇഹ്സാൻ ചെയ്തവർക്ക് നിങ്ങളും അങ്ങനെ റഹ്മത്ത് ചെയ്യണം. വല്ലതും ഇഹ്സാൻ ചെയ്തവർക്ക് അല്ലാഹു ശാകിർ, നന്ദിയുള്ളവനാണ്, നിങ്ങളും നന്ദി ചെയ്യണം. അല്ലാഹു തആലാന്റെ ഗുണങ്ങൾ നമ്മളോടൊപ്പം സമന്വയിപ്പിക്കാൻ പറ്റും. അപ്പൊ ആ അർത്ഥത്തിൽ സ്നേഹിക്കണമെങ്കിലും മറ്റേതൊരു സൃഷ്ടിയോടും മറ്റേതൊരു സമസൃഷ്ടിയോടും മറ്റേതൊരു കൂട്ടുകാരനോടുമുള്ളതിനേക്കാൾ കൂട്ട്, ആ കൂട്ടുകളെല്ലാം ഒരുക്കി സംവിധാനിച്ച ആ ന്യൂനതകളെല്ലാം നമ്മളുള്ളതോടൊപ്പം പൂർണ്ണതയുടെ ഗുണങ്ങളെല്ലാം നമുക്ക് നൽകിയ യഥാർത്ഥ പൂർണ്ണനും സമ്പൂർണ്ണനുമായ അല്ലാഹുവാൻ. അതാണ് ബഹുമാനപ്പെട്ട ഹാത്തമുൽ അസ്വദ് റളിയല്ലാഹു അൻഹു തങ്ങൾ പറയുന്നത്. ആ അർത്ഥത്തിൽ ഞാൻ ചിന്തിച്ചപ്പോ ഖബറിന്റെ അകത്ത് കിട്ടുന്ന പിരിശം, ഖബറിന്റെ അകത്ത് കിട്ടുന്ന സ്നേഹം, ആ സ്നേഹം അല്ലാഹുവിന്റെ പേരിൽ സ്നേഹിച്ചവരുടെ സ്നേഹമേ കിട്ടൂ. പടച്ചവന്റെ പേരിൽ സ്നേഹിച്ചവരുടെ സ്നേഹം അത് വല്ലാത്തൊരമലാണ്. ആഖിറത്തിൽ പോലും അമ്പിയാക്കളും ഔലിയാക്കളും വരെ കൊതിച്ചു പോകും ആ പദവീന. അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്ന ഹദീസ് ഇമാം നസാഇ നിവേദനം ചെയ്യുന്നു, ഇന്ന ഹൗലൽ അർശി മനാബിറ മിൻ നൂർ. പ്രകാശത്തിന്റെ കുറെ സിംഹാസനങ്ങളുണ്ട് അർശ് എന്ന മഹാഗോളത്തിന്റെ ചുറ്റും. ആഖിറത്തിൽ വിചാരണയുടെ നാളിൽ മഹ്ശറിൽ അർശ് എന്ന മഹാഗോളത്തിന്റെ ചുറ്റും ഒരു വലിയ കൂട്ടം പ്രകാശത്തിന്റെ മിമ്പർ. അലൈഹാ ഖൗം, ആ മിമ്പറിൽ സിംഹാസനത്തിൽ ഉപവിഷ്ടരായി മിമ്പറിന്റെ മുകളിൽ കയറിയിരിക്കുന്നു കുറെ കൂട്ടർ. ലിബാസുഹും നൂർ വവുജൂഹുഹും നൂർ, അവരുടെ മുഖത്തും വെളിച്ചം, അവരുടെ വസ്ത്രങ്ങളിലും വെളിച്ചം. നല്ല പ്രകാശത്തിന്റെ മുഖമുള്ള പ്രകാശ വസ്ത്രങ്ങൾ അണിഞ്ഞവർ. ലൈസൂ ബി അംബിയാ, അവർ നബിമാരല്ല. വലാ ശുഹദാ, രക്തസാക്ഷികളല്ല. പക്ഷേ യഗ്ബതുഹുമുൻ നബിയ്യൂന വശുഹദാ, നബിമാർക്ക് പോലും അവർ കണ്ട് മോഹിച്ചു പോകും, മോഹം വന്നു പോകും. ഇവർ ഈ സിംഹാസനത്തിൽ എല്ലാവരും നിൽക്കുമ്പോ ഇത് റസൂലുള്ളാഹിക്കും സിദ്ദീഖുൽ അക്ബർ എന്നവർക്കും ഉമർ എന്നവർക്കുമൊക്കെ മഹ്ശറിൽ സിംഹാസനമുണ്ട്. മഹ്ശറിന്റെ കഥ പഠിക്കുമ്പോൾ സിംഹാസനം ഉള്ളവരും ഇല്ലാത്തവരും ഒക്കെ ഉണ്ട്. സ്ഥാനം കുറഞ്ഞവരും സ്ഥാനം ഏറിയവരും ഒക്കെ പല വിധേന വരുവാടാ. ആ കൂട്ടത്തിൽ അള്ളാന്റെ ഹബീബായ നബിക്കും 4 ഖലീഫമാർക്കും നല്ല സുഖമുള്ള സിംഹാസനമുണ്ട്. അതൊക്കെ ഇരുത്തി വിരിച്ചിട്ട് അവിടെ വിചാരണയൊക്കെ തുടങ്ങുള്ളൂ. വല്ലാത്ത ലോകമാണ്. ആ ലോകത്തെ വിവരമാണ് അർശിന്റെ സിംഹാസനത്തിന്റെ ചുറ്റും കാണുന്ന മിമ്പർ. ആ മിമ്പറുകളിൽ നബിമാർക്ക് വരെ മോഹം തോന്നുന്ന വിധം നല്ല പ്രകാശത്തിന്റെ മിമ്പർ. ആരാണവർ? ഫഖാലു യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ റസൂലേ ആരാണ്? വസിഫും ലനാ, അവർ ഞങ്ങൾക്കൊന്ന് പറഞ്ഞു തരേ. ആരംഭ നബി തങ്ങൾ പറഞ്ഞു, ഹുവൽ മുതഹാബ്ബൂന ഹുമുൽ മുതഹാബ്ബൂന ഫില്ലാഹ് വൽ മുതജാലിസൂന ഫില്ലാഹ് വൽ മുതസാദിറൂന ഫില്ലാഹ്. അവർ ഇഷ്ടപ്പെടുന്നത് അല്ലാഹുവിന്റെ പേരിലാണ്,
അവരുടെ സ്നേഹം അല്ലാഹുവിന്റെ പേരിലാണ്. അവർ കൂടിയിരിക്കുന്നത് അള്ളാന്റെ പേരിലാണ്. അവർ ഒന്നിച്ചിരിക്കുന്നത് അള്ളാന്റെ ഇൽമിലും അള്ളാന്റെ ദിക്റിനും അള്ളാനെ ഓർക്കാനും അള്ളാന്റെ പേരിൽ മുസ്ലിമീങ്ങൾ എന്ന നിലക്കാൻ. അവർ സന്ദർശിക്കുന്നതും രോഗമായാൽ സന്ദർശിക്കുന്നതും വിരസത നീക്കാൻ സന്ദർശിക്കുന്നതുമെല്ലാം അള്ളാഹുവിന്റെ പേരിലാണ്. അള്ളാഹുവിന്റെ പേരിൽ മാത്രം പിരിച്ചപ്പെട്ടവർ. അർശിന്റെ നിഴൽ നാളെ 7 വിഭാഗത്തിന് കൊടുക്കുമെന്ന് അള്ളാഹുവിന്റെ ഹബീബായ നബി തങ്ങൾ പറഞ്ഞ ആ 7 വിഭാഗത്തിൽ ഒരു ഇണക്കൂട്ടമുണ്ട്. പടച്ചവന്റെ പേരിലാണ് അവർ പിരിശം വെച്ചത്. അള്ളാഹുവിന്റെ പേരിൽ പിരിശം വെച്ചവർ. അള്ളാന്റെ പേരിൽ പിരിശം എന്ന അതിന്റെ അർത്ഥം പടച്ചോൻ നിശ്ചയിച്ച കാരണത്തിന്റെ പേരിലാണ് അവരുടെ പിരിശം. എനിക്കോനീന്ന് എന്ത് കിട്ടുമെന്ന് നോക്കിയല്ല പിരിശം. ഓൻ ചൊർക്കുണ്ടല്ലോ എന്ന് നോക്കിയല്ല പിരിശം. ഓനെന്റെ ബാപ്പാക്ക് സഹായിച്ചോനേനിന്ന് നോക്കി മാത്രമല്ല പിരിശം. അള്ള പറഞ്ഞോ, അള്ളാഹുവിന്റെ അർത്ഥത്തിൽ അവരെ സംയോജിപ്പിക്കുന്ന പോയിന്റ് ഏത്? ഈ പോയിന്റിന് പ്രാധാന്യം നൽകിയിട്ടാണ് അവൻ പിരിശം വെച്ചതെങ്കിൽ ആ പിരിശമാണ് അവിടുത്തെ ഉപകാരപ്പെടുന്ന ഹുബ്ബ്. ബഹുമാനപ്പെട്ട ഹാത്തമുൽ അസം റളിയല്ലാഹു അൻഹു തങ്ങൾ പറയുന്നു, ഞാൻ അള്ളാഹുവിന്റെ പേരിൽ സ്നേഹിക്കുന്നു. ഹസനാത്തുകളും ഇഷ്ടപ്പെട്ട സൽക്രമങ്ങളും. ഒരു സത്യവിശ്വാസിയുടെ മുഖത്ത് നോക്കി ഞാൻ ചിരിച്ചു. ചിരിച്ചപ്പന്റെ സ്ഥിതി എന്താ? ഓ നല്ല മൂമിനായ മനുഷ്യനല്ലേ, അള്ളാന്റെ പേരിലാണ് ആ സ്നേഹം. മൂമിനായ മനുഷ്യനല്ലേ, എന്റെ അയലോക്കക്കാരനല്ലേ എന്ന് അയാൾ വേറൊരു ബന്ധം. അയലോക്കക്കാരനല്ലേ എന്ന് തോന്നുന്ന സ്നേഹം അവിശ്വാസിക്കൂല്ലേ, ശങ്കരനായർക്കൂല്ലേ, നമ്മുടെ നാട്ടിലുള്ള അവിശ്വാസികൾക്കും നമ്മുടെ കൂടെയുള്ളവർക്കൊക്കെ അല്ലേ, എല്ലാവർക്കുമുണ്ട്. എവിടെയാണ് നമ്മുടെ വ്യത്യാസം? അയൽവാസിയാണ്. അയൽവാസിയെ സ്നേഹിക്കാൻ അള്ളാന്റെ റസൂല് കൽപ്പിച്ചിരിക്കുന്നു എന്ന് നമ്മുടെ മനസ്സിൽ വന്നാൽ അള്ളാന്റെ പേരിലുള്ള സ്നേഹമായി. അവിടെയാണ് പടച്ചോനെയും സുന്നത്തിനെയും നബിനെയും ഓർക്കുകയെന്ന് പറഞ്ഞത്. അള്ളാനെ ഹബീബായ നബിയെയും ഓർത്തുകൊണ്ടാണ് ആ സ്നേഹമെങ്കിൽ അതാണ് പടച്ചോന്റെ പേരിലുള്ള സ്നേഹം. ആ സ്നേഹത്തോടുകൂടെ ചെയ്യുന്ന കർമ്മങ്ങളല്ലാതെ അതാണ് സത്കർമ്മം. സത്കർമ്മം എന്നറിയുന്നതാണ് പുഞ്ചിരിക്കുന്നത് സ്വതക്ക, ദാനം ചെയ്യുന്നത് സ്വതക്ക, നിന്റെ ഭാര്യയ്ക്ക് നീ കൈകൊണ്ട് ഉരുട്ടിയിട്ട് അവരുടെ വായിൽ വെച്ചു കൊടുക്കുന്നത് പുണ്യകർമ്മമായി. ആഖിറത്തിൽ നിനക്ക് ഖബറിന്റെ അകത്ത് നിന്റെ കൂടെ കിടക്കുന്ന പുണ്യകർമ്മമാകുന്നുവെന്ന് ശഫീഉനാ റസൂലുള്ളാഹി. ഇത് സ്വന്തം ഭാര്യയ്ക്ക് ഉരുട്ടിക്കൊടുക്കാത്ത സ്നേഹമുള്ള ഭർത്താവ് ദുന്യാവിൽ എവിടെയാ? ആരുണ്ടാവൂല. ഞാനും ഓളും നല്ല സ്നേഹ ഇഷ്ട താജ്മഹൽ എന്നൊക്കെ ഓർത്തുങ്ങാണ്ടാണെന്ന് വെച്ചാൽ അതൊന്നും അള്ളാന്റെ അല്ല. നേരെ മറിച്ച് എന്റെ ഭാര്യയ്ക്ക് നിർബന്ധമായതാണ് ഞാൻ ഈ കൊടുക്കുന്നത്. അവൾ സന്തോഷിക്കേണ്ടതും അവളെ സന്തോഷിപ്പിക്കേണ്ടതും എന്റെ കടമയാണ്. ആ കടമ നിറവേറ്റാൻ ദുർബലയായ ഒരു പെണ്ണിനെ എന്റെ ചുമലിൽ വെച്ച് തന്ന അല്ലാഹു എന്നെ കൊണ്ട് തന്നെ സന്തോഷം കൊടുക്കേണ്ട ഈ ദുർബല ജീവിക്ക് ഞാനിതാ തിന്നാൻ കൊടുക്കുന്നു, സന്തോഷത്തിലാ കൊടുക്കുന്നത് എന്ന ചിന്തയുണ്ടെങ്കിൽ ആ ഭാര്യയുമായി ഭോഗം നടത്തുമ്പോ ഹറാമായതിൽ നിന്ന് മാറി നിൽക്കാൻ അള്ള എനിക്ക് ഹലാലാക്കിയതല്ലേ ഇത് എന്ന ചിന്തയുണ്ടെങ്കിൽ ഇത് അള്ളാന്റെ പേരിലുള്ള കർമ്മമാണ്, സത്കർമ്മമാണ്. ആ വിചാരമൊന്നും വരാഞ്ഞാലോ അത് പോയി. അള്ളാന്റെ പേരിലുള്ള എന്തെങ്കിലും ഒരു വിചാരം, റസൂലുള്ളാന്റെ സുന്നത്ത്, അള്ളാഹു പറഞ്ഞത്, അള്ളാഹ്ക്ക് വഴിപ്പെടുന്നത് എന്ന് വിചാരം വന്നാൽ നമ്മുടെ സാധാരണ കർമ്മങ്ങളെല്ലാം ഹസനാത്ത്. ആ ഹസനാത്തുകളെല്ലാം നാളെ ഖബറിന്റെ അകത്ത് വെളിച്ചമായി കിട്ടും. ഹാത്തമുൽ അസം റളിയല്ലാഹു അൻഹു തങ്ങൾക്ക് ഭാര്യയെ സംഭോഗം നടത്താം, അത് ഖബറിന്റെ അകത്ത് കിട്ടും. പക്ഷേ നമ്മൾ ഭാര്യയെ സംഭോഗം നടത്തുന്നത് ഖബറിന്റെ അകത്തില്ല. ഹാത്തമുൽ അസം ഭാര്യയ്ക്ക് വായിലേക്ക് ഉരുട്ടിക്കൊടുത്ത ആ ഉരുട്ടിക്കൊടുത്ത ഭക്ഷണത്തിന്റെ സ്നേഹമസൃണമായ പെരുമാറ്റം നാളെ ഖബറിന്റെ അകത്ത് വെളിച്ചമായി വരും. നമ്മക്കത് കിട്ടൂല. ഹാത്തമുൽ അസം പ്രസംഗിച്ചത് അല്ലാഹുവിന്റെ ലോകത്ത് ഖബറിൽ വരുമ്പോഴും പരലോകത്തും ഹസനത്തായി വർത്തിക്കും. പക്ഷേ നമ്മക്കത് കിട്ടൂല. കാരണം എന്താണ്? അള്ളാനെ വിചാരിച്ചില്ല, ഹബീബായ നബിയുടെ സുന്നത്തെന്ന് വിചാരിച്ചില്ല. ഇത് വിചാരിക്കുമ്പോഴാണ് ഹസനത്താവുക. ഈ പടച്ചവന്റെ ബന്ധം, റസൂലുള്ളാന്റെ ബന്ധം കൂട്ടി വിചാരിച്ചിട്ട് എല്ലാം എനിക്ക് ഖബറിൽ ഉപകാരപ്പെട്ടതാക്കി. ഹാത്തമുൽ അസം ശഖീഖുൽ ബൽഖി പറഞ്ഞു, ഓഹോ വല്ലാത്ത മസാല. വരട്ടെ, രണ്ടാമത് സമസ്താനിയ. രണ്ടാമത് അദ്ദേഹം പറഞ്ഞു, നളർത്തു ഫീ ഖൗലില്ലാഹി അസ്സ വജൽ, ഞാൻ ഖുർആനിൽ ഒരു വാക്ക് ആലോചിച്ചു. വഅമ്മാ മൻ ഖാഫ മഖാമ റബ്ബിഹി വനഹൻ നഫ്സ അനിൽ ഹവാ ഫഇന്നൽ ജന്നത ഹിയൽ മഅവാ. എത്ര തവണ നമ്മൾ ഉറുദു കേൾക്കുന്ന ആയത്താണ്, എത്ര വായലുകളിൽ കേട്ട ആയത്താണ്, എത്ര തവണ നമ്മൾ കേട്ട, എത്ര തവണ ഖുർആനിൽ നിന്ന് പാരായണം ചെയ്ത ആയത്ത്. ഈ ആയത്ത് തന്നെയാണ് ഹാത്തമുൽ അസം റളിയല്ലാഹു അൻഹു തങ്ങൾ ചൊല്ലിയത്.
മഹാനർ ഗുരുവിനോട് പറയാണ്, പടച്ചോന്റെ മുമ്പിൽ നിൽക്കും എന്ന പേടി ഒരാൾക്കുണ്ടായി. ഭാഷാർത്ഥം അതാണ്. അമ്മാമൻ ഖാഫ, വല്ലവനും പേടിച്ചാൽ ഭയന്നാൽ ഇവിടെ നിന്ന് മഖാമ റബ്ബിഹി, നാളെ അവിടെ അല്ലാഹുവിന്റെ മുമ്പിൽ നിൽക്കേണ്ടി വരുന്ന നൃത്തത്തെ അവൻ മനസ്സാ ഭയന്നാൽ, ആ നൃത്തത്തിന്റെ സമയത്ത് എനിക്കെന്തുണ്ടാകുമെന്ന് ആലോചിച്ച്, അതിന്റെ ദൈർഘ്യത്തിൽ നിന്ന് തുണക്കാൻ എന്തുണ്ടാകുമെന്ന് ആലോചിച്ച്, എന്റെ മോഹങ്ങളെ തൊട്ട്, എന്റെ താല്പര്യങ്ങളെ തൊട്ട്, എന്റെ പുരുഷങ്ങളെ തൊട്ട്, എന്റെ അഭിരുചികളെ തൊട്ട് സ്വന്തം ശരീരത്തെ അവൻ ഒഴിച്ചു നിർത്തി ആ ശരീരത്തിന്റെ താല്പര്യങ്ങളൊക്കെ അവൻ നിഷേധിച്ചാൽ, ശരീരത്തിന് കൊടുക്കാതെന്നാൽ, വല്ലാത്ത വാക്കാ. പടച്ചോന്റെ മുമ്പിൽ നിൽക്കേണ്ടി വരുമെന്ന് പേടിച്ചിട്ട് ശരീരത്തിന്റെ ഹവകളൊക്കെ മാറ്റി നിർത്തുക. അത് റിയാദയുടെ ഏറ്റവും ഉയർന്ന വാക്കാണ്. ഔലിയാക്കന്മാരിൽ പലരും ഈ ഹവ പോകാൻ വളരെ സാഹസപ്പെട്ട് പലതരത്തിലുള്ള പ്രവർത്തനങ്ങൾ നടത്തിയവരാണ്. ഖാതമുൽ അസ്മ റളിയല്ലാഹു അൻഹു 33 കൊല്ലക്കാരത് പഠിച്ചിട്ട് പറഞ്ഞത്, ഈ ആയത്ത് കേട്ടപ്പോ ഞാൻ എന്റെ ശരീരത്തോട് കഠിനമായി പൊരുതി സമരം ചെയ്ത് വിഷമിപ്പിച്ചു എന്റെ നഫ്സിനെ. താൽപര്യങ്ങൾ അള്ളാഹുവിന് വിരുദ്ധമായിട്ട് എന്റെ നഫ്സിനുള്ളത് നീക്കാൻ, അള്ളാഹ്ക്കിഷ്ടമുള്ളത് മാത്രം എന്റെ താൽപര്യമായി വരാൻ, എന്റെ നഫ്സ് അള്ളാഹുവിന് വഴിപ്പെടുന്നതിലല്ലാതെ മറ്റെവിടേക്കും വരാതാകാൻ, ചിരിക്കുന്നത്, തിരിയുന്നത്, മറിയുന്നത്, ഉറങ്ങുന്നത്, മിണ്ടുന്നത്, സംസാരിക്കുന്നത് എല്ലാം പടച്ചവന്റെ ത്വാഅത്തായി മാറാൻ എന്റെ ഹൃദയം മാറ്റുന്നിടത്ത് ഞാൻ വളരെ പണിപ്പെട്ടു. മുജാഹദ, വളരെ പണിപ്പെട്ടു, വല്ലാതെ പണിപ്പെടുക. ചിലര് 40 കൊല്ലം ഉറക്കം പോക്കും, ചിലര് 40 കൊല്ലം നിരന്തരം നോമ്പേൽക്കും, ചിലര് നട്ടുച്ച വെയിലത്ത് നിൽക്കും. 25 ചുറ്റി നടന്നോവർ, ഇരിയെന്നേകൽ കേട്ടാരേയിരുന്നോവർ. വൈദ്യമാലയിൽ നമ്മൾ പറയുന്നത് 25 ചുറ്റി നടന്നോവർ. ഉംറയ്സക്ക് പോയിട്ട് കാണാ, നമ്മളെ ഉംറയ്സന്റെ പോക്ക് അല്ല അടിച്ചാ ഉഷാറല്ലേ. ഉംറക്ക് പോണോലെ മുഴുവൻ പറയല്ലോ കേട്ടോ, എന്നാലും പോക്കാടാ. എത്രയോ കടപ്പാടുകൾ ഒഴിച്ച്, എത്രയോ കടങ്ങൾ വെച്ച്, എത്രയോ ആളുകൾക്ക് വേണ്ടത് കൊടുത്ത്, എല്ലാ വേണ്ട കടപ്പാടുകളും മാറ്റി നിർത്തിയിട്ട് സന്തോഷത്തിന് പോകാറുണ്ട്. ഒരു മാസം സന്തോഷത്തിന്, ഒരാഴ്ചക്കൊന്ന് ഉഷാറാകാൻ ഈ പോക്ക് നല്ല പോക്കാ. ഇതും ചുറ്റല. അമേരിക്കയ്ക്ക് ഒരു യാത്ര, ദുബായിക്ക് ഒരു സൗജന്യ യാത്ര, ഓരോരോ പത്രങ്ങളിൽ ഓരോരോ ആട്ടങ്ങൾക്കുള്ള ഓരോ ബർബർ സമ്മാന. ദുബായിക്കൊന്ന്, ലക്ഷദ്വീപിക്കൊന്ന്, കാട് കാണാനൊന്ന്, നമ്മളെ വാനമ്പലം പാറ പോയി കണ്ടിട്ട് അവിടെ എന്റെ അതിശയം. എവിടേക്കോ പോയാനുള്ള അതിശയങ്ങൾ അവിടെ ഒക്കെ ഉണ്ട്. എന്നാലും കിട്ടുന്ന ചാൻസ് വല്ലാത്ത ചാൻസാ ചുറ്റാൻ. മഹാനായ ഗൗസുല്ലാദൻ തങ്ങൾ 25 ചുറ്റിയത് ഈ ചുറ്റലല്ല. ആ ചുറ്റലിന്റെ കാലത്ത് എങ്ങനെയായിരുന്നു നിങ്ങൾ ജീവിച്ചത് എന്ന് ചോദിച്ചപ്പോ മഹാനർ പറഞ്ഞത്, ഭക്ഷണം എവിടെ നിന്നായിരുന്നു, ഉറക്കം എവിടെ നിന്നായിരുന്നു ചോദിക്കുമ്പോ 25 കൊല്ലത്തില് രാവും പകലും ഉറക്കമില്ല, ഒരു സെക്കൻഡ് ഉറക്കമില്ല, ഒരു സെക്കൻഡ് വിശ്രമമില്ല. എവിടെയെങ്കിലും ഒന്ന് ഇരിക്കാതെ ഞാൻ പോകും. ഭക്ഷണമോ പട്ടികളൊരു ഭാഗത്ത് തിന്നുമ്പോ പട്ടിയുടെ സ്പർശനമേൽക്കാത്ത, നജസാക്കാത്ത മനുഷ്യന്മാർ ഒഴിച്ചിട്ട ഉച്ചിഷ്ടങ്ങളിൽ നിന്ന് ഞാനും തിന്നും. ഒരു ഭാഗത്ത് പട്ടി, ഒരു ഭാഗത്ത് മൂരി, ഒരു ഭാഗത്ത് പൂച്ച, ഞാനും അതിന്റെ ഉച്ചിഷ്ടങ്ങൾ കൂടും. ഹോട്ടലിൽ ഒഴിച്ചിട്ട ഇലകൾ തിന്നുകൊണ്ട് ജീവിക്കുന്ന എത്രയെത്ര ആളുകൾ, മനുഷ്യക്കോലങ്ങൾ, മനുഷ്യന്മാർ, ഉമ്മമാർ പെറ്റ നമ്മളെപ്പോലെ റൂഹുള്ള മാനവിക രക്തമുള്ള എല്ലാം ഉള്ള എത്രയെത്ര അടിയങ്ങൾ നമ്മുടെ ലോകത്തുണ്ട്. ആ ലോകത്തുള്ള അടിയങ്ങളെ പോലെ ഇലകളോട് മത്സരിച്ച്, ഇലകൾക്കൊപ്പമുള്ള ജീവികളോട് മത്സരിച്ച് തിന്നും. 25 ശേഷമാണ് ഇരി എന്ന് മഹാനായ ഖദർ അലൈഹിസ്സലാം ഒരിക്കൽ പ്രത്യക്ഷപ്പെട്ടിട്ട്, ഞാൻ ഖദറാൻ, നിങ്ങൾ ആരാണ് തമ്മിൽ ബന്ധപ്പെട്ടിട്ട് ഈ പാറക്കല്ലിലിരിക്കൂ എന്നൊരൊറ്റ കൽപ്പന. ഞാനിപ്പം വരാ. ഒരല്പസമയം സംഭാഷണം നടത്തിയിട്ട് ഇവിടെ ഇരിക്കൂ, ഞാനിപ്പം വരാന്നും പറഞ്ഞിട്ട് വരുവോളം ഇരിക്കണമെന്ന് കൽപ്പിച്ച് ഖദർ അലൈഹിസ്സലാം പോയിട്ട് 1 കൊല്ലം കഴിഞ്ഞിട്ടാ പിന്നെ വരവ്. ആ ഒരൊറ്റ കൊല്ലവും ഈ പാറക്കല്ലിലിരുന്ന് അവിടെ മാത്രം നിസ്കരിച്ച്, അവിടെ മാത്രം വഴിപ്പെട്ട്, അവിടെ മാത്രം പ്രയാസപ്പെട്ടിരുന്ന് 3 കൊല്ലക്കാലം ഖദർ അലൈഹിസ്സലാം വരാമെന്ന് പറഞ്ഞിട്ട് കാത്തിരുന്നത്രേ. ആ 3 കൊല്ലത്തെ റിഹേഴ്സലും കഴിഞ്ഞിട്ടാ ഗൗസുല്ലാദമിനോട് ഇനി പ്രസംഗിച്ചോളൂ, ഇരുന്നോളൂ, ഉറുതി പറഞ്ഞോളൂ, കിതാബ് എഴുതിക്കോളൂ, കർമ്മങ്ങൾ നടത്തിക്കോളൂ, ഒരു വായിലായി മുർശിദായി നിന്നോളൂ, ഗുരുവായിക്കൊള്ളൂ എന്ന് നിർദ്ദേശം. ജനിച്ചിട്ട് ഗുരുവായവരല്ലേ എല്ലാവരും. 10-20 വയസ്സ് ഓതി കഴിഞ്ഞിട്ട് തഹസീലും കിട്ടി, പിന്നെ വാളനായി, ദർസിലായി, മുദരിസായി, നമ്മളത് ശരി. ഇങ്ങനെയല്ല ഇവരൊക്കെ.
ഇവർ കഷ്ടപ്പെട്ട് ശരീരത്തെ വളർത്തി, ശരീരം അവരോട് അള്ളാഹുവിന്റെ കൽപ്പനയല്ലാതെ പറയാത്ത സ്ഥിതിയിലേക്ക് ശരീരത്തെ മെരുക്കിയിട്ട് മുർശിദായ ഗുരുവര്യന്മാരായ ഗുരുക്കളാണ്. ആ ഗുരുക്കളുടെ പദവിയിലേക്ക് എത്താൻ വേണ്ടി കഷ്ടപ്പെടുന്ന കഷ്ടപ്പാടുകളാണ് അവ പോകുക. അതിനെന്താ മാർഗം? തന്റെ റബ്ബിന്റെ മുമ്പിൽ നിൽക്കുന്നതൊന്ന് ഓർക്കുക. അത് പേടിയുണ്ടെങ്കിൽ സ്വന്തം ശരീരത്തിന്റെ ഹവകളും ഇച്ഛകളും നിഷേധിക്കാൻ അവന് കഴിയും. മഹാന്മാരായ ഇമാമുകൾ പറയുന്നു, ഔലിയാക്കന്മാർ വർഷങ്ങളോളം അനുഷ്ഠിക്കുന്ന കഠിന ത്യാഗങ്ങളുടെയും തപസ്സുകളുടെയും ഒക്കെ ആകെ രഹസ്യം അല്ലാ തുമത്തി അന്നസ്സ ബിശൈഇൻ മിമ്മാ ലാ യൂജദു ഫിൽ ഖബരി ഇല്ലാ ബിഖദരിൻ മറൂറ. നിന്റെ ഖബറിൽ കിടക്കുമ്പോ ആ ഖബറിന്റെ അകത്ത് കിട്ടാത്തത് എന്തുണ്ടോ അതൊക്കെ ശരീരത്തിന് പറ്റേ നിരോധിക്കുക. തലക്കണി കിട്ടൂല ഖബറില്. നീ കിടക്കുമ്പോ തലക്കണി കിട്ടുമ്പോ ആലോചിക്കണം, ഖബറിന്റെ അകത്ത് തലക്കണി കിട്ടുമോ? ഖബറിന്റെ അകത്ത് ദീർഘകാലമായി ബർസഖിന്റെ ലോകത്ത് ജീവിക്കേണ്ട എനിക്ക് ആ തടിക്ക് തലക്കണി കിട്ടൂലെങ്കിൽ വേണ്ട ഇവിടെ തലക്കണിയില്ലാതെ അവൻ ഒന്നും വരൂല, ജീവിക്കാൻ കഴിയില്ല എന്ന് വന്നാൽ ഗത്യന്തരമില്ലാത്ത അവസ്ഥയാണ്. വെച്ചോ, ഇല്ലെങ്കിൽ അത് ഒഴിവാക്കുക. ഹറാമാണല്ലോ ഈ പറയുന്ന മസാല പറയല്ലോ. എനിക്കും നിങ്ങൾക്കും ജീവിക്കാനുള്ള മാർഗം പറയല്ല. ഞാനും നിങ്ങളുമൊക്കെ ഈ വിധാനത്തിലേക്ക് ഉയർന്ന് റിയാള പാലിക്കുന്നുവെങ്കിൽ ആ കഠിന തപസ്സിന്റെ രീതിയുടെ ഏറ്റവും ഉയർന്ന രീതിയും ഇങ്ങനെ എത്തുമ്പോഴേ ലക്ഷ്യത്തിലെത്തൂന്നാ ഇമാമുകൾ പറയുന്നത്. അങ്ങനെ നോക്കിയാൽ ഭക്ഷണത്തിൽ ശരീരം മോഹിക്കുമ്പോൾ കൊടുക്കണ്ട, പാനീയം ശരീരം മോഹിക്കുമ്പോൾ കൊടുക്കണ്ട, ഉറക്കം ശരീരം മോഹിക്കുമ്പോൾ കൊടുക്കണ്ട, എന്തും ശരീരം മോഹിക്കുമ്പോൾ കൊടുക്കണ്ട. ഇങ്ങനെയുള്ളവരെ അല്ലാഹു തആലാന്റെ ലോകത്ത് സ്വന്തം നഫ്സിന്റെ ഹവകൾ മാറ്റി നിർത്താൻ കഴിയൂ. ഇത് ഖബറിന്റെ അകത്ത് ആലോചിക്കണമെന്ന് പറഞ്ഞത് ഞമ്മക്കാണ്. ഖബറിന്റെ അകത്ത് ആലോചിക്കാൻ കാരണം ഖബർ നമ്മളും കാണുന്നതാണല്ലോ. അത് സാധാരണക്കാരായ നമ്മളും ഖബർ കാണുമെന്ന് എത്തിവെക്കാത്ത വല്ല മനുഷ്യനുണ്ടോ? എല്ലാവരും ഒന്ന് എത്തിവെക്കും. ഒരു മയ്യത്തേറ്റ് വെച്ച അയക്കം നോക്കും, വെറുതെ ഒരു നോട്ട അയക്കൊന്നു നോക്കും. നോക്കൽ മാത്രമല്ല, കഴിഞ്ഞതിന് ശേഷം പിടി മണ്ണും വാരും. ചുറ്റുഭാഗത്തുള്ളവരൊക്കെ ആ മണ്ണ് വാരണം. ഇനി ഭാഗത്ത് നോക്കുമ്പോൾ തിക്കിത്തിരക്കി പോയിട്ട് ഈ മണ്ണ് വാരാനായിട്ട് പോകുന്നും വേണ്ട, എന്നാലും നമ്മൾ പോകും. അതാ മണ്ണൊക്കെ വാരിട്ട് ശരിയാക്കി ആ ഖബറിനെ നേന്തി വഴി നമ്മൾ നോക്കും. മൂടിക്കഴിഞ്ഞതിന്റെ മുമ്പും നോക്കും. അപ്പൊ നമ്മൾ കാണുമല്ലത്. കാണുന്ന ഖബറിന്റെ അകത്ത് ഈ കവിളിൽ നിന്ന് തുണി നീക്കിയിട്ട് കേവലം നുരുമ്പിപ്പോകുന്ന മണിക്കൂറുകൾ കൊണ്ട് ചകല് തുന്നുന്ന തുണി മാത്രം കൊടുക്കുന്ന തടിയെ കൊണ്ടുപോയി വെക്കുന്ന മണ്ണിന്റെ ഉള്ളിലെ കിടത്തം കാണുന്ന മനുഷ്യ, അത് കണ്ടാലേ നിന്റെ മനസ്സിന് ശക്തിയുണ്ടാവൂ, അപ്പോഴേ നിന്റെ മനസ്സ് പ്രയോജനപ്പെടൂ. അതുകൊണ്ടാ ഔലിയാക്കന്മാരും മഹത്തുക്കളും പറയുമ്പോ ഖബർ പറയുന്നത് അള്ള കുറച്ചും കൂടി മേപ്പെട്ടാ പറയുന്നത്, വഅമ്മാമൻ ഖാഫ മഖാമ റബ്ബിഹി വനഹൻ നഫ്സ അനിൽ ഹവാ. പടച്ചവന്റെ മുമ്പിൽ നിൽക്കേണ്ട ആ നൃത്തത്തെ ഒരുത്തൻ ഭയന്നാൽ 300 കൊല്ലമാൻ ഒരൊറ്റ നൃത്തം. ഓട്ടം വേറെ, നെട്ടോട്ടം വേറെ. നെട്ടോട്ടങ്ങളും ശുപാർശയ്ക്ക് വേണ്ടിയുള്ള ഓട്ടങ്ങളും ആയിരക്കണക്കിന് വർഷങ്ങൾ, ഒരു ഊത്തിന് ശേഷം മറ്റൊരു ഊത്ത് വരാൻ ആയിരക്കണക്കിന് കൊല്ലങ്ങൾ, ദുനിയാവിലെ കൊല്ലങ്ങളുടെ തോത്. അതൊക്കെ കഴിഞ്ഞിട്ട് എന്നാകട്ടെ വിചാരണയ്ക്ക് വേണ്ടി ഒരുങ്ങ അല്ലാഹുവിന്റെ റസൂലിന്റെ ശുപാർശയും കഴിഞ്ഞ് ആ ശുപാർശ പ്രകാരം പടച്ച തമ്പുരാൻ വിചാരണയ്ക്ക് വേണ്ടി ഒരുങ്ങിയിട്ട് ആ വിചാരണയിൽ എത്തുന്നതിനിടയ്ക്ക് അറ്റൻഷനായി തലയ്ക്ക് പോട്ട് വെച്ചിട്ട് അപ്പുറത്ത് നരകത്തിന്റെ ഉഷൂളം വിളികളും ഗർജനങ്ങളും കേട്ട് ഭയവിഹ്വലരായി ആകാശത്തിന്റെ ഓരങ്ങളിൽ നിൽക്കുന്ന പേടിച്ചു വിറച്ച മലക്കുകളെ പോലും കണ്ടു നിൽക്കുന്ന നിൽപ്പ്. ആ നിൽപ്പ് 300 കൊല്ലത്തെ ദൈർഘ്യമാണ്. രാവിലെ ആര് നിൽക്കും 300 കൊല്ലം? ആ 300 കൊല്ലം നിൽക്കേണ്ട നിൽപ്പ്, പൂർണ്ണനഗ്നരായുള്ള നിൽപ്പ്, അരച്ചാണിയരത്തിൽ സൂര്യൻ നിൽക്കുന്ന നിൽപ്പ്, കാലിൽ ചെരുപ്പില്ലാത്ത നിൽപ്പ്. ആ നിൽപ്പിന് ഒരു മനുഷ്യൻ ഭയന്നാൽ അവിടെ കിട്ടാത്ത ഹവകളൊന്നും അവന്റെ നഫ്സിനവൻ ഇവിടെ കൊടുക്കൂല. പഞ്ചാരവെള്ളം കിട്ടൂല, ചറുവത്ത് കിട്ടൂല, ജ്യൂസ് കിട്ടൂല, കോയിറച്ചി കിട്ടൂല, പൊരിച്ചതും കരിച്ചതും ഒപ്പം കിട്ടൂല, പാലും മുട്ടയും കൂടെ കിട്ടൂല, എല്ലാം അവിടെ കിട്ടൂല. വിരിപ്പില്ല, വിശറിയില്ല, ഭയമില്ല, നമ്മൾ ആഗ്രഹിക്കുന്ന ഒന്നുമില്ല. ഇതൊക്കെയല്ല നമ്മുടെ ഹവ. പെണ്ണില്ല, ഭാര്യയില്ല, മക്കളില്ല, ആരെയും കിട്ടൂല, ആരെയും ചിന്തയുമില്ല. ഒരേ നിൽപ്പാ, ടെൻഷനായ നിൽപ്പ്. ആ 300 കൊല്ലത്തെ നിൽപ്പ് നിങ്ങളൊന്ന് ആലോചിച്ചാൽ
ലോകരാജാവ്, എല്ലാ സുഖങ്ങളും കിട്ടിയ രാജാവ്, ബഹുമാനപ്പെട്ട സുലൈമാൻ നബി അലൈഹിസ്സലാമിന്റെ മുമ്പില് പണ്ട് ഹുദ്ഹുദ് എന്ന് പറയുന്ന പക്ഷി പറഞ്ഞ ഒരു വാചകം ചരിത്രം ഉദ്ധരിക്കുന്നുണ്ട്. മുഫസ്സിറുകൾ ചരിത്രം പറയുന്നിടത്ത് ഇത് പറയുന്നുണ്ട്. ഹുദ്ഹുദിനെ പിടിച്ചിട്ട് തലവലിച്ചിട്ട് നീ എവിടെ പോയടാ പറയടാ എന്നും പറഞ്ഞിട്ട് സുലൈമാൻ നബി വലിച്ചപ്പോ ഹുദ്ഹുദ് പറഞ്ഞത്രേ, നിങ്ങളൊന്ന് ഓർക്കണം രാജാവേ, മഹാരാജാവേ, തങ്ങളുടെ നാഥന്റെ മുമ്പിൽ നിൽക്കുന്ന നൃത്തം, ആ നൃത്തം നിങ്ങളൊന്ന് ഓർക്കണം എന്ന് ഹുദ്ഹുദ് പറഞ്ഞപ്പോഴാണ് അത്രേ സുലൈമാൻ നബി ഞെട്ടിയത്, പിന്തിരിഞ്ഞു പോയി. അങ്ങനെ എത്ര വായത് നമ്മൾ കേൾക്കണേ, എത്ര നൃത്തത്തിന്റെ കഥകൾ നമ്മൾ കേൾക്കുന്നു, മഹ്ശറിന്റെ പേടിപ്പെടുത്തുന്ന ഉശരൻ വാതുകൾ നമ്മൾ എത്ര കേട്ടു. അല്ലാഹു തആല പറയുന്നു, ഇതാണ് ആ പേടിയുണ്ടെങ്കിൽ ഹവയെ തൊട്ട് ശരീരത്തെ നിരോധനം നൽകിയിട്ട് മെരുക്കിക്കൊണ്ടുവരാൻ കഴിയും. അത് ഞാൻ നടത്തി, അത് നടത്തിയെന്നാ വല്ലാത്ത നടത്തം. ഇത് കബറോർത്ത് നടത്തം എന്ന് പറഞ്ഞതാ നമ്മളെ നാട്ടിലുള്ള നടത്തം. 4 വിഭാഗമാണത്രേ പരലോകത്തെ മനുഷ്യർ. ഹവയുമായി ബന്ധപ്പെടുത്തി തീർത്തും ഹവയെ പോക്കിയിട്ട് പടച്ചോന്റെ വിചാരത്തിലും പടച്ചോന്റെ ത്വാഅത്തിലും മാത്രം മനസ്സിനും ശരീരത്തിനും മോഹം വരുന്ന അവസ്ഥ. ഇത് നമ്മൾ ചിന്തിക്കണ്ട. സിദ്ദീഖുൽ അക്ബറിനെ പോലത്തെ സിദ്ദീഖുകളുടെ അവസ്ഥയാണിത്. ഇത് മനുഷ്യന്മാരാകും തന്നെയാണ്. ചിന്തിക്കണ്ട, മോഹിക്കണ്ട എന്ന് പറയണ്ട. അള്ളാഹു മോഹിക്കാനും അവിടേക്ക് ആവതുപോലെ എത്താനും നമുക്ക് ഏവർക്കും തൗഫീഖ് നൽകുമാറാവട്ടെ. സിദ്ദീഖീങ്ങളെ പരമ്പരയൊന്നും കഴിയില്ല. ഖിയാമം വരെ സിദ്ദീഖുകൾ ഉണ്ടാവും. പക്ഷേ വ്യത്യാസം ഉണ്ടാവുന്നേ ഉള്ളൂ. പണ്ടത്തെ സിദ്ദീഖല്ല ഇപ്പോഴത്തെ സിദ്ദീഖിനേ ഉള്ളൂ. മാറ്റങ്ങൾ ഉണ്ടാകും. അങ്ങനെയുള്ള ആളുകൾ അല്ലാഹു തആല അവന്റെ ഓശാനം കൊണ്ട് നാം ഏവരെയും പൊറുത്തുമാറാവട്ടെ. ഇത് അവരുടെ മാർഗമാണ്. രണ്ടാമത്തെ കൂട്ടര് കുറെയൊക്കെ ഹവയുണ്ട്, കുറെയൊക്കെ അള്ളാഹുവിന്റെ വഴിപാടുണ്ട്. ഏറെയും അല്ലാഹു തആലാന്റെ ഹവയേക്കാൾ ഉയർന്നു നിൽക്കുന്നത് അല്ലാഹു തആലാന്റെ ത്വാഅത്തും വഴിപാടുമാണ്. ഈ നഫ്സിന്റെ മോഹങ്ങൾക്ക് അപ്പുറമെങ്കിൽ അവരും രക്ഷപ്പെട്ടുവെന്ന് പ്രതീക്ഷിക്കാം. അതിനേക്കാൾ ഹവക്കാ മുൻതൂക്കം എന്ന് കണ്ടാലോ അവർ ശിക്ഷാനുഭവിക്കാതെ പോകില്ല, ശിക്ഷാനുഭവിക്കാതിരിക്കില്ല. ശിക്ഷിക്കപ്പെട്ട ശേഷം മാത്രമേ അവർക്ക് രക്ഷയുള്ളൂ. 4ാമത്തെ വിഭാഗം തീരെ ഹവയുമായി മാത്രം കഴിഞ്ഞുകൂടുന്നവർ, പടച്ചോന്റെ ദിക്റും ചിന്തയും നാക്കിൻ തുമ്പിലല്ലാതെ ഇല്ലാത്തവർ. ഇതൊക്കെ മൂമിനീങ്ങൾ തന്നെയാണ്. ചിന്തിച്ചോളി, നാക്കിൻ തുമ്പിൽ അള്ളാന്റെ ദിക്ർ എന്ന് പറയുമ്പോൾ മൂമിനാവുമല്ലോ. ഇങ്ങനെയുള്ള 4 വിഭാഗത്തിൽ എവിടെയാണ് നമ്മളൊന്ന് നോക്കൂ. ഹാത്തമുല്ല സമൂഹം തങ്ങൾ പറയുന്നു, എന്റെ നഫ്സിനെ പണിപ്പെട്ടിട്ട് ഞാൻ അവിടേക്ക് അങ്ങ് എത്തിച്ചു. സുന്ദരമായ ഇത് മോഹിച്ചെത്തണമെങ്കിൽ വല്ലാതെത്തണം. ജുനൈദുൽ ബഗ്ദാദി തങ്ങൾ, സൂഫി മാർഗത്തിന്റെ നേതാവ്, അദ്ദേഹം ഒരിക്കലും ഉറങ്ങുന്ന അദ്ദേഹത്തിന്റെ ഉറക്കം ആകെ ശല്യപ്പെട്ടു. കിടന്നിട്ട് ഉറക്കം വരുന്നില്ല. എന്നാലേശം കുത്തിരി നോക്കാൻ വിചാരിച്ചിട്ട് കുത്തിരി നിട്ട് യാതൊരു രക്ഷയില്ല. നിന്ന് നിസ്കരിച്ചു നോക്കാന്ന് വിചാരിച്ചു. അന്നത്തെ നിസ്കാരവും നടക്കുന്നില്ല, ഒന്നും നടക്കുന്നില്ല. വീട്ടിൽ നിന്ന് ഇരിക്കുന്നിടത്തുനിന്ന് പുറത്തിറങ്ങിയേ നടക്കൂ. അങ്ങനെ പുറത്തിറങ്ങി കുറച്ചങ്ങ് ചെന്ന് നോക്കുമ്പോ കരിമ്പട വസ്ത്രം കൊണ്ട് ആകെ മൂടിപ്പതച്ചിട്ട് യാതൊരു അനക്കവും പറ്റാത്ത വിധത്തിൽ ഒരാളങ്ങനെ ഇരിക്കുന്നു, കിടക്കുന്നു. അയാൾ പറഞ്ഞു, അബുൽ ഖാസിം ഇപ്പം തന്നെ വിടുന്നു വരും. മുൻകൂട്ടി പറഞ്ഞു വെക്കാതെ ഇപ്പൊ എന്താ ഈ ദരവ് ഈ അസമയത്ത്? ഞാൻ ചോദിച്ചു, ഞാൻ അള്ളാഹിനോട് പ്രാർത്ഥിച്ചു, നിങ്ങളുടെ വീട്ടിൽ നിന്ന് നിങ്ങളുടെ കൽബൊന്ന് ഇളക്കിയിട്ട് എന്റെ അടുത്ത് എത്തിക്കണോ. അതാ നിങ്ങൾ ഇവിടെ എത്തിയത്. ശരിയാണ്. ജുനൈദുൽ ബഗ്ദാദി പറഞ്ഞു, ശരിയാണ്, എന്റെ കൽബ് ഇളകിയിട്ട് മിക്കപ്പൊരുതില്ലാതെ വന്നതാണ്. എങ്കിലും എനിക്ക് ആവശ്യമുണ്ട് നിങ്ങളെ പോലെ. യാ സയ്യിദി യാ അബുൽ ഖാസിം ഫമതാ യസീറു ദാഉൻ നഫ്സി ദവാഅഹ. മനുഷ്യന്റെ മോഹങ്ങളും ഇച്ഛകളും ഒക്കെ മനുഷ്യനെ നശിപ്പിക്കുന്ന രോഗമാണ്. ആ രോഗങ്ങൾ മരുന്നായി രക്ഷപ്പെടുത്തുന്ന ദിവ്യ ഔഷധമായി മാറുന്നത് എപ്പോഴാണ്? അബുൽ ഖാസിം ജുനൈദി തങ്ങൾ പറഞ്ഞു, ആ മറുപടി ഇദാ ഖാലഫത്തിൻ നഫ്സു ഹവാഹ. സ്വന്തം താല്പര്യങ്ങൾക്കെതിരെ നഫ്സ് എപ്പോൾ നിലകൊള്ളുന്നുവോ, താല്പര്യങ്ങളെ മുഴുവൻ ഹനിച്ച് നഫ്സ് എപ്പോൾ നിലകൊള്ളുന്നുവോ, അപ്പോൾ അന്നേരം അയാൾ സ്വന്തത്തിലേക്ക് തന്നെ തിരിഞ്ഞു. സ്വന്തത്തോട് പറഞ്ഞു, ഇസ്മൈ ഫഖദ് അജബ്തുകി ബിഹാദാ 7 മർറാത്ത്. 7 വട്ടം ഇതേ ഉത്തരം ഞാൻ നിന്നോട് പറഞ്ഞു. സ്വന്തത്തോട് പറയുകയാണ്. രാത്രി കൂരാക്കൂരെടുത്ത് മൂടിപ്പിടിച്ച് കിടക്കുന്ന ഇയാൾ അള്ളാഹു ഇറക്കി കൊടുക്കുന്ന ആളാ. സ്വന്തത്തോട് പറയുന്നു, 7 വട്ടം ഞാൻ ഉത്തരം ചെയ്തു, പക്ഷേ ജുനൈദുൽ ബഗ്ദാദി പറഞ്ഞെങ്കിലേ പറ്റുള്ളൂ എന്ന് നീ എന്നോട് വാശി കൊടുത്തു. അങ്ങനെ അവിടെ എത്തിയത്. ഇപ്പൊ കേട്ടില്ലേ? അത് സമയത്ത് കേട്ടോ ജുനൈദിൽ നിന്ന് ഞാൻ പറഞ്ഞ 7 തവണത്തെ മറുപടി. സ്വന്തം നഫ്സിന്റെ താല്പര്യങ്ങൾക്കും ഇച്ഛകൾക്കും വിരുദ്ധമായിട്ട് ഒരു നഫ്സ് എല്ലാറ്റിനും നിൽക്കുന്നുവോ അപ്പോഴാണ് ദവായി മാറുക.
രോഗം ഔഷധമായി മാറുക, അല്ലെങ്കിൽ മനുഷ്യനെ നശിപ്പിക്കുന്ന രോഗമാണ് മനുഷ്യന്റെ താല്പര്യങ്ങൾ, ഇച്ഛകൾ. പിന്നെ ഇതിൽ ബഗ്ദാദി തങ്ങൾ പറയുന്നു, ഞാനങ്ങ് പോയി, ഇയാളെ പിന്നെ കണ്ടിട്ടില്ല, ഞാൻ അയാളോട്ട് അറിഞ്ഞിട്ടില്ല, വല്ല മലക്കുമായിരിക്കും. ഇങ്ങനെയുള്ള അനുഭവസ്ഥന്മാർ പറയുന്ന മറുപടിയിൽ പറഞ്ഞ ഹാത്തമല്ല പറയുന്നത്, ഞാൻ എന്റെ ഹവ പോക്കാൻ നല്ലോ ശ്രമിച്ചു. ഇനി നമ്മളിങ്ങനെ പോയാൽ സമയം പോകുന്നത്. മൂന്നാമത്തെ കാരണം മഹാനവറുകൾ പറയുന്നു, ഞാൻ തടപ്പുകളിലേക്ക് നോക്കി, ഒരു വിലയുള്ള, അല്പം വിലയുള്ള, സ്ഥാനമുള്ള വല്ല വസ്തുക്കളും മറ്റാർക്കും കൊടുക്കാതെ സൂക്ഷിക്കുന്നു. ഏത് പണം ഞാൻ നിരീക്ഷിച്ചു നോക്കുമ്പോൾ നല്ലൊരു പെന്നുണ്ട്, അത് കുറച്ച് വില കൂടിയ പെന്നാ. എന്നാ പിന്നെ ഏത് ഇഷ്ടക്കാർ വരുമ്പോഴും നമ്മൾ കൊടുക്കൂല. കൊടുക്കുമ്പോൾ ടോപ്പ് നിർത്തിച്ചിട്ടേ കൊടുക്കുള്ളൂ. ഇതൊക്കെ പറഞ്ഞാൽ വലിയ ഇഷ്ടപ്പെട്ടവർ കൊടുക്കാമെങ്കിൽ ടോപ്പ് കൂടെ എടുത്തേക്കും. വിലപ്പെട്ടതാണെങ്കിൽ വിലയില്ലാത്ത 25 പൈസന്റെ പെന്ന, 1 റിയാലിന്റെ പെന്നാന്ന് വെച്ചാൽ ഫീസബിയിൽ ഒന്നായിട്ട് ഗൾഫിൽ നിന്നൊക്കെ വരുന്നു. അതിനായിട്ട് നിസ്ഫിരിയാലിന്റെ പെന്നിന് കൂട്ടം കൊണ്ടല്ലേ കുട്ടിയേക്ക് മുഴുവൻ കൊടുത്ത് സമാധാനിപ്പിക്കാൻ. അത് അപ്പെന്ന വിലപിടിപ്പുള്ള പെന്ന ആരും കൊടുക്കൂല, എല്ലാം പുറത്ത്. അത് വിലന്റെ തോതനുസരിച്ചാണ്, അതനുസരിച്ച് സൂക്ഷിക്കുന്നതായിട്ടാണ് ഞാൻ കണ്ടത്. ഞാനും അങ്ങനെ തന്നെ. പക്ഷെ സൂക്ഷിക്കുന്നത് എവിടെയാ? ഇന്റെ കീശയിൽ, ഇന്റെ പെട്ടിയിൽ, എന്റെ പള്ളന്റെ ഉള്ളില്, എന്റെ റൂമിന്റെ ഉള്ളില്, മറ്റവന്റെ ബാങ്കിൽ, എവിടെ പോയാലും പടപ്പിന്റെ അടുത്തല്ലേ സൂക്ഷിക്കുന്നത്. പടപ്പിന്റെ അടുത്ത് സൂക്ഷിക്കുന്നത് ഈ ലോകം തന്നെ നശിച്ചാൽ, അല്ലെങ്കിൽ താൻ തന്നെ മരിച്ചാൽ എങ്ങനെ അത് കയ്യിൽ കിട്ടും? ആവശ്യമുള്ള സന്ദർഭത്തിൽ ഞാൻ ഈ സൂക്ഷിക്കുന്ന വസ്തുക്കളെ മുഴുവൻ നിരീക്ഷിച്ചപ്പോ സൂക്ഷിക്കുന്നതൊക്കെ നഷ്ടപ്പെടുന്നിടത്താണ്, നശിക്കുന്നിടത്താണ്, നശ്വരമായ ലോകത്തിന്റെ അംശത്താണ്. പടച്ച തമ്പുരാൻ പറയുന്നു, വിശുദ്ധ ഖുർആനിലെ വാക്യമാണ്, ഖുർആനിൽ നമ്മൾ ഓതുന്ന വാക്യം. നിങ്ങളുടെ അടുത്ത് നിങ്ങൾ എത്ര സൂക്ഷിച്ചാലും എത്ര നിക്ഷേപിച്ചാലും നിങ്ങളുടേത് തീരും കിട്ടോ. നിങ്ങൾ മരിക്കുന്നതോടുകൂടെ നിങ്ങളുടെ ഉപയോഗം തീരും, അല്ലെങ്കിൽ ബാങ്ക് കവർച്ച ചെയ്യപ്പെടുന്നതോടുകൂടെ നിങ്ങളുടെ സാധനം നഷ്ടപ്പെടും, അല്ലെങ്കിൽ ഏതെങ്കിലും ഏജൻസികള് വെട്ടിപ്പും തട്ടിപ്പും നടത്തി കുരുക്കുന്നതോടുകൂടെ നഷ്ടപ്പെടും, എല്ലാം തീരും. പടച്ചോന്റെ അടുത്ത് കൊടുത്താൽ കിട്ടും. പടച്ചോന്റെ അടുത്ത് സൂക്ഷിക്കാൻ കൊടുത്താൽ കിട്ടും. അങ്ങനെ വെച്ചപ്പോ വിലപിടിപ്പുള്ള എല്ലാം അള്ളാഹുവിലേക്ക് കൊടുക്കുക എന്ന് ഞാൻ തീരുമാനിച്ചു. പടച്ചോന്റെ മാർഗത്തിലേക്ക് കൊടുത്തു. എല്ലാ വിലപിടിപ്പുള്ളതും അള്ളാനെ ഏൽപ്പിച്ചു. ഇത് വല്ലാത്ത പ്രയോഗം, അള്ളാനെ ഏൽപ്പിച്ചു. അള്ളാഹ് നമ്മളോട് ചോദിക്കുന്ന മന്ദല്ലതി ഹസന, നല്ല കടം എനിക്കാരാ തരിക? നല്ല കടം പടച്ചോൻ കടം ചോദിക്കുക. പടച്ചോൻ ചോദിക്കുന്നു വിശുദ്ധ ഖുർആനിലെ മന്ദല്ലതി യുക്രിബുല്ലാഹ ഖർദൻ ഹസന, നല്ല നിലക്ക് കടം തരുന്നവൻ നിങ്ങളിൽ ആരുണ്ട്? റസൂലുള്ളാഹിന്റെ അൻസാരിയായ സഹാബി അബൂ ദഹ്ദാഹ് റളിയല്ലാഹു അൻഹുവിനത് വല്ലാത്ത കൗതുകം. റസൂലുള്ളാഹിന്റെ മുമ്പിൽ വന്നു അദ്ദേഹം, യാ റസൂലല്ലാഹ്, അള്ളാന്റെ റസൂലേ, പടച്ച തമ്പുരാന് നമ്മളോട് കടം ചോദിക്കുക. കടം ചോദിക്കുക, പടച്ചോൻ കടം ചോദിക്കുക. പടച്ചോന് കടം കൊടുത്താല് പടച്ചോൻ നല്ലോണം നീട്ടും. മൻദല്ലദീ യുഖ്രിദുല്ലാഹ ഖർദൻ ഹസന ഫയുളാഇഫഹു ലഹു അദ്ആഫൻ കസീറാ, ഇരട്ടി ഇരട്ടി ഇരട്ടിയാക്കി അല്ലാഹു തആല അത് വളർത്തും. നിങ്ങൾ സൂക്ഷിക്കാൻ കൊടുത്തയിടത്ത് ബാലൻസിന് കണക്കുണ്ടാകും. ഇത്ര ശതമാനം, 8.1, 3.4, 5.5, 2.1 എന്നൊക്കെ ഞങ്ങളത് കിട്ടിയ ഏറെ അള്ളാന്റെ കണക്കിനല്ല. ഇരട്ടി ഇരട്ടി ഇരട്ടിയാക്കി അല്ലാഹു തആല അത് വർദ്ധിപ്പിച്ചുകൊണ്ടിരിക്കും. പടച്ചോന് കൊടുത്തോ കടം, ഈ പടപ്പുകൾ നിന്നെ പറ്റിക്കും, ബാങ്കുകൾ നിന്നെ പറ്റിക്കും, നിന്നെ വട്ടിക്കാരും പലിശക്കാരും പറ്റിക്കും, സാധാരണക്കാരും നിന്നെ പറ്റിക്കും, ദരിദ്രൻ കടം വാങ്ങിയ ഓൻ അതിലേറെ പറ്റിക്കും. വെറുതെ കടം കൊണ്ട അള്ളാഹ്ക്ക് കടം കൊടുത്തോന്ന് അല്ലാഹു തആല പറയുന്നത് അള്ളാഹുവിന്റെ മാർഗത്തിലേക്ക് ചെലവഴിക്കുന്നതിനാണ്. അബൂ ദഹ്ദാഹിന്റെ കൗതുകം റസൂലുള്ള തീർത്തു കൊടുത്തു. നഅം, കടം തന്നെ. അബൂ ദഹ്ദാഹ് റളിയല്ലാഹു അൻഹു തങ്ങളവർകൾ അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് പറഞ്ഞു, അരിനീയത്, തങ്ങളെ കയ്യിങ്ങ് നീട്ടി ഞാൻ പടച്ചോനൊന്ന് കടം കൊടുക്കട്ടെ. മഹാനവറുകൾ ആകത്തന്നിലുള്ളത് വലിയൊരു തോട്ടമാണ്. ഇന്നി അഖറമതു റബ്ബി ഹായിതി, എന്റെ തോട്ടം ഞാൻ അല്ലാഹ്ക്ക് കടം കൊടുത്തിരിക്കുന്നു. ഹരംബ നബിയുടെ മുൻപാകെ അബൂ ദഹ്ദാഹ് എന്ന സ്വഹാബി, അൻസാരിയായ സ്വഹാബി, എന്റെ തോട്ടം ഞാൻ കടം കൊടുത്ത് 600 ഈന്തപ്പന മരങ്ങളുള്ള തോട്ടം. 600 മരമുള്ള റബ്ബർ എസ്റ്റേറ്റ് കുട്ടികളി, അല്ലെങ്കിൽ 600 തെങ്ങിന്റെ മരമുള്ള തെങ്ങും തോപ്പ്. അതാ ഈന്തപ്പന തോട്ടം എന്നുണ്ട്, ശരിയായ തെങ്ങിന്റെ മാതിരി 600 മരമുള്ളതാണ് തന്റെ തോപ്പ്. ആ തോപ്പ് ഞാൻ പടച്ചോന് കടം കൊടുക്കുന്നു. ആ തോപ്പിലാ തന്റെ ഭാര്യ, തന്റെ കുട്ടികൾ താമസിക്കുന്നത്. അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞു, റഹ്മായി, അല്ലാഹു തആലാക്ക് കടം കൊടുത്ത് സ്വീകരിച്ചു.
അദ്ദേഹം അല്ലാഹു തആലാന്റെ മാർഗത്തിലേക്ക് കൊടുത്ത ഈ തോട്ടം പെട്ടെന്ന് തന്റെ ഭാര്യയോട് ചെന്നിട്ട് പറഞ്ഞു, യാ ഉമ്മുദ്ദഹ്ദ, നിങ്ങളും കുട്ടികളും മാറണം. ഈ തോട്ടം ഞാൻ എന്റെ റബ്ബിലേക്ക് കടം കൊടുത്തിരിക്കുന്നു. ഇത് പടച്ചോന് കട, പക്ഷെ പടച്ചോന്റെ കടം നമ്മളാവും ബാങ്കിന്റെ മാതിരി ഡെപ്പോസിറ്റ് കൊടുത്താൽ കൊടുക്കുക. ഇന്ന എത്തീങ്കാനക്ക്, ഇന്ന പള്ളിക്ക്, ഇന്ന സ്ഥാപനത്തിന്, ഇന്ന പള്ളിക്ക്, ഇതൊക്കെ മുതലാളിമാരാണ്. സാധുക്കൾ മനുഷ്യന്മാര് മുഴുവൻ ഫക്കീർമാര്. പള്ളികളൊക്കെ വലിയ മുതലാളിമാരാണ്. പള്ളികൾ എത്തീങ്കാനുകൾ എത്രയാ പൊന്തിന്, എസ്റ്റേറ്റ് കണക്കിന്, ബിൽഡിംഗ് കണക്കിന്, ലക്ഷങ്ങളുടെ ആസ്തിയുള്ള വലിയ വലിയ ബിൽഡിങ്ങുകൾ. എന്നിട്ട് അതിന്റെ ആധാരങ്ങൾ കൊണ്ടേറ്റ് പണയം വെച്ചിട്ടും വാങ്ങുന്ന തരത്തിലുള്ള വലിയ സേവനങ്ങൾ ആ സ്ഥാപനങ്ങൾക്കൊക്കെ ഭയങ്കര മുതലാളിമാര്. അള്ളാന്റെ റസൂലിന്റെ കടം കൊടുക്കുന്ന മാർഗം ഇതല്ല. പടച്ച തമ്പുരാൻ അല്ലാഹുവിന് കൊടുക്കുന്ന സേവനങ്ങളൊന്നും തിരിച്ച മാർഗവും ഇതല്ല. ഇത് നമ്മൾ വളരെ ഗൗരവപൂർവ്വം ചിന്തിക്കേണ്ടതാണ്. ലൻ തനാലുൽ ബിർറ ഹത്താ തുൻഫിഖൂ മിമ്മാ തുഹിബ്ബൂൻ. നമ്മൾ ഓതുന്നതല്ലേ 4-ാമത്തെ മുസാബിലെ ജുസ് എത്തുന്നത് ലൻ തനാലുൽ ബിർറ ഹത്താ തുൻഫിഖൂ മിമ്മാ തുഹിബ്ബൂൻ. ആൽ ഇംറാനിലെ ആയത്ത് ലൻ തനാലുൽ ബിർറ, നിങ്ങൾ സ്വർഗ്ഗം എത്തിക്കൂല, ഹത്താ തുൻഫിഖൂ, നിങ്ങൾ ചെലവഴിക്കുന്നത് വരെ, മിമ്മാ തുഹിബ്ബൂൻ, നിങ്ങൾ ഇഷ്ടപ്പെടുന്നതിൽ നിന്ന് പടച്ചോന്റെ മാർഗത്തിൽ ചെലവഴിക്കുന്നത് വരെ നിങ്ങൾക്ക് സ്വർഗ്ഗം കിട്ടൂല. പടച്ചോന്റെ വാക്കല്ലേ. സ്വഹാബാക്കൾ ഇളകിയില്ലേ? എത്ര സ്വഹാബാക്കൾ, ആരുടെയൊക്കെ കഥ വേണം. വളരെ പ്രസിദ്ധമാണ്. ഇമാം അഹ്മദും ബുഖാരിയും മുസ്ലിമും ഒക്കെ നിവേദനം ചെയ്ത ഹദീസാൻ. ബീറുഹാ തോട്ടം, മദീനത്തെ പള്ളിന്റെ നേരെ മുമ്പിലുള്ള തോട്ടം. ആ സുന്ദരമായ തോട്ടത്തിൽ എന്തൊരു തെളിയുള്ള വെള്ളമാണ്, തെളിമയുള്ള വെള്ളം. ആ വെള്ളം കുടിക്കാൻ മദീനത്തെ പള്ളിയിൽ നിന്ന് വളരെ ചൂടുകൊടുമയായി ദാഹവിവശനായി 4 ദിവസം 3 ദിവസം പട്ടിണി കിടന്ന ഹബീബായ നബി കരീം സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇറങ്ങാറുണ്ട്. തയ്യിബ്, നല്ല രുചിയുള്ള വെള്ളം. ആ വെള്ളത്തിൽ നിന്ന് റസൂലുള്ള കോരിക്കുടിക്കുന്ന തോട്ടമാണ് ഈ തോട്ടം. അല്ലാഹുവിന്റെ റസൂലേ, ഞാൻ അല്ലാഹുവിന്റെ മാർഗത്തിലേക്ക് തന്നിരിക്കുന്നു. പടച്ചോനല്ലേ പറയുന്നത് ഏറ്റവും ഇഷ്ടപ്പെട്ടത് കൊടുക്കണം. അത്തോട്ടമാണ് എന്റെ സ്വത്തുക്കളിൽ വെച്ച് ഏറ്റവും വിലപ്പെട്ട തോട്ടം. മദീനത്തെ തോട്ടമുടമയാണ്, വലിയ മുതലാളിയാണ്. എനിക്ക് ഏറ്റവും വിലപ്പെട്ട ബീറുഹാ തോട്ടം മഹാനായ അബൂ ത്വൽഹത്തുൽ അൻസാരി റളിയല്ലാഹു അൻഹു തങ്ങൾ റസൂലുള്ളാഹിക്ക് കൊടുക്കുന്നു. അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, നന്ന്, അതൊരു നല്ല ലാഭമുള്ള മുതൽ, നല്ല കച്ചവടം, നല്ല ലാഭം. ആരംഭ നബി കരീം സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ആയിക്കോട്ടെ നബിയെ, ഞാൻ കേട്ടു. ആരംഭ നബി കരീം സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അള്ളാന്റെ മാർഗത്തിൽ വെച്ച് ഞാൻ കേട്ടു. അള്ളാന്റെ മാർഗത്തിലേക്ക് സ്വീകരിച്ച ഈ തോട്ടം നിങ്ങളുടെ കുടുംബത്തിലെ ദരിദ്രന്മാർക്കും വിഷമിക്കുന്നവർക്കും നിങ്ങളത് കൊടുത്തേക്കൂ, വിട്ടുകൊടുത്തേക്കൂ. അതല്ലാന്റെ മാർഗത്തിലെ സ്വത്ത്. അബൂ ത്വൽഹത്തുൽ അൻസാരി അല്ല, നമ്മളെ നാട്ടിലെ ആളാ. അതിനപ്പോ പള്ളിക്കൊക്കെ കൊടുത്തിട്ട് കുടുംബത്തിന് കൊടുക്കാം. അള്ളാന്റെ റസൂലിന്റെ സഹാബി അതല്ല. ഞാൻ തുടക്കത്തിൽ പറഞ്ഞ ഗുരുവിൻ ശിഷ്യനാണ്. അബൂ ത്വൽഹത്തുൽ അൻസാരി പറഞ്ഞു, അഫ്അൽ യാ റസൂലല്ലാഹ്, ആയിക്കോട്ടെ നബി, അങ്ങനെ ചെയ്യാം. ഫഖസമഹാ ഫീ അഖാരിബിഹി വബനി അമ്മിഹി, സ്വന്തം പിതൃ സഹോദരന്റെ മക്കൾക്കും എളാപ്പ മൂത്താപ്പമാരെ മക്കൾക്കും കുടുംബങ്ങൾക്കും ബിറുഹാ തോട്ടം മഹാനൊരു വീതിച്ചു നൽകി. അള്ളാന്റെ മാർഗം, അള്ളാന്റെ മാർഗത്തിൽ സ്വത്താണ്, വഖഫാണെന്ന് പറഞ്ഞ് മുതലാളിമത്തെ അറബി കോളേജിന് അല്ലെങ്കിൽ അതിന്റെ ഇതിന്, നമ്മളെ കോളേജിനൊന്നും അത്ര കിട്ടുന്നില്ലേ, കിട്ടുന്നൊക്കെ കിട്ടണം. എന്നാലും അതിലും വലിയതുണ്ട് വളരെ സാധുക്കൾ. ഈ സാധുക്കളൊക്കെ വിട്ടിട്ടാണ് നമ്മൾ ഈ സ്ഥാപനങ്ങൾ മുതലാളിയാക്കുന്നത്. നാളെ നല്ലൊരു കാറ്റടിച്ചാല്, പാകിസ്ഥാനിലടിച്ച് വൈലിയടിച്ചാല്, അവിടെ ഉണ്ടായ ഭൂകമ്പം ഉണ്ടായാൽ പൊളിഞ്ഞാടുന്ന സാധനം വേറുള്ളവരാണെങ്കിൽ തിന്നിട്ട് കുറെ പോയക്കും. അല്ലെങ്കിൽ ഈ ചെയ്ത സേവനത്തിന്റെ പേരിൽ അള്ളാന്റെ അടുത്തെത്തും. ഇതങ്ങനെയല്ല. ലക്ഷങ്ങളും കോടികളുമുള്ള കോടീശ്വരന്മാർ വലിയ വലിയ ബിൽഡിങ്ങുകളും സൗധങ്ങളുമാണ്. ഇന്ന കോളേജ്, ഇന്ന സ്ഥാപനം, ഇന്ന എത്തീങ്കാന. ഒരു എത്തീങ്കാന ഉണ്ടായാൽ സുഖമായി, നടത്തുന്നവർക്കും നടത്താത്തവർക്കും ഒക്കെ സുഖമായിട്ട് കഴിയാം. എല്ലാ വിഭാഗത്തിനും കഴിയാൻ പറ്റും. ഇത്തരം സ്ഥാപനങ്ങൾക്ക് ഒന്നിച്ച് വീണ്ടും കൊടുക്കുന്നതല്ല റസൂലുള്ളാഹിന്റെ സ്വഹാബാക്കൾ. ഇതേ ആയത്ത് കേട്ടിട്ട് നോക്കി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുമാ തങ്ങൾ അവർകൾ ഈ ആയത്ത് എനിക്ക് കേട്ടപ്പോ മഹാനർ പറഞ്ഞു, ഞാനൊന്നും കണ്ടില്ല. എനിക്കാകെ പണ്ടേതോ ഒരു യുദ്ധത്തിന് വെള്ളക്കാരത്തി ഒരു അടിമപ്പെണ്ണിനെ കിട്ടിയത്. വെള്ളക്കാരത്തി റൂമിയ, മിഞ്ചാരിയത്തും റൂമിയ, വെള്ളക്കാരത്തി, നമ്മളെ മാതാമ, നല്ലൊരു മാതാമ അടിമപ്പെണ്ണ്. ഈനോളം ഇഷ്ടമുള്ളവർ സ്വത്ത് എനിക്ക് വേറെ ഇല്ല. ഞാൻ റസൂലുള്ളാഹിനോട് പറഞ്ഞു, അല്ലാഹുവിന്റെ റസൂലേ, ശരിക്ക് അധ്വാനിച്ച് തിന്ന് കുടുംബം പോറ്റി സ്വന്തം കഴിഞ്ഞോട്ടെ, ഞാൻ അവളെ അടിമത്തത്തിൽ നിന്ന് മോചിപ്പിച്ചിരിക്കുന്നു. ഇബ്നു ഉമർ പിന്നെ പറയാ,
കൊടുത്തതിൽ തിരിച്ചു വാങ്ങുക എന്നതൊരു മാനക്കേടല്ലായിരുന്നെങ്കിൽ ഈ ഇത്തിക്കു ചൊല്ലിയ പെണ്ണിനെ ഞാൻ നിക്കാഹ് ചെയ്തിട്ട് എന്റെ വീട്ടിൽ തന്നെ നിർത്തുമായിരുന്നു. പക്ഷേ ഞാൻ വിട്ട് അള്ളാഹ്ക്ക് കൊടുത്തതല്ലേ. ലൻ തനാലുൽ ബിർറ ഹത്താ തുൻഫിഖൂ മിമ്മാ തുഹിബ്ബൂൻ. നാളെ സ്വർഗം കിട്ടാൻ വേണ്ടി ഏറ്റവും ഇഷ്ടപ്പെട്ടത് കൊടുത്തതല്ലേ. അതുകൊണ്ട് ഇഷ്ടപ്പെട്ടത് കൊടുത്തത് ഒരു നിലക്കും ഇനി പിടിച്ചു വെച്ചൂടല്ലോ എന്ന് കരുതിയിട്ടാ. അല്ലെങ്കിൽ ഞാൻ എന്റെ വീട്ടിൽ നിന്ന് നിക്കാഹ് ചെയ്തിട്ടെങ്കിലും ഈ പെണ്ണിനെ വിടൂല. അത്ര വിലപ്പെട്ടത് കൊടുക്കുന്നത് ഇബ്നു ഉമർ. ഈ ബാപ്പ ഉമർ വരുന്നു. ഉമർ റളിയല്ലാഹു അൻഹു തങ്ങൾ ആയത്തിറങ്ങിയപ്പോ റസൂലുള്ളാഹിന്റെ മുമ്പിൽ വന്നു. അല്ലാഹുവിന്റെ റസൂലേ, എനിക്ക് മുതലുകൾ നോക്കി നോക്കുമ്പോ ഖൈബറിൽ എനിക്ക് കിട്ടിയ വിഹിതത്തെക്കാൾ മുന്തിയത് വേറെ കാണാനില്ല. തങ്ങൾ എന്ത് കൽപ്പിക്കുന്നു? എങ്ങോട്ട് തിരിക്കണം? ആരംഭ നബി തങ്ങൾ പറഞ്ഞു, ഹദ്ദിസിൽ അസൽ വസബ്ബിൽ സമറ. അതിന്റെ കായ്ക്കണികളൊക്കെ മുസബ്ബലാക്ക്. ആളുകൾ തിന്നട്ടെ, ഇഷ്ടംപോലെ ചെല്ലുന്നവർ തിന്നട്ടെ, നിങ്ങളുടെ ഉടമയിൽ നിന്ന് വിട്ടേക്കുക. കായ്ക്കണികൾ തിന്നട്ടെ, അതിന്റെ ഫലങ്ങൾ ആളുകൾ തിന്നട്ടെ. അങ്ങനെ ഫീസബീൽ ദരിദ്രർക്ക് വിശപ്പടക്കാൻ, ദാരിദ്ര്യം തീർക്കാൻ, വിഷമം തീർക്കാൻ, അതാ വലിയ മാർഗം. പൊതുസത്തായി കൊടുക്കുന്നത് മുഴുവൻ അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ അങ്ങനെയാണ് നിയോഗിച്ചത്. മഹാനായ സയ്യിദ് ഇബ്നു ഹാരിസ റളിയല്ലാഹു അൻഹു തനിക്കൊരു യുദ്ധത്തിൽ നിന്ന് കിട്ടിയ നല്ലൊരു കുതിരണ്ട് സബൽ. സബൽ എന്ന കുതിരയാണ് ഏറ്റവും മുന്തിയ കുതിര. റസൂലുള്ളാഹിനോട് ചെന്നിട്ട് പറഞ്ഞു, നബിയേ, അടിമയായിട്ട് വന്ന കറുകറുത്ത മനുഷ്യനല്ലേ സയ്യിദ് ഇബ്നു ഹാരിസ, യുദ്ധം ചെയ്തിട്ട് കിട്ടിയ വനീമത്തുനിന്ന് നല്ല വിലപിടിപ്പുള്ള ഒരു കുതിര, മുന്തിയത് കൊടുത്താതെ സ്വർഗം കിട്ടൂലാണ് അള്ളാന്റെ വാക്ക്. ഈമാൻ ഉണ്ടെങ്കിൽ അത് ഇളകുള്ളൂ. അള്ളാന്റെ വാക്കിൽ സ്വർഗം കിട്ടണോ ഇത് വേണോ എന്ന് പടച്ചോനാ പറയുന്നത്, സ്വർഗത്തിന്റെ നാഥൻ. മഹാനായ ഉമർ എന്നവരുടെ, മഹാനായ സയ്യിദ് ഇബ്നു ഹാരിസ എന്നവർ ഏറ്റവും വിലപ്പെട്ടു നോക്കി നോക്കുമ്പോൾ ഒരു കുതിരയുള്ളൂ. സയ്യിദ് ഇബ്നു ഹാരിസ പറഞ്ഞു, നബിയെ, ഏറ്റവും വിലപ്പെട്ടതാ. ഈ വിലപ്പെട്ട കുതിര എന്ത് വേണം? ആരംഭ നബി തങ്ങൾ പറഞ്ഞു, ആയിക്കോട്ടെ, അവിടെ പിടിച്ചോളി. അള്ളാഹുവിന്റെ റസൂല് സ്വീകരിച്ചു ഫീസബീൽ. സയ്യിദ് ഇബ്നു ഹാരിസത്തിന്റെ മോനുണ്ട് ഉസാമ, ഏറ്റവും ഇഷ്ടപ്പെട്ട മോൻ. അള്ളാഹുവിന്റെ റസൂൽ വഫാത്താവുമ്പോൾ 10-20 വയസ്സായിട്ടുള്ളൂ ആ മോനെ. ആ ചെറുപ്പക്കാരനെ വിളിച്ചിട്ട് നബി പറഞ്ഞു, ഒന്നാ ബാപ്പാന്റെ കുതിര ശരിക്ക് കൊണ്ടുപോയിട്ടോ, ഏറ്റവും പിടിച്ചോ. സയ്യിദ് ഇബ്നു ഹാരിസത്തിന് നമ്മളമായി ഇഷ്ടമില്ല. ഞാൻ അള്ളാഹുന്റെ ഫീസബീലിക്ക് കൊടുത്തിട്ട് അത് വല്ല യുദ്ധത്തിലേക്കും ദീനിലേക്കും കൊടുക്കേണ്ടതിന് നബി തങ്ങളുടെ മോനെ വിളിച്ചിട്ട് മോന് കൊടുത്തു. അള്ളാഹുന്റെ റസൂലിനോട് പറഞ്ഞപ്പോ സയ്യിദ് ഇബ്നു ഹാരിസത്തിന് ദേഷ്യം കണ്ടപ്പോ നബി തങ്ങൾ പറഞ്ഞു, ഇന്നല്ലാഹ ഖദ് ഖബിലഹാ മിൻക. സയ്യിദേ, വിഷമിക്കണ്ട, അള്ളാഹ് നിങ്ങളുടെ സ്വതക്ക സ്വീകരിച്ചിരിക്കുന്നു. ഞാനതിന്റെ ഏറ്റവും കൂലി കിട്ടുന്ന മസ്രിഫിലേക്കാണ് അതിനെ തിരിച്ചത്. അങ്ങയുടെ കുതിരയ്ക്ക് ഏറ്റവും വലിയ ആവശ്യം യോദ്ധാക്കളുടെ നായകൻ. 20 വയസ്സിൽ നബി തങ്ങൾ അബൂബക്കർ സിദ്ദീഖിന്റെയും ഉമറിന്റെയും സേനയ്ക്ക് നായകനാക്കിയ നായകനില്ലേ, ആ ഉസാമത്ത് ബിൻ സയ്യിദിനാണ് ഏറ്റവും ആവശ്യം. അതുകൊണ്ടാ കൊടുത്തത്. മകനാണെന്ന് കരുതി പുറത്തു പോകൂല. അള്ളാഹിന്റെ അടുത്തേക്ക് സ്വതക്ക എത്തും. ശഫീഉനാ റസൂലുള്ളാഹി. എത്ര സഹാബിമാരുടെ കഥ വേണം. ഇതാണ് ഇഷ്ടപ്പെട്ടതൊക്കെ അള്ളാഹ്ക്ക് കൊടുക്കുക എന്ന് പറഞ്ഞപ്പോ മഹാൻ വെച്ചത്. 3. 4 മഹാനായ ഹാത്തിം ബിൻ അസ്മ റളിയല്ലാഹു അൻഹു തങ്ങൾ പടപ്പുകളിലേക്ക് ഞാൻ നോക്കി. ഫറഅയ്തു കുല്ല വാഹിദി യർജു ഇലൽ മാൽ വഇലൽ ഹസബ് വശറഫ് വന്നസബ് ഫനദർതു ഫീഹാ ഫൈദാ ഹിയ ലാശൈ. ഇവിടെ ദുന്യാവാകെ നോക്കി നോക്കുമ്പോൾ കുറെ ധനം, കുറെ കൂട്ടർക്ക് വലിയ കുലം, കുറെ കൂട്ടർക്ക് വലിയ ഷറഫ്, കുറെ കൂട്ടർക്ക് വലിയ തറവാട്. ഞാൻ ആ തറവാട്ട് തന്നെ, ഈ തറവാട്ട് തന്നെ. കുറെ കൂട്ടർക്ക് ആ തറവാടിന്റെ മഹിമകളിൽ കിട്ടുന്ന പേരും പ്രശസ്തിയും, കുറെ കൂട്ടർക്ക് വലിയ ധനം. ഇതൊക്കെ നോക്കി നോക്കുമ്പോൾ ഫൈദാ ഹിയ ലാശൈ. ഒന്നുമല്ല, വിലവെക്കപ്പെടേണ്ട ഒന്നല്ല. ഇതൊന്നും ഒരു ശൈവമല്ലാത്ത ഈ കാണുന്നതൊക്കെ ദുന്യാവാകെ നോക്കി നോക്കുമ്പോൾ പിന്നെ ഏതാപ്പം നമുക്ക് ഉപകാരപ്പെടുന്നത് വിലപ്പെട്ടു എന്ന് ഞാൻ നോക്കി. പനവർത്തിയില്ല, കൗലില്ല. അല്ലാഹുവിന്റെ വാക്കപ്പോഴും എനിക്ക് വെളിച്ചം പകർന്നു. ഇന്നാ അക്രമക്കും ഇൻദല്ലാഹി അത്ഖാകും. നിങ്ങളുടെ ധനമോ, നിങ്ങളുടെ കുടുംബമോ, നിങ്ങളുടെ തറവാടോ, നിങ്ങളുടെ ശറഫോ, നിങ്ങളുടെ വലിപ്പമോ, നിങ്ങളുടെ മഹിത വാപ്പപ്പാപ്പാമാരെ ഗുണമോ പാരമ്പര്യ ഗുണങ്ങളോ, ഇതൊന്നും നിങ്ങളെ ഉദാരരും ബഹുമാനികളും അന്യന്മാരുമാക്കൂല. പടച്ചോന്റെ അടുത്ത് നിങ്ങൾ വലിയവരാകണമോ, തഖ്വ കൊണ്ട് മുന്തി നിൽക്കുന്നവരല്ലാതെ നിങ്ങൾ അല്ലാഹുവിങ്കൽ യോഗ്യരാവൂല, പടച്ചോന്റെ അടുത്ത് വീര്യപ്പെട്ടവരാവൂല എന്ന് ഖുർആൻ. അത് കിട്ടണല്ലോ എന്നാ ഞാൻ ചിന്തിച്ചത്. അങ്ങനെ തഖ്വ കിട്ടാൻ വേണ്ടി, ഞാൻ അല്ലാഹുവിങ്കൽ കരീമാകാൻ വേണ്ടി ഞാൻ എല്ലാം ത്യജിച്ച് പടച്ചവന്റെ അടുക്കൽ കരീമാകുന്ന തഖ്വക്ക് വേണ്ടി പരിശ്രമിച്ചിട്ട് അത്കയാവാൻ നോക്കി. നമ്മൾ ഓതി വളർന്ന ആയത്താതി. പക്ഷെ അത്കയാകാൻ നോക്കി എല്ലാം ത്യജിച്ചു എന്ന് പറയാനില്ല. എന്താ ത്യജിക്കാൻ നമ്മളിങ്ങനെ ചിന്തിച്ചു നോക്കിയാൽ അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു ചെറിയ ഉപമ, അമ്മാർ ഇബ്നു യാസിർ റളിയല്ലാഹു അൻഹു എന്ന ചെറുപ്പക്കാരനെ വിളിച്ചിട്ട് അലിയാർ പറയടോ, ഈ ദുന്യാവ് ഈ ആലോചിച്ച് നോക്കിയാൽ എന്താ, കുറെ തിന്നാന്, കുറെ
കുടിക്കാന്, കുറെ ധരിക്കാന്, കുറെ മണക്കാന്, കുറെ വാഹനങ്ങൾ, കുറെ പെണ്ണുങ്ങൾ. അപ്പുറത്തേക്ക് എന്താ? ഇത് വിശുദ്ധ ഖുർആനിൽ അല്ലാഹു തആല പറഞ്ഞതിൽ നിന്നൊക്കെ സാംശീകരിച്ചിട്ട് അലി റളിയല്ലാഹു അൻഹു പറഞ്ഞതപ്പാ. നിങ്ങളൊന്ന് മനസ്സിൽ വിലയിരുത്തി നോക്കി. ചെലോലുള്ള ദുന്യാവൊക്കെ ഉണ്ടാക്കുന്ന എന്താ? എവിടെയെങ്കിലുമൊക്കെ പോയിട്ട് പോച്ചതൊക്കെ തിന്നാന്. അതൊരു ഹോബിയാ. ചെലുക്കുക അങ്ങട്ട് തിന്നുക, ഉഷാറായിട്ട് തിന്നുക. തീറ്റ വസ്തുവിലാണ് അവരുടെ ഹോബി മുഴുക്കെ. ചിലർക്ക് കുടിപ്പാനീയങ്ങൾ, ആ ജ്യൂസ്, ഈ ജ്യൂസ്, മറ്റേത് മറിച്ചത്, അത് ഇത് എന്നറിയുന്ന എന്തൊക്കെയോ മുൻകെന്ന് വെച്ചാൽ ചിലർ അവിടെയൊക്കെ പോയിട്ട് അത്തർ അതിമല് എത്രയോ സ്പ്രേകൾ, വിലപിടിപ്പുള്ള സ്പ്രേകൾ എത്രയോ പണം കൊടുത്തിട്ട് മേടിക്കുന്നതാണ്. മണത്തുമ്പലാണ് ഓരോ പ്രശ്നം. ചിലർക്ക് വാഹനങ്ങൾ ഇങ്ങനെ മാറ്റിയിട്ടും മറിച്ചിട്ടും ആ ഒന്ന് കാണുമ്പോൾ മോഡലൊന്ന് മാറ്റണം, വണ്ടി ഒന്ന് കാണുമ്പോൾ അപ്പുറത്തേക്കൊന്ന് മാറ്റണം, പിന്നെ മോഡൽ കുറച്ചുകൂടി മേപ്പിട്ട് കാക്കണം, പിന്നെ അതിലേറെ വലിയൊരു വണ്ടി കാണുമ്പോൾ ഒന്ന് നോക്കണം, അതെങ്ങനെ മറക്കും. ചിലർക്ക് ഉടയാടകൾ, എത്ര ആടകളും വസ്ത്രങ്ങളും നോക്കിയാലും മാറ്റിയാലും തീരൂല. ചിലർക്ക് എല്ലാം കഴിഞ്ഞാൽ പഞ്ചനക്ഷത്ര ഹോട്ടൽ എന്നൊക്കെ പറഞ്ഞില്ലേ നമ്മള്, അതൊക്കെ പോകുന്നതൊക്കെ മിന്നിലെത്തുന്ന അവസാനം മങ്കൂ ഭോഗത്തിന് വേണ്ട ഉപകരണം. ഈ ഭോഗം, തീറ്റ, കുടി, ധരിക്കുക, മണക്കുക, അതിന്റെ അപ്പുറം എന്താണോ ദുന്യാവ്? എന്നിട്ട് ചിന്തിക്കുന്ന മനുഷ്യര് ഇതെന്തോട്ടെത്തുന്നല്ല മഹാനെ ചിന്തിപ്പിക്കുന്നത്. ഇത് എവിടുന്നേ വന്നു എന്ന് ചിന്തിക്കുന്നതിന്റെ വില തിരിയാൻ മഹാനെ ചോദിക്കുന്നു. നീ തിന്നുന്നതിൽ നിന്ന് ഏറ്റവും വിലപ്പെട്ടത് തേനാണ്. തേൻ ശരിയാ, തീറ്റപ്പെടുന്ന വസ്തുക്കളിൽ നിന്ന് ഏറ്റവും വിലപ്പെട്ടത് തേനാണ്. നമ്മൾ മനസ്സിലാക്കിയിട്ടാണ് തേനിന് അത്ര വലിയ ഔഷധ ഗുണം, അത്ര വലിയ ബീജമുണ്ട്. വിശുദ്ധ ഖുർആനും പറഞ്ഞിട്ടുണ്ട് ആ തേൻ. ഈ തേനടോ അല്ലാഹു തആലാന്റെ ഒരു ഈച്ചന്റെ തുപ്പലല്ലേ, ഒരു ഈച്ചയുടെ തുപ്പുനീരല്ലേ, ഈച്ചയിൽ നിന്ന് വരുന്നതല്ലേ. നീ തുപ്പുന്നോ മൂട്ടുന്നോ എന്നറിഞ്ഞൂടെ, ഈച്ചയിൽ നിന്ന് വരുന്നതല്ലേ നീ ഏറ്റവും വിലപ്പെടുന്നത്. നീ കുടിക്കുന്നതിൽ നിന്ന് ഏറ്റവും ഉപയോഗമുള്ളത് വെള്ളം. അതെടോ കാലിയും കുടിക്കും, നെയ്യും കുടിക്കും, പാമ്പും കുടിക്കും, നെയ്യും കുടിക്കും, തേളും കുടിക്കും, നെയ്യും കുടിക്കും, പുഴുക്കളും കുടിക്കും, നെയ്യും കുടിക്കും. എല്ലാവരും സമമായതല്ലേ. നിനക്കായിട്ട് എന്താ വെള്ളത്തിന് അംശം? എല്ലാവർക്കും കിട്ടുന്നതല്ലേ ഈ വെള്ളം. നിനക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ആ വെള്ളത്തിന്റെ ചേരുവകൾ പലതും ചേർത്തിട്ടുള്ള മാറ്റങ്ങളല്ലേ ബാക്കിയൊക്കെയുള്ളൂ. ധരിക്കുന്നതാണോ? ധരിക്കുന്നതിൽ ഏറ്റവും മുന്തിയത് പട്ടല്ലേ, അത് പുഴു. ആ പുഴുവിന്റെ എന്തോ അല്ലേ പട്ട്, ഒരു പുഴു, പട്ടുനൂൽ പുഴുവിന്റെ മലമോ എന്തോ ആയിക്കോട്ടെ, പട്ടുനൂൽ പുഴുവിന് വരുന്നത്. മണക്കാനുള്ളത് ഏറ്റവും വലിയത് കസ്തൂരിയല്ലേ, കസ്തൂരി ഫറ എന്ന ഒരു മാനിന്റെ ദമല്ലേ. മാനിന്റെ ഒരു ദത്തല്ലേ. വാസ്തവൽ മർക്കൂബ്, വാഹനങ്ങളിൽ ഏറ്റവും മുന്തിയത് അന്ന് കുതിരയാണ്. കുതിര എന്ന് പറഞ്ഞാലും മതി ഇന്നത്തെ വാലൈഹായു കുത്തരു. ആ കുതിരപ്പുറത്തിരുന്ന് എത്ര ആള് കൊല്ലപ്പെടുന്നടോ, കൊല്ലപ്പെടുന്നത്. നമുക്കിന്ന് കാറാണ്, മുന്തിയ കാറ്, അയിമെന്ന് എത്ര ആള് അപകടത്തിൽ കൊല്ലപ്പെടുന്നു. അലിയാരെ വാക്കിന് സാങ്കത്യമുണ്ട്. അർത്ഥലോപം വന്നിട്ടില്ല, കാലമാറ്റം വന്നിട്ടില്ല. ഏത് കാലത്തേക്കും യോജിക്കുന്ന വാക്ക്. നീ ഇഷ്ടപ്പെടുന്ന ഏറ്റവും മുന്തിയ വാഹനപ്പുറത്ത് എത്ര വലിയ വലിയ ധീരയോദ്ധാക്കളെ കൊല ചെയ്യപ്പെട്ടിട്ടുണ്ട്. അരുങ്കല എത്ര ആളുകളെ വലിയ വലിയ അപകടങ്ങളിൽ കൊല്ലപ്പെട്ടിട്ടുണ്ട്. അതല്ലേ മക്കൂബ്. ഈ തരത്തിൽ നീ ചിന്തിച്ചാൽ അവസാനത്തത് ഏറ്റവും നല്ലത് ഭാര്യ. ഭാര്യ ചിന്തിക്കേണ്ട ഭോഗം. ഭോഗം മൂപ്പര് പറയാ ഫന്നീസ, അത് വകേതായാലും പെണ്ണല്ലേ. പെണ്ണ് എന്നറിയുന്ന വർഗത്തിന് വേണ്ടിയാ ഇതൊക്കെ ഉണ്ടാക്കുന്നത്. എല്ലാം കിട്ടിയ മുതലാളിക്കും നൈമിഷിക നേരത്തെ രാത്രിയിൽ ആരാ കിട്ടേണ്ടിന്നാ ചിന്ത എന്ന് വെച്ചോ. ഇതൊന്ന് ചിന്തിച്ചാ വല്ലതുണ്ടോ? മബാലും ഫീ മബാൽ, മൂത്രദ്വാരത്തിൽ മൂത്രക്കൊടി, ഇതല്ലേ ഭോഗം. ഇതിന്റെ അപ്പുറം എന്താ? ഈ മൂത്രമൊഴിക്കുന്ന വിസർജ വസ്തു പോരുന്ന ദ്വാരം, ആ ദ്വാരത്തിലൂടെ മൂത്രം പാത്തുന്ന കൊടി, ഇത് ബന്ധപ്പെടുന്നതാണോ നിന്റെ ഏറ്റവും വലിയ ദുന്യാവിലെ വസ്തു? പടച്ചവനാണ് ഏതൊരു പെണ്ണും അവരുടെ ശരീരത്തിന്റെ ഏറ്റവും സൗന്ദര്യമുള്ള ഭാഗമാണ് മൊഞ്ചാക്കി അലങ്കരിച്ച് വൃത്തിയിൽ കൊണ്ട് നടക്കുന്നത്. പക്ഷെ ആ ഭാഗങ്ങളെക്കാൾ അവളെ കൊണ്ട് ഗുണം കിട്ടുന്നത് മറക്കേണ്ടാത്ത ഏറ്റവും മോശപ്പെട്ട വൃത്തികെട്ട സ്ഥലമാണ്, കാണാൻ പറ്റാത്ത സ്ഥലം. ആഭരണത്തിന് വേണ്ടി ചെലവഴിക്കുന്ന പണങ്ങളുടെയും ആടകൾക്ക് വേണ്ടി ചെലവഴിക്കുന്ന പണങ്ങളുടെയും എല്ലാം അവസാനം അവരുടെ അവയവത്തിന്റെ ശരീരത്തിന്റെ ഭാഗത്ത് നിന്ന് ഏറ്റവും വൃത്തികെട്ട ഒരു പോയിന്റാണ്. ഈ ഒരു പോയിന്റിന് വേണ്ടിയാണോ പെണ്ണു? അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹുവിന്റെ ചോദ്യം വലിയ അർത്ഥമല്ലേ. ഇതാ ദുന്യാവിന്റെ അകത്തുക. മഹാനായ ഹാത്തിമുൽ അസ്മ തങ്ങൾ പറഞ്ഞ് പടപ്പുകളെ നോക്കി നോക്കുമ്പോ ദുന്യാവ് മുഴുക്കൻ നാശമായി ഒന്നുമല്ല. ഇതെല്ലാം അല്ലാഹുവിൽ എത്തണമെങ്കിൽ തഖ്വ കിട്ടാൻ വേണ്ടി ഞാൻ നോക്കി. ഞാൻ എണ്ണി പറയട്ടെ. മഹാനർ പറഞ്ഞു അഞ്ചാമത്തെ കാര്യം, ദുന്യാവ് ഞാൻ നോക്കി നോക്കുമ്പോ തമ്മിൽ ഓരോരുത്തനെ കുറ്റം പറയും. തുണക്കാരാണെങ്കിലും ഭിന്നിപ്പാരാണെങ്കിലും സംഘടനക്കാരാണെങ്കിലും തമ്മിൽ കുറ്റം പറയുന്നു, ശപിക്കുന്നു.
വാസുലു ഹാദാ കുല്ലിഹിൽ ഹസദ്, എല്ലാം നോക്കുമ്പോൾ അസൂയ അതിന്റെ ഒക്കെ അടിസ്ഥാനം. സുമ്മനോർത്തു, ഞാൻ നോക്കി അസൂയക്ക് എന്താ സ്ഥാനം? ഖുർആനിൽ അല്ലാഹു പറയുന്നു, നഹ്നു ഖസംനാ ബൈനകും മഈശതകും ഫിൽ ഹയാത്തിദ് ദുനിയ, ദുനിയാവിലെ ജീവിതത്തിൽ അവരുടെ ജീവിത വിഭവങ്ങളും അവർക്ക് വേണ്ട നിഅമത്തുകളൊക്കെ നമ്മളാണ് ഓരിച്ചത്, ഞാനാ കൊടുത്തത്. പഠിച്ചോൻ എന്താ പഠിച്ചോന്റെ ആ നഹ്നൊക്കെ ഇവരെ പോലത്തവർ പറയുമ്പോഴേ അതിന്റെ സ്ഥാനം നമുക്ക് ബോധ്യപ്പെടുള്ളൂ. നമ്മൾ എന്തിനാണ് ഞാൻ എന്നൊക്കെ പറഞ്ഞിരിക്കണമെന്ന് ചിന്തിച്ചു. ഇവർ പറയണം, ഭക്തന്മാർ, വെളിച്ചമുള്ള മനസ്സുകാർ പറയുന്ന അള്ള പറഞ്ഞു, നഹ്നു ഖസംനാ ബൈനകും മഈശതഹും ഫിൽ ഹയാത്തിദ് ദുനിയ, ജീവിത വിഭവങ്ങൾ, കച്ചവടമാവട്ടെ, തോട്ടമാവട്ടെ, ധനമാവട്ടെ, സ്വർണമാവട്ടെ, മറ്റെന്തു തരത്തിലുള്ള വിഭവങ്ങളാവട്ടെ, ഇൽമാവട്ടെ, പദവികളാവട്ടെ, അധികാരങ്ങളാവട്ടെ, എന്താവട്ടെ, ഇതൊക്കെ നാമാണോ വിഹിതം ചെയ്യുന്നത്? ഞാനാണോ കൊടുക്കുന്നത്? ദുനിയാവിന്റെ കത്ത സകലവും ഞാനാണോ കൊടുക്കുന്നത്? ഞാനാണോ കൊടുക്കുന്നത് എന്ന് പറയുമ്പോ അള്ള കൊടുത്തീനപ്പൊ നമ്മൾ ഈ അസൂയ വെക്കുന്നത്? അപ്പൊ ആരോടാ അസൂയ? പടച്ചവനോടല്ലേ, പടച്ചവന്റെ വിഹിതത്തോടല്ലേ. ഞാനത് പറ്റൊഴിവാക്കി, ഇതൊരു അർത്ഥവുമില്ലാന്ന് മനസ്സിലാക്കി. അങ്ങനെ ഞാൻ പടച്ചവനുമായി മാത്രം ബന്ധപ്പെട്ട് സൃഷ്ടികളെല്ലാം വെടിഞ്ഞ് അവരുടെ സ്ഥാനം പറ്റിയുള്ള ചിന്തയെല്ലാം വെടിഞ്ഞ് എല്ലാവരുമായുള്ള ശത്രുതയും ഒഴിവാക്കി. ശത്രുത വരുമ്പോഴല്ലേ അസൂയ, അത് ഞാൻ ഒഴിവാക്കി. ഞാൻ വിശദീകരിക്കുന്നില്ല. ആറാമത്തെ കാര്യം മഹാനർ പറഞ്ഞു, പടപ്പുകളിലേക്ക് ഞാൻ നോക്കി. അതിക്രമവും തല്ലും കുത്തും പോരാട്ടവും സംഘട്ടനവും അടക്കലും പിടിക്കലും വെട്ടലും കുത്തലും നുറുക്കലും ഒക്കെ തമ്മിൽ നടത്തുന്നു. ഓരോരോ പേരിലാ. നമ്മളെ കാലത്തെത്തിയപ്പോ സംഘടന, പാർട്ടി, രാഷ്ട്രീയം, വിധാനം, മറ്റത് മറിച്ചത് ഇതിന്റെ പേരില്ല. അതിന്റെ കുറച്ചു മുമ്പ് തറവാടിന്റെ പേരില്ല, പലതിന്റെയും പേരില്. ഞാനാകെ നോക്കി നോക്കുമ്പോ ഇതിനൊന്നും അടിസ്ഥാനമല്ല. എല്ലാം ഉണ്ടാക്കുന്നത് ഒരൊറ്റ ശത്രു. അള്ള പറയുന്നു, ഇന്ന ശൈത്താനലക്കും അതുവ്വം ഫത്തഖുദൂഹു അതുവ്വാ, നിങ്ങൾ തമ്മിലൊന്നും ശത്രുവല്ല. മറുപാർട്ടിക്കാരൻ ശത്രുവല്ല, മറുസംഘടനക്കാരൻ ശത്രുവല്ല, നിന്റെ മറ്റേ കച്ചവടക്കാരൻ ശത്രുവല്ല, നിന്റെ അപ്പുറത്തെ കച്ചവടക്കാരൻ ശത്രുവല്ല, നിന്റെ അപ്പുറത്തെ ടാക്സിക്കാരൻ ശത്രുവല്ല, നിന്റെ അയൽവാസി ശത്രുവല്ല, നിന്റെ പ്രതിപക്ഷ നേതാവ് ശത്രുവല്ല. ശത്രു ആകെ ഒന്നാൻ പിശാച്ച്. പിശാച്ച് എന്ന ശത്രുവാണ് ശത്രു. ഫത്തഖുദൂഹു അതുവ്വാ, അതിനെ ശത്രുവാക്കിക്കൊള്ളൂ എന്ന് അല്ലാഹു പറയുന്നു. പടച്ച തമ്പുരാൻ ശത്രുവാക്കി നിശ്ചയിച്ചു എന്ന ശത്രുവിനേക്കാൾ വലിയ ശത്രു ഏതുണ്ട്? ഞാനെല്ലാം മാറ്റി, ആരോടുമുള്ള ശത്രുതയും ഒഴിവാക്കി, അതിനൊന്നും സ്ഥാനമില്ലെന്ന് മനസ്സിലാക്കി. ശത്രുവായ ഇബ്ലീസിന്റെ ചതിയിൽപ്പെട്ട് ഓരോരുത്തൻ വെറുതെ വാലാകുന്നതാണ് ഇവിടെ ഉണ്ടാകുന്ന ശത്രുതക്കെല്ലാം നിദാനമെന്ന് മനസ്സിലാക്കി. പ്രതിപക്ഷ നേതാവിന്, ഭരണകർത്താവിനോട് രോഷം വരുന്നത് ഇബ്ലീസ് ഉണ്ടാക്കുന്നതാണ്. ആളോട് മറ്റേയാൾക്കുണ്ടാകുന്ന ദേഷ്യം തോന്നുന്നത് ഇബ്ലീസ് ഉണ്ടാക്കുന്നതാണ്. കച്ചവടക്കാരനോട് മറ്റേ കച്ചവടക്കാരന് ദേഷ്യം ഇബ്ലീസ് ഉണ്ടാക്കുന്നതാണ്. പ്രസംഗകനോട് ഇല്ലാത്തവന് തോന്നുന്ന ദേഷ്യം ഇബ്ലീസ് ഉണ്ടാക്കുന്നതാണ്. തിരിവുള്ളവനോട് തിരിവില്ലാത്തവന് തോന്നുന്ന ദേഷ്യം ഇബ്ലീസ് ഉണ്ടാക്കുന്നതാണ്. തടിമാറിനോടുള്ള ദേഷ്യം ഇബ്ലീസ് ഉണ്ടാക്കുന്നതാണ്. കളിക്കാരനോടുള്ള ദേഷ്യം ഇബ്ലീസ് ഉണ്ടാക്കുന്നതാണ്. ഏക ശത്രു ഇബ്ലീസ്. ഇതിനെ മാത്രം ശത്രുവാക്കി പിടിച്ച്, അതിനെ പിടിച്ചോ ശത്രുവാ എന്ന് അള്ള പറഞ്ഞപ്പോ ഞാൻ അതിനെ പിടിച്ചു. അതിലപ്പുറമേത്? ഏഴാമത്തെ കാര്യം, പടപ്പിലേക്ക് ഞാൻ നോക്കി. എല്ലാവരും യത്ലുബു ഹാദിഹിൽ കിസ്റ, ഈ അപ്പക്കഷ്ണം അന്വേഷിച്ച് നടക്കുന്നവരാണ്. അപ്പക്കഷ്ണം. ഭൗതിക ശാസ്ത്രജ്ഞന്മാരും ഭൗതിക സാമ്പത്തിക ഇസക്കാരും ഒക്കെ പറയുന്നൊരു വലിയ വാചകാത്. നമ്മളെ തിന്നണ സാധനത്തിന് ഒറ്റ വാക്ക് അപ്പം. ഈ അപ്പക്കഷ്ണത്തിന് വേണ്ടിയാണ് മനുഷ്യൻ മുഴുവനെല്ലാം ചെയ്യുന്നത്. ഇവിടുത്തെ അപ്പത്തിന് വേണ്ടിയാണ് അവൻ സ്വന്തം നഫ്സിനെ എല്ലാ വിനകളിലും കൊണ്ടുപോയി നിന്ദതകൾ ചാർത്തുന്നത്, എല്ലാ ഹലാലല്ലാത്തതിലും കടന്നു പോകുന്നത്. അവനും അവന്റെ മക്കൾക്കും അപ്പം വേണം. ഇപ്പൊ തിരിയല്ലോ, തിന്നാളിന്റെ ഒന്നിച്ച പേരാണ്, ഭൗതിക വിഭവങ്ങൾക്ക് ഒന്നിച്ച പേരാണ് അപ്പം. ഈ അപ്പത്തിന് വേണ്ടി നോക്കുന്ന മനുഷ്യൻ, പടച്ച തമ്പുരാന്റെ വാക്ക് ഞാൻ നോക്കി, അപ്പത്തിന് ഇത്ര കഷ്ടം വേണ്ട. ഭൂമിയിലുള്ള ഏത് ജീവിയും, ഏത് നടകൊള്ളുന്ന വസ്തുവും, ഏത് ഇടജന്തുവും, ഏത് സഞ്ചരിക്കുന്ന വസ്തുവും അള്ളാഹു അതിന്റെ വജീനമേറ്റിട്ടുണ്ട്. അത് തിന്നേണ്ടത് അള്ള കൊടുക്കും, അല്ലാതെ ജീവൻ നിലനിർത്തൂല, അത് അള്ള തന്നെ കൊടുക്കും. പിന്നെ ഞാൻ എന്തിന് കഷ്ടപ്പെടണം? തീറ്റയ്ക്ക് വേണ്ടി എന്തിന് കഷ്ടപ്പെടണം? എന്റെ കുടുംബത്തിന്റെ തീറ്റയ്ക്ക് വേണ്ടി എന്തിന് കഷ്ടപ്പെടണം? ഖുർആനിൽ അല്ലാഹു പറഞ്ഞ ഈ മൃഗങ്ങളിൽ ഒന്നല്ലേ ഞാൻ, ഈ ജന്തുക്കളിൽ ഒന്നല്ലേ ഞാൻ, ഈ പ്രാണികളിൽ ഒന്നല്ലേ ഞാൻ. അലല്ലാഹി റിസ്ഖുഹാ, പടച്ചവൻ ഏറ്റെടുത്തതാണല്ലോ ഇവരുടെ ജീവൻ, ഇവരുടെ വജീനം, ഇവരുടെ വിഭവം. ഫസ്തഖൽതു ബിമാ ലഹു അലയ്യ, പടച്ചോന് കടപ്പെട്ടതായി ഞാൻ എന്ത് ചെയ്യണം? എനിക്ക് കടപ്പെട്ടതായി പടച്ചവന് അത് ഞാൻ. മറ്റേത് അള്ള ഏറ്റതല്ലേ, അത്
അള്ളാന്റെ കടമ നിറവേറ്റട്ടെ എന്ന് ഞാനും തീരുമാനിച്ചു. എത്ര പരത്തി പറയാ. ദുന്യാവിന് വേണ്ടിയിട്ട്, ഈ അപ്പത്തിന് വേണ്ടിയിട്ട് നടക്കുന്ന സംഘടനകളും പോരാട്ടങ്ങളും ഒക്കെ എവിടെയാ ചെന്ന് അവസാനിക്കുന്നത്? അല്ലാഹു സുബ്ഹാനഹു വ തആല രാഷ്ട്രങ്ങൾക്കിടയിൽ ഉണ്ടാക്കുന്ന പോരാട്ടം, ഇറാഖിനെ അമേരിക്ക പിടിക്കുന്നത്, ഇതൊക്കെ എന്തിനാ? ഈ അപ്പത്തിന് അവിടെ കുറച്ച് നല്ല എണ്ണുണ്ട്, ഇവിടെ കുറച്ച് നല്ല മുട്ടുണ്ട്, ഇനി ഇവിടെ കുറച്ച് ഗ്രാനൈറ്റ് ഉണ്ട്. ഇപ്പൊ ആരോ എന്ന് പറഞ്ഞ് ഞാനൊരു തോട്ടമായിട്ട് ഒരു സ്ഥലമായിട്ടുമായിട്ട് ഗ്രാനൈറ്റ് ഉണ്ട്, അവിടെ ഉണ്ടോ? അതൊക്കെയാണ് ഗ്രാനൈറ്റ് ഉണ്ട് എന്ന് അയാളെ വെടിവെച്ച് കൊല്ലൂലേ? കൊല്ലൂ. ഇത് ദുന്യാവിന് ഈ അപ്പത്തിനാണ് രാഷ്ട്രങ്ങൾ, രാഷ്ട്രനായകന്മാരെല്ലാം ഈ വേണ്ടാവൃത്തികൾ മുഴുവൻ ചെയ്യുന്നത്. പക്ഷേ ഈ അപ്പോ എല്ലാവർക്കും അള്ള ഏകിയത് കിട്ടാതിരിക്കൂല. അള്ള ഏകിന്റെ അപ്പുറം ആർക്കും കിട്ടൂല. എങ്കിൽ അള്ള തീരുമാനിച്ച അള്ള കൊടുക്കട്ടെ, നമുക്കെന്ത് ബാധ്യത എന്ന് ഞാൻ നോക്കി. എട്ടാമത്തത് മഹാനർ പറയുന്നു, ഞാൻ ഈ പടപ്പുകളെ നിരീക്ഷിച്ചു നോക്കുമ്പോൾ എല്ലാരും പടപ്പിന്റെ മേലിലാ ഭരമേൽപ്പിച്ച് തവക്കുലാക്കി നിൽക്കുന്നത്. ഇവന്റെ തോട്ടം, സ്ഥാപന സ്വത്തുക്കൾ, ബിൽഡിംഗ്, ഇതിന്റെ വരുമാനം, അയ്മസാരി തിജാറത്തിഹി, എനിക്കെന്താടോ, എനിക്കും എന്റെ കുട്ടികൾക്കും മരിക്കോളം തിന്നാ ഈ കച്ചവടം ഉണ്ടായ മതി. ഇവൻ കച്ചവടത്തിന്, ഇവന്റെ വ്യവസായത്തിന്, ഇവന്റെ തൊഴിലിന്, അധ്വാനിക്കുന്ന തൊഴിലാളി, ഈ ആരോഗ്യം ഉണ്ടായാൽ മതി. ഈ ആരോഗ്യം ഉണ്ടായ എല്ലാം കണക്കാ. ഇത് അള്ള നിലനിർത്തി തന്നാൽ മതി. എല്ലാം ഈ ആരോഗ്യത്തിന്. ഇങ്ങനെ ഓരോരുത്തരും ഓരോന്നും നോക്കുമ്പോ കുല്ലു മഹ്ലൂക്കിൻ മുതവക്കിലും ഒരു പടത്തിന്റെ മേലിൽ, ഒരു സൃഷ്ടിയുടെ മേലിലാണോ ഭരമേൽപ്പിച്ചത്? സൃഷ്ടിയുടെ മേലിൽ ഭരമേൽപ്പിച്ചാൽ ആ സൃഷ്ടി നശിക്കുന്നതോടെ ഇത് പോകൂലേ? കച്ചവടം തടഞ്ഞാ പോയി, ഭൂമി പോയാ പോയി, തോട്ടം തടഞ്ഞാ പോയി, ഒന്നിച്ച് ഭൂകമ്പണ്ടായി നശിച്ച നാട് തന്നെ പോയി. പക്ഷേ പോകാത്ത ഭരമേൽപ്പിക്കാൻ പറ്റുന്ന വല്ലതുമുണ്ടോ? ഞാൻ നോക്കി. ഖുർആൻ പഠിപ്പിക്കുന്നു, പടച്ച തമ്പുരാന്റെ മേല് തവക്കുലാക്കുന്നവനാരോ അവന് അല്ലാഹു മതിയാക്കും. വേറെ ആരുള്ള? പടച്ചവന്റെ മേല് തവക്കുലാക്കിയവന് പടച്ചവൻ. ഞാനെല്ലാ പടപ്പുകളെയും വിളിച്ചു, പടച്ചവന്റെ മേല് തവക്കുലാക്കി. നമ്മളൊക്കെ ഓതുന്ന ആയത്തോടിയിട്ട് ഹാത്തമിനുള്ള സ്വന്തം താൻ പഠിച്ച 8 അന്തസ്സാര രഹസ്യങ്ങളെല്ലാം കേട്ടപ്പോ ഹാത്തമുല്ല സമ്മതങ്ങൾ പറഞ്ഞു, അല്ലാഹു തആല വല്ലാത്ത തൗഫീഖ് നിങ്ങൾക്ക് നൽകിയിരിക്കുന്നു, ഇനിയും നൽകട്ടെ. സത്യത്തിലേക്ക്, സത്യം മനസ്സിലാക്കാൻ, തത്വം മനസ്സിലാക്കാനുള്ള അല്ലാഹുവിന്റെ വഴിതിരിച്ചു വരൽ, അല്ലാഹു തആലാന്റെ ചിന്ത തരൽ, ബുദ്ധി തരൽ അല്ലാഹു നിങ്ങളെ ഏകിയിരിക്കുന്നു. നാല് വേദങ്ങളും ഞാൻ നോക്കി. ആ 4 വേദങ്ങളിലുള്ള വിവരങ്ങളും ഉള്ളടങ്ങുന്നത് നിങ്ങളുടെ ഈ 8 മസാലകളുടെ മേൽ കറങ്ങാതെ ഒരു വേദത്തിലെ ഒരു വിവരവുമില്ല, ഒരു അന്തർരഹസ്യവുമില്ല. ഇവിടെ നിസ്കാര കണക്കില്ല, തയമ്മുമിന്റെ കണക്കില്ല, ശുദ്ധിന്റെ വെള്ളത്തിന്റെ കണക്കില്ല, പെണ്ണിന്റെ ഇസ്തിഹാലത്തിന്റെ മസാലയില്ല, നമ്മൾ പഠിക്കുന്ന ദീനീ പാഠങ്ങളൊന്നുമില്ല. പക്ഷെ ഈ പാഠങ്ങളുടെ എല്ലാം ശരാശരി അള്ളാഹുവിന് വഴിപ്പെട്ട്, അള്ളാഹുവിൽ പരമേൽപ്പിച്ച്, അള്ളാഹുവിന്റെ ലോകത്തിന് വേണ്ടി ഒരുങ്ങി തയ്യാറായി മുത്തഖിയായി ജീവിക്കുകയാണ്. ഈ ദുന്യാവിനെ ത്യജിച്ച് അല്ലാ എന്ന പരലോകത്തെ ശാശ്വതമായ ആ ജീവിതത്തിന് വേണ്ടിയിട്ട് അള്ളാഹുവിനെല്ലാം അർപ്പിക്കുകയാണ്. ഈ ഖുർആൻ പഠിപ്പിച്ച തത്വങ്ങൾ ആസകലവും 33 കൊല്ലത്തെ 8 മസലയിൽ ഒതുങ്ങിയിട്ടുണ്ടെന്ന ഗുരുവിന്റെ സന്തോഷവാക്കും അഭിനന്ദനവാക്കും കേട്ടപ്പോൾ ഹാത്തം റളിയല്ലാഹു അൻഹു ചരിതാർത്ഥ്യപ്പെട്ടു. ഈ ഹാത്തമുൽ അസമ്മാൻ ലോകപ്രസിദ്ധനായ ആത്മീയ ഗുരു അഹ്മദ് ബിൻ ഹംബൽ റളിയല്ലാഹു അൻഹുവിനെ പോലുള്ള മഹാന്മാരെ പ്രകീർത്തിച്ച, അവരെ പോലത്തെ മഹാന്മാർക്ക് ആശ്വാസവും ആശ്വാസത്തിന്റെ വചനങ്ങളും നൽകിയ മഹാനായ സൂഫി വര്യൻ. ഇത്തരം ആളുകളുടെ ഇത്തരം നല്ല ചിന്തകൾ ഉൾക്കൊള്ളാനും പഠിക്കാനും സർവശക്തനായ റബ്ബ് നമുക്ക് തൗഫീഖ് നൽകുമാറാവട്ടെ. വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.